തുടങ്ങാം. എത്ര പേരേ ഉള്ളൂ? ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ടോപ്പിക്സാണ് എന്ത് ചെയ്തത് തീർന്നത്. ഏതൊക്കെയാണ്? ഹാൻഡ് ഔട്ട്സ് കിട്ടിയോ? ഡിക്ലൈൻ ഓഫ് മുഗൾസിൻ്റെ കിട്ടിയോ? വായിച്ചു നോക്കിയോ? എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? ഓൾമോസ്റ്റ് ഡൺ അല്ലേ? അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസിൻ്റെ PYQസും ഒരു പ്രാക്ടീസും ഇതും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയായിരുന്നോ? ചെയ്ത് നോക്കിയോ? ഈ 2 ടോപ്പിക്സിൻ്റെയും കൂടെ ഞാൻ ഈ വീക്കിൽ എന്ത് ചെയ്യാം? കൊടുക്കാം. ഓക്കെ, ഈ വീക്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആസ് യൂഷ്വൽ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്സ് പഠിച്ചു. അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് ആസ് വെൽ ആസ് ഡിക്ലൈൻ ഓഫ് മുഗൾസ് ആണ് എന്ത് ചെയ്ത് നോക്കിയത്. അപ്പോൾ അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഫൈനലി വാട്ട് വി സോ വാസ് ദാറ്റ് യൂറോപ്യൻ എനിമീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കോമ്പറ്റീഷൻ എന്ത് ചെയ്തു? ഇസ് ഈക്വൽ ടു 0 ഫോർ ബ്രിട്ടീഷ് അല്ലേ? യൂറോപ്യൻ കോമ്പറ്റീറ്റേഴ്സ് എന്തില്ല? ഫ്രഞ്ചുകാരോട് കൂടെ തീർന്നു. കർണാട്ടിക് വാർ നോക്കിയില്ലേ? ഒരു 3 കർണാട്ടിക് വാർ നോക്കിയില്ലേ? സോ ബൈ ദാറ്റ് there is no European competitors here in India, okay, as a threat to British East India Company. ക്ലിയർ ആയോ? അപ്പോൾ അതായത് ബ്രിട്ടീഷുകാർക്ക് ഇനി ഇന്ത്യയിൽ എന്തില്ല? യൂറോപ്യൻ ത്രെട്ട് ഇല്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഇപ്പോൾ ലോക്കൽ സെൻട്രൽ റൂൾ അല്ലെങ്കിൽ എന്താണ് ഒരു വലിയ ഒരു എംപയർ എന്ന് പറയുന്ന ആരായിരുന്നു? മുഗൾസ് ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ മുഗൾസിൻ്റെ ത്രെട്ടും എന്താണ്? ഏകദേശം ലേറ്റർ മുഗൾസിൻ്റെ പീരീഡ് ആയതുകൊണ്ട് അതും എന്താണ്? വെരി ലെസ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഈ 2 ഭീഷണികൾ എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുറഞ്ഞു കിട്ടി. തലവേദന കുറച്ചൊന്നും എന്ത് ചെയ്തു? കുറഞ്ഞു. ആൻഡ് ദെൻ ഇനി ഇവിടെയുള്ള ഓരോ ഏരിയാസ് എന്ന് പറയുന്നത് ദേ വർ ആക്ച്വലി ഇപ്പോൾ പല ഹിസ്റ്റോറിക് ടെക്സ്റ്റ് ബുക്കുകളും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് വർ ആക്ച്വലി നോട്ട് ഇൻ എ പ്ലാൻ ടു കോൺകർ ഇന്ത്യ. ഇവൻച്വലി ഇറ്റ് ഹാപ്പൻഡ്. ഓക്കെ, സോ ഇവിടുത്തെ പൊളിറ്റിക്സ് വളരെ സ്കാറ്റേർഡ് ആയി കിടന്നതുകൊണ്ടും ഇവിടുത്തെ ആളുകൾക്ക് ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ടും സോ ദാറ്റ് ആക്ച്വലി എന്ത് ചെയ്തു? നല്ലൊരു ഫെർട്ടൈൽ ഗ്രൗണ്ട് ആയിട്ട് മാറി ബ്രിട്ടന് എന്ത് ചെയ്യാൻ ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ റൂൾ ചെയ്യാന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് എന്ത് ചെയ്യുന്നത് കുറേ ടെക്സ്റ്റ് ബുക്സ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബട്ട് അങ്ങനെയല്ല, അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ദേ നീഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ്. ബിക്കോസ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ റൂൾ അല്ല. ആക്ച്വലി ഇവിടെ നമ്മൾ കഴിഞ്ഞ ലെസൺസിൽ കാണുന്ന പോലെ തന്നെ 1600 ആ ചാർട്ടർ വാങ്ങിച്ച് വന്ന ഒരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. മനസ്സിലായോ? നോട്ട് എ ഗവൺമെൻറ്. സോ ഗവൺമെൻറ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മർച്ചൻസിൻ്റെ ട്രേഡിംഗ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്കാർ വാങ്ങിച്ചു ഫുള്ള്. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പോൾ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്? അതാണ്. അപ്പോൾ അവർക്ക് ബേസിക്കലി ട്രേഡേഴ്സ് മീൻസ് എന്താണ്? ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ? പ്രോഫിറ്റ്സ് ആണ്. അപ്പോൾ പ്രോഫിറ്റ്സ് കോംപ്രമൈസ് ആവാതെ പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ്സ് എൻഹാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനോ ആണ് എന്ത് ചെയ്യുക? അവരുടെ എഫേർട്ട് ഉണ്ടാവുക അല്ലേ? ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്ത് ചെയ്യണം? എക്സ്പാൻഷൻ വേണം. ഇപ്പോൾ ഒരു സ്ഥലത്ത് അവർ സെറ്റിൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപേക്ഷിച്ച് 2 മേജർ സ്ഥലങ്ങൾ അവർക്ക് കുറച്ച് എന്ത് ചെയ്തു? ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫീൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രാസ് മദ്രാസ് പ്രൊവിൻസ് എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ എല്ലാ സെറ്റിൽമെൻറ്റ്സും അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ബംഗാളൊന്നും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ദേ വർ എ പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. ക്ലിയർ ആയോ? അപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് അവരുടെ, പിന്നെ ബംഗാളിലുണ്ട് ഫാക്ടറീസ് ഉണ്ട്, ബട്ട് അവരുടെ മേജർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മദ്രാസ് കേന്ദ്രീകരിച്ചായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫ്രഞ്ചുകാരോട് ഇവർക്ക് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെ പോണ്ടിച്ചേരി നിൽപ്പുണ്ട്, അതിൻ്റെ മുകളിലാണ് മദ്രാസ് നിൽക്കുന്നത്. സോ ദ പ്രോക്സിമിറ്റി ഓഫ് മദ്രാസ് ടു ദ പോണ്ടിച്ചേരി വിച്ച് വാസ് എ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ് അല്ലേ? അപ്പോൾ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ്സിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം? ഫ്രഞ്ച് അറ്റാക്ക് അവർക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതായിരുന്നു കർണാട്ടിക് വാറിന് വേറൊരു റീസൺ എന്ന് പറയുന്നത്. ദ പ്രോക്സിമിറ്റി ഓഫ് ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയർ മദ്രാസ് അല്ലേ? അപ്പോൾ അതൊരു ത്രെട്ടാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ യൂറോപ്യൻ കോമ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവർ മദ്രാസ് കേന്ദ്രീകരിച്ചാണ് ഫുള്ള് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർട്ടിഫിക്കേഷൻസും എല്ലാം മദ്രാസിലാണ്.
ഓക്കെ. സോ അപ്പോൾ ഇവിടെ ഇനി കുറേയധികം പവർഫുൾ കിങ്ഡംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ആൻഡ് കൺസോളിഡേഷൻ ഓഫ് പവർ ആണ്. ബ്രിട്ടീഷ് രണ്ട് കാലം ഇന്ത്യൻ സോയിലിൽ വേരുറച്ച് നിർത്തുകയാണ്, ഫുട് ഹോൾഡ് വരുവാണ്. ദാറ്റ് മീൻസ് ഒരു ഗ്രിപ്പ് കിട്ടുകയാണ് ഇന്ത്യയുടെ മുകളിൽ. ക്ലിയർ ആയോ? ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കമ്പനി ഒരു കച്ചവടക്കാരെന്നുള്ള സ്റ്റാറ്റസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരു അപ്ഗ്രേഡ് ആയിട്ടില്ല. മനസ്സിലായോ? ദേ വർ സ്റ്റിൽ എന്താണ്, they were traders. ഓക്കെ. അപ്പോൾ ഇത് ഇവർക്ക് ത്രെട്ട് ചെയ്ത് ഒരു ഇന്ത്യ ഒരു കൺസോളിഡേറ്റഡ് ഫോമിൽ കിട്ടുന്നത്, ഒരു ഏരിയ കംപ്ലീറ്റ് ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇവരുടെ റൂളിൻ്റെ കീഴിലൊക്കെ വരുന്നത് എന്താണ്, ഇപ്പോഴാണ്. അപ്പോൾ ഇതിൽ മേജർ ആയിട്ടുള്ള അനക്സേഷൻസും നടക്കും. അനക്സേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളായിട്ട് ബ്രിട്ടീഷ് പിടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ കാരണം ഇനി പുറമേ നിന്നുള്ള ത്രെട്ടില്ല, ഇവിടുത്തെ മുഗൾസും ഡമ്മികളായി അല്ലെങ്കിൽ ഡിക്ലൈൻ ആയിപ്പോയി. പിന്നെ എന്താണ്, ഇവിടെ പിന്നെ കുറച്ച് ലോക്കൽ ത്രെട്ടുകളുണ്ട്. ലോക്കൽ ത്രെട്ട് ഇൻ ദ സെൻസ് എന്താണ്, പവർഫുൾ ആയിട്ടുള്ള എംപയറുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മറാത്താസ് എന്ത് ചെയ്തിട്ടില്ല, ക്ഷീണിച്ചിട്ടില്ല, ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഒരു തലവേദനയായിട്ട്. ഓക്കെ. സോ പിന്നെ മൈസൂർ ഒരു ത്രെട്ടാണ്, മൈസൂർ. ഓക്കെ, മൈസൂർ ഒരു ത്രെട്ടാണ്. ദെൻ ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കുന്നത് എന്താണ്, ഇപ്പോൾ ബംഗാൾ ഇപ്പോഴും ക്യാപ്ചർ ചെയ്തിട്ടില്ല, ബംഗാൾ കയ്യിൽ കിട്ടിയിട്ടില്ല ഇവരുടെ. ഓക്കെ, ബംഗാൾ പിടിക്കാനുണ്ട്. പിന്നെന്താണ്, പഞ്ചാബ് റീജിയൻ, സിഖ് എംപയർ എന്ത് ചെയ്തിട്ടില്ല, കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഇനി അനക്സ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് അപ്പുറത്തുള്ള നേപ്പാൾ. ഓക്കെ. പിന്നെന്താണ്, ഭൂട്ടാൻ, ടിബറ്റ്, പിന്നെ മ്യാൻമർ അല്ലെങ്കിൽ ബർമ്മ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യും, പിടിക്കും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ എൻ്റയർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വിൽ കം അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ഇന്ത്യ പലതായി പിരിഞ്ഞു കിടന്നൊരു സ്ഥലമാണ്. ഓക്കെ. അതിനെ ഒരു പൊളിറ്റിയുടെ അണ്ടറിൽ കൊണ്ടുവരുന്ന ആരാണ്, ബ്രിട്ടീഷാണ്. വി ഹാവ് എ കൾച്ചറൽ സിമിലാരിറ്റി ഓൾറെഡി. ഈ സൗത്ത് ഏഷ്യൻ കോണ്ടിനെന്റിന് കൾച്ചറൽ സിമിലാരിറ്റി ഉണ്ട്, ഫാമിലി വാല്യൂസിന്. ഓക്കെ. ഇപ്പോൾ സായിപ്പിനെ പോലെയാണോ നമ്മുടെ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്? അല്ലല്ലോ. ഓക്കെ. അച്ഛനെയും അമ്മയും കാണാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരണോ? മോം വിൽ യു ബി ഫ്രീ ദെയർ ഓൺ ഫ്രൈഡേ എന്ന് ചോദിച്ചിട്ടാണോ വരുന്നത്? അല്ലല്ലോ. സോ നമുക്ക് അങ്ങനെ സംഭവം, വി വാല്യൂ ഫാമിലി അല്ലേ, നമ്മുടെ റിലേഷൻഷിപ്സിനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറലി ഇപ്പോൾ അപ്പാർട്ട് ഫ്രം റിലീജിയൻ, ഈ ഒരു സബ് കോണ്ടിനെന്റിന് ഒരു കൾച്ചറൽ റിലീജിയൻ്റെ കാര്യമല്ല, കൾച്ചറലി തന്നെ എന്താണ്, ഒരു സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു സബ് കോണ്ടിനെന്റിന്. അതിനാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറലി വി വർ ഓൾറെഡി യുണൈറ്റഡ് അല്ലേ, വി ആർ ഓൾറെഡി യുണൈറ്റഡ് സ്റ്റിൽ അല്ലേ. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, ഇപ്പോൾ നേപ്പാളിലും ഭൂട്ടാനിലും ഇന്ത്യയുടെയും അല്ലെങ്കിൽ ശ്രീലങ്കയുടെയും അതേപോലെ തന്നെ മ്യാൻമാറിലും കൾച്ചർ എന്താണ്, ഏകദേശം സിമിലർ ഒക്കെ തന്നെയാണ്. അപ്പോൾ കൾച്ചറലി യുണൈറ്റഡ് ആണ്. ബട്ട് അതിനെ പൊളിറ്റിക്കലി യുണൈറ്റഡ് ആക്കിയത് ആരാ? കാരണം എന്താണെന്നറിയോ, ഈ നേപ്പാളിൽ ഇരിക്കുന്നവനും മഹാരാഷ്ട്രയിൽ ഇരിക്കുന്നവനും കോമൺ എനിമി ആരായി? ബ്രിട്ടീഷാണ്. കാരണം അവർ രണ്ടുപേരും ഭരിക്കപ്പെടുന്നത് ആരുടെ അണ്ടറിലാണ്? അപ്പോൾ അവർക്ക് ചുമത്തപ്പെടുന്ന നിയമം ആരുടെ അണ്ടറിലാണ്? സെയിം റൂളാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്കുള്ള പ്രശ്നവും മറ്റവനുള്ള പ്രശ്നം എന്താണ്? സെയിം ആണ്. മനസ്സിലായോ? അപ്പോഴാണ് അതിനെന്ത് വരുന്നത്, ഒരു പൊളിറ്റിക്കൽ, അപ്പോഴാണ് യൂണിഫൈഡ് ആവുന്നത്, ഒരു നാഷണലിസം ബിൽഡ് ആവുന്നത്, ഒരു കോമൺ എനിമിക്കെതിരെ. ക്ലിയർ ആയി ഞാൻ പറയുന്നത്? ഓക്കെ. സോ അപ്പോൾ അങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ബിൽഡായി വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാൻ വേണമെങ്കിൽ ബ്രിട്ടീഷുകാർ ഒരു കാരണമായെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. എന്തൊരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആവാൻ തന്നെ കാരണം വേണമെങ്കിൽ ബ്രിട്ടീഷാണെന്ന് പറയാം. അപ്പോൾ ಇಲ್ಲಿ നോക്കൂ, എന്തൊരു ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കേരളീയർ പോലെയാണോ തമിഴ്നാട്? ചെറിയ ഡിഫറൻസസ് ഉണ്ട്. വേഷവിധാനങ്ങൾ, ജോഗ്രഫി, എത്നിസിറ്റി, പറയുന്ന ലാംഗ്വേജ്, കശ്മീർ, പഞ്ചാബ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബംഗാൾ, ഗുജറാത്ത്, എല്ലാം ഡിഫറൻ്റ് അല്ലേ? മാജിക്കാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെ തുന്നിച്ചേർക്കുക എന്ന് പറയുന്നത് എന്തല്ല, എളുപ്പമല്ല. ഓക്കെ. സോ അപ്പോൾ അത് ഇങ്ങനെ ഒരു കാരണമായി എന്ന് മാത്രം. ക്ലിയർ? സോ അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇനി ബ്രിട്ടീഷിൻ്റെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളായിട്ട് എന്ത് ചെയ്യുക, അതാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് എക്സ്പാൻഡ് ആവാൻ പോവാണ്. അതേപോലെ തന്നെ ഇവിടെ പവർ എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങും. ഓക്കെ. അപ്പോൾ അത് അവരുടെ ട്രേഡിന് വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതും ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്താണ് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്. ഇപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ബംഗാളിൽ നിന്ന് തുടങ്ങും. ഓക്കെ. പിന്നെന്ത് ചെയ്യും, നമ്മൾ ആംഗ്ലോ മൈസൂർ വാറുകൾ നോക്കും. ഓക്കെ. ടിപ്പുവിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ മറാത്താസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് വരുന്നുണ്ട്. പിന്നെ സിഖുകാരായിട്ടുള്ളൊരു ഫൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ റഷ്യ ചൈന ബോർഡർ.
അതായത് ഇവർക്ക് റഷ്യയിൽ നിന്ന് ഇൻവേഷനൊക്കെ വരുന്നു എന്ന് എന്ത് ചെയ്യും, ഇവർക്കൊരു തോന്നലുണ്ടാവുമല്ല, അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സെൻട്രൽ ഏഷ്യ എന്ന് പേർഷ്യ എന്നൊക്കെ റഷ്യൻസ് ഇന്ത്യയിലേക്ക് കയറും, അപ്പോൾ ഈ ബ്രിട്ടീഷിന്റെ കോളനി പോയാലോ എന്നുള്ളൊരു പേടി എന്ത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1800 എന്ന് പറയുന്നത് ഫ്രഞ്ചിലെ നെപ്പോളിയന്റെ പീരീഡാണ്. അപ്പോൾ നെപ്പോളിയൻ ഒരു കോങ്കറായിട്ട് എല്ലാ സ്ഥലവും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഹി വാസ് ഓൾസോ ടാർഗറ്റിംഗ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരു നെപ്പോളിയനിക് ഇൻവേഷൻ ഉണ്ടായാലോ എന്നുള്ള പേടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഉറപ്പാണ് ഇവർ ഹിമാലയാസ് വഴി വരില്ല, കടൽ വഴി എന്ത് ചെയ്യില്ല, വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറുക്കാനും അറിയാം. പക്ഷെ ലാൻഡ് വഴി വന്നു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് വഴിയേ വരുള്ളൂ. മനസ്സിലായോ? നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മാപ്പ് ഇപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ തല ഇതാണെന്നുണ്ടെങ്കിൽ ഈ സൈഡാണ് എന്ത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴിയേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പാകിസ്ഥാൻ വരെയുള്ള ഏരിയാസ് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലാണ്, പാകിസ്ഥാൻ വരെയുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു അഫ്ഗാനിസ്ഥാൻ ഇല്ലേ, അപ്പോൾ അത് ഇവർ പിടിക്കാനായിട്ടൊരു ശ്രമം നടത്തും. അഫ്ഗാനിസ്ഥാൻ ക്ലിയർ ആയോ? അപ്പോൾ എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ പിടിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ബഫറായിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ തല്ലുകൂടി പറഞ്ഞു വിടാം അവരെ. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അഫ്ഗാൻ വാസ് കൺസിഡേർഡ് ആസ് ആൻ ബഫർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് അടി കിട്ടുന്നതിന് മുന്നേ ഒരുത്തനെ പിടിച്ച് എന്ത് ചെയ്യുക, ഫ്രണ്ട് നിർത്തുക. അതാണ് ബഫർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ അടി കൊടുത്തിട്ട് എന്ത് ചെയ്യും, പറഞ്ഞയക്കും. ഇന്ത്യൻ സോയിലിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ട്രാക്ക് മാറി. അപ്പോൾ അവർ അവിടുന്ന് തന്നെ ബഫർ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടുന്ന് മാത്രമല്ല, ഇവിടുന്ന് റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഈ അകത്തുള്ള സൈന്യത്തിന് പ്രിപ്പയർ ചെയ്യാൻ ഒരു ടൈം എന്ത് ചെയ്യും, കിട്ടും. സ്ട്രാറ്റജൈസ് ചെയ്യാൻ എന്ത് ചെയ്യും, ഒരു ടൈം കിട്ടും. അപ്പോൾ അതാണ് സായിപ്പന്മാർ അങ്ങനെ എന്ത് ചെയ്യുന്നത്, അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്യുന്നത്, ഒരു ബഫറായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? സോ ഇറ്റ്സ് എ ബഫർ സ്റ്റേറ്റ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതിന് ഗ്രേറ്റ് ഗെയിം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഗ്രേറ്റ് ഗെയിം. ക്ലിയർ? സോ ദാറ്റ് വി വിൽ ഓൾസോ സ്റ്റഡി. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. സോ ഫസ്റ്റ് വൺ, ബ്രിട്ടീഷ് ഒക്കുപ്പേഷൻ ഓഫ് ബംഗാൾ. ഓക്കെ, ബംഗാളാണ് പിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബംഗാളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ബംഗാൾ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടിൽ 1911. 1911 വരെയും ബംഗാളായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബംഗാൾ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ബംഗ്ലാദേശ്, ഇന്ന് ബംഗ്ലാദേശിൽ ഉണ്ടല്ലോ. ഓക്കെ, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. ഓക്കെ, പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലോടുകൂടിയാണ് അത് 1971 ബംഗ്ലാദേശായി മാറിയത്. ഓക്കെ, അപ്പോൾ അത് പണ്ട് എന്തായിരുന്നു, ഇന്ത്യയുടെ പാർട്ട് തന്നെയായിരുന്നു. അപ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യവും കൂടെ ഉള്ള ബംഗാളാണ് ഇവിടെ പറയുന്ന ബംഗാൾ. ക്ലിയർ ആയോ? ഓക്കെ, ആൻഡ് ഓൾസോ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ 1/4 എവിടെയാണ്, ബംഗാളിലാണ്. അപ്പോൾ അത്രയും വലിയ സ്ഥലമാണ്. അതേപോലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ത്, ബംഗാൾ. റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ത്, ബംഗാൾ എന്ന് പറയുന്നത്. സോ ഓക്കെ, റിച്ചസ്റ്റ് പ്രൊവിൻസ് ആസ് വെൽ ആസ് മോസ്റ്റ് പോപ്പുലസ് പ്രൊവിൻസ് ആണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും എന്താണ്, ആർക്ക് അഡ്വാൻറ്റേജ് ആണ്, ബ്രിട്ടീഷിന് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്ലാഷ് വരാനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് 1717. ഓക്കെ, ഈ ഇയറിൽ നമ്മൾ ഡിക്ലൈൻ ഓഫ് മുഗൾസ് പറഞ്ഞപ്പോൾ ഫറൂഖ്സിയാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് കൊടുത്തു, ഒരു ഫർമാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഫർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ട്രേഡ് പെർമിറ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ട്രേഡ് ബെനിഫിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, കണക്കാക്കിയാൽ മതി. ആ ഫർമാനിൽ പറയുന്നത് എന്താണ്, ബ്രിട്ടീഷേഴ്സ് ഡോണ്ട് നീഡ് ടു ഗിവ് എനി ടാക്സസ് ടു ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഗുഡ്സ് ഫ്രം ബംഗാൾ. ഇതാണ് എന്ത് ഫർമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബംഗാളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കൊണ്ടുപോകാനോ ഇവിടെ കൊണ്ടുവരാനോ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണ്ടേ, നമ്മൾ എയർപോർട്ടിൽ കസ്റ്റം ഡ്യൂട്ടി കൊടുക്കില്ല, ഇങ്ങോട്ട് കൊണ്ടുവരാനോ എക്സ്പോർട്ട് ഡ്യൂട്ടി ഇല്ലേ, അതുപോലെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞിരിക്കുന്നത് ആ ഫർമാനിൽ. കാരണം ഇവരെന്ത് ചെയ്തു, ബ്രൈബ് ചെയ്തു. കാരണം ഫറൂഖ്സിയാറൊക്കെ വീക്ക് റൂളർ അല്ലേ. He also accepted bribe from other people. So then they got the royal firman very easily. Okay, clear? മനസ്സിലായോ? So അപ്പോൾ ഫർമാൻ കിട്ടി. അപ്പോൾ ഫ്രീഡം ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് their goods in Bengal without paying taxes. Without paying any taxes they can import and export. ക്ലിയർ ആയോ? ഓക്കെ, ആൻഡ് ഓൾസോ ദസ്തക്സ് എന്ന് പറഞ്ഞ സാധനം ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുത്തു. ദസ്തക് മീൻസ് ട്രേഡ് പെർമിറ്റ്സ് ആണ്. ഓക്കെ, സോ ദേ ക്യാൻ ഇഷ്യൂ പെർമിറ്റ് ടു അതേഴ്സ് ടു ട്രേഡ് ഇൻ ബംഗാൾ. മറ്റുള്ള ആളുകൾക്ക് ട്രേഡ് ചെയ്യാനുള്ള പെർമിറ്റ്സും ആര് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി, എവിടെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി, ബംഗാളിൽ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? ഇത് ആര് ചെയ്യേണ്ട പരിപാടിയാണ്, അവിടുത്തെ നവാബ് ചെയ്യേണ്ട പരിപാടിയല്ലേ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇവിടുന്ന് തുടങ്ങുകയാണ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, ടാക്സിൽ കൈവച്ചു ഈ ഫർമാൻ.
ഓക്കെ, ക്ലിയർ ആയോ? ഈ ടാക്സ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ബംഗാളിലെ 60% എക്സ്പോർട്ട് ഇമ്പോർട്ടും ചെയ്യുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 60% ഓഫ് ദി എക്സ്പോർട്സ് ഫ്രം ബംഗാൾ ഗോയിങ് ടു ബ്രിട്ടൻ. മനസ്സിലായോ? അപ്പോൾ അത്രയും ടാക്സ് ഇവർ കൊടുക്കുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇവർ അതിന് പകരം ഈ റോയൽ ഫർമാൻ എന്താ പറയുന്നതെന്ന് അറിയോ? വെറും ഒരു 3000 റുപ്പീസ് എന്ത് ചെയ്താൽ മതി വാർഷിക അടിസ്ഥാനത്തിൽ ആർക്ക് കൊടുത്താൽ മതി? ഒരു വർഷം മുഗൾ എംപയറിന് കൊടുത്താൽ മതി. പക്ഷേ ഇവർ നടത്തുന്ന കച്ചവടം പ്രകാരം ഏകദേശം എത്ര റവന്യൂ കൊടുക്കണം? 50,000 റുപ്പീസ് എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട. അവിടെ ഇവർ മുഗൾ എംപയറിന് എത്രയേ കൊടുക്കുന്നുള്ളൂ? ബാക്കി ഇപ്പോൾ ഇവിടെ ബംഗാളുകാരെന്തായി? വെറും നോക്കിയൊത്തിയാളായിട്ട് എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മുഗൾസ് ഡിക്ലൈനിലാണ്. ഓക്കെ, പക്ഷെ ബംഗാളിൽ ഒരു നവാബുണ്ട്, അയാൾ മുഗൾ നോബലാണ്, അയാൾ പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ക്ലിയർ ആയോ? അപ്പം നവാബിന് ചൊറിയില്ലേ? ക്ലിയർ ആയോ? ദാറ്റ് മീൻസ് എൻ്റെ അണ്ടറിൽ എനിക്ക് വരേണ്ട ടാക്സ് എന്ത് ചെയ്യുന്നു? കിട്ടുന്നില്ല. ഡ്യൂ ടു റോയൽ ഫർമാൻ ഗിവൺ ബൈ ദ മുഗൾ എംപറർ. ഓക്കെ, മുഗൾ എംപററിന് വേണ്ട ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ബംഗാളിൽ, നവാബ്. ക്ലിയർ ആയോ? ബിക്കോസ് ഹീ ഈസ് അക്സെപ്റ്റിംഗ് ദി അതോറിറ്റി ഓഫ് ബംഗാൾ, അതോറിറ്റി ഓഫ് മുഗൾസിന്റെ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ബംഗാളിലെ നവാബുമാരൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വിഹിതം മുഗൾസിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? 50,000 രൂപ കൊടുക്കേണ്ട അവിടെ 3,000 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? ട്രേഡ് ഫ്രീ ആയിട്ട് നടത്തുകയാണ്. എവിടെ? ബംഗാളിൽ. അപ്പോൾ ബംഗാൾ ഭരിക്കുന്ന ആൾക്കാണ് എന്ത് ചെയ്യുക? ആ ഹീറ്റ് എന്ത് ചെയ്യുക? ഫീൽ ചെയ്യുക. മനസ്സിലായോ? ബിക്കോസ് അവൻ്റെ ഖജനാവാണ് എന്ത് ചെയ്യുന്നത്? ഇടിയുന്നത്. അപ്പോൾ അതിലേക്ക് വരേണ്ട ഒരു സംഭവമാണ് കിട്ടാതെ പോകുന്നത്. സോ ബംഗാൾ നവാബിന് ബേസിക്കലി ബ്രിട്ടീഷ് ആയിട്ട് ഉണ്ടാവാനുള്ള പ്രശ്നം ഇനീഷ്യലി സ്പാർക്ക് എന്താണ്? ഫർമാനാണ്. ദാറ്റ് ഈസ് ദ റീസൺ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ റീസൺ. മാത്രമല്ല ഈ ദസ്തക്സ് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ കേരളീയരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആളുകളും വരുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ബംഗാളിയും മലയാളിയും പാട് അടിയുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെ സപ്പോർട്ട് ചെയ്യും? ബംഗാളിനെ, മലയാളീസിനല്ലേ? എന്തുകൊണ്ടത്? നമ്മളെ നാടായതുകൊണ്ട് എന്നുള്ളതല്ലേ അല്ലേ? ഇപ്പോൾ റീജിയണലിസം നമുക്ക് അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലേ? മലയാളി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് മറ്റേ ഫിൽട്ടർ കോപ്പിയിൽ പറയുന്ന പോലെ മലയാളിയാണെന്ന് ചോദിക്കുന്നില്ലേ? അതുപോലെ എന്ത് ചെയ്യുന്നു? റീജിയണലിസം ഇല്ലേ? അപ്പം ഇതേപോലെ നവാബിന് അതിനേക്കാളും കൂടുതൽ ഉണ്ടാവില്ലേ? നവാബ് വിചാരിക്കുന്നത് എന്താണ്? ഇന്ത്യക്കാർ, എൻ്റെ നാട്ടിലുള്ള ആളുകളുടെ, എൻ്റെ കിങ്ഡത്തിൻ്റെ അകത്തുള്ള മെർച്ചൻസിന് ഉള്ള അതേ സ്റ്റാറ്റസ് ആണ് പുറത്തുനിന്ന് വന്ന സായിപ്പന്മാർക്കും എന്ത് ചെയ്യുന്നത്? ഉള്ളത്. മനസ്സിലായോ? കാരണം ഫ്രീ ട്രേഡ്. ക്ലിയർ ആയോ? ഇപ്പോൾ ഫർമാൻ കൊടുത്തത് കൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള മെർച്ചൻസും കമ്പനിയുടെ സർവൻസും എന്ത് ചെയ്തു? ഈക്വൽ സ്റ്റാറ്റസിലേക്ക് എന്ത് ചെയ്തു? എത്തി. അതെന്തല്ല? ശരിയല്ല. ദേ ആർ ഫോറിനേഴ്സ്. ക്ലിയർ ആയോ? ഇപ്പോൾ ഇവിടെ ഈ ടെറിട്ടറി അകത്ത് വെക്കുന്ന ബംഗാളീസിന് എന്ത് ചെയ്യുന്നില്ല? വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. അത് വേറൊരു കോൺഫ്ലിക്റ്റ്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? നവാബും കമ്പനിയും തമ്മിൽ എന്ത് ചെയ്തു? പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഓക്കെ, ദെൻ പ്രൈമറി റീസൺ ഈസ് ലോസ് ഓഫ് റവന്യൂ ഫോർ ബംഗാൾ. ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ് അല്ലേ? ടാക്സ് കിട്ടുന്നില്ല, അയാളുടെ റവന്യൂ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇവർ തോന്നുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഇവർക്കനുസരിച്ച് ഇവരുടെ പ്രൈവറ്റ് ട്രേഡും കറപ്ഷനും വേണ്ടിയിട്ട് തോന്നുന്ന ആളുകൾക്കൊക്കെ ട്രേഡ് പെർമിറ്റ് കൊടുത്തിട്ട് ബംഗാളിൽ എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇവരുടെ പ്രൈവറ്റ് ട്രേഡും കൂടെ ബൂസ്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? പ്രൈവറ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ റോബർട്ട് ക്ലേവിന് മേലെ ഒരു അലഗേഷൻ വന്നു. റോബർട്ട് ക്ലേവ് നമ്മൾക്ക് പഠിച്ചില്ലേ? ഇപ്പോഴാണ് പഠിച്ചേ. സെക്കൻഡ് കർണാട്ടിക് വാറിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ ഇറക്കി, അതുകൊണ്ട് തൊട്ടാണ് ചേഞ്ച് വന്നതെന്ന് പറഞ്ഞില്ലേ? റോബർട്ട് ക്ലേവ് കമ്പനിയുടെ ഒഫീഷ്യലാണ്. ഓക്കെ, സോ ഹി വാസ് എ വെരി പവർഫുൾ അതോറിറ്റി. വാട്ട് ഹി ഡിഡ് വാസ് ഹി ഡൺ എ ലോട്ട് ഓഫ് പ്രൈവറ്റ് ട്രേഡ് നടത്തിയിട്ട് ഹെവി അസറ്റ് ഉണ്ടാക്കിയ അയാൾ. ലേറ്റർ ഹി വെൻ ബാക്ക് ടു ബ്രിട്ടൻ. ഓക്കെ, അപ്പം അയാളുടെ പേർക്ക് ഒരു കേസ് ചാർജ് ചെയ്തു. കാരണം എന്താണ്? കമ്പനിയുടെ ഭാഗമായിട്ട് നിന്ന് അയാൾ എന്ത് ചെയ്യുന്നു? ട്രേഡിനെ എയ്ഡ് ചെയ്യുന്നതിന് പകരം അയാളുടെ പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്തു? എന്താ ഈ പ്രൈവറ്റ് ട്രേഡ് എന്നറിയോ? ഇവിടെ സാധാരണ കമ്പനി എന്താ ചെയ്യുക? ലോക്കൽ മാർക്കറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യും? സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോകും. ഓക്കെ, ആ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വിൽക്കുകയല്ലേ ചെയ്യുക? അതിലല്ലേ പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്നത്. ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കിലോ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവരൊരു 30 കിലോ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും? വാങ്ങിക്കും. അപ്പോൾ ഇവരുടെ അസറ്റായിട്ട് എടുത്ത് കപ്പലിലിടും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇവരെന്ത് ചെയ്യും? 100 കമ്പനിയുടെ സംഭവം പോയി, 30 ഇവൻ്റെ സംഭവം പോയി. ക്ലിയർ ആയോ? അപ്പം 30 ഇവന് മാത്രം എന്ത് ചെയ്യും? അതാണ് പ്രൈവറ്റ് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പോൾ വ്യക്തിക്കാണ് എന്ത് ചെയ്യുന്നത്? വെൽത്ത്. അപ്പോൾ എനോർമസ് എമൗണ്ട് ഓഫ് വെൽത്ത് അക്വയർഡ് ബൈ റോബർട്ട് ക്ലൈവ്. ലേറ്റർ ആ ചാർജ് കൊണ്ട് തന്നെ അയാൾ
he himself ended his life. Okay, because he suicided later. Okay, due to several charges on him later. Clear ആയോ? Okay, അപ്പോൾ കാര്യമില്ല, അങ്ങനെ ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഫാക്ട് വിച്ച് ഇസ് മെൻഷൻഡ് ഇൻ NCERT 8th സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ദസ്തക്സ് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി ഫോർ ദെയർ പ്രൈവറ്റ് ട്രേഡ് ബിക്കോസ് ദേ ഗോട്ട് ദ റൈറ്റ് ടു ഇഷ്യൂ ട്രേഡ് പെർമിറ്റ്സ്. ട്രേഡ് പെർമിറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മളിവിടെ ബിസിനസ് തുടങ്ങണ ഒരു GST എടുക്കണ്ടേ? ആരാണ് ഇഷ്യൂ തരുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ്. ക്ലിയർ ആയോ? അപ്പോൾ ആ അതോറിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്ത് കൊടുക്കാം അല്ലേ? ഏത് രീതിക്ക് വേണമെങ്കിലും ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. എസ് ഓർണോ അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്യാം? നടത്താം. അപ്പോൾ GST കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഗൈഡ് ലൈൻസ് വേണമെന്നില്ലേ? പക്ഷെ മറ്റേ ആൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അയാളുടെ പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പെർമിറ്റിന് ഒരു ക്ഷാമമില്ല. ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ട്രേഡ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതും ഒരു പ്രശ്നം. യെസ് ഓർ നോ? യെസ്. ആൻഡ് ദെൻ എന്ത് ചെയ്തു? സോ നവാബ്സ് ഓഫ് ബംഗാൾ, ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം മുർഷിദ് കുലി ഖാൻ, ദ മോസ്റ്റ് powerful noble under Mughals was Murshid Quli Khan. So from his period onwards, ഇയാളുടെ കാലം തൊട്ടാണ് ബംഗാൾ ഒരു നവാബിൻ്റെ കീഴിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഒരു നവാബിൻ്റെ കീഴിൽ വരുന്നത് മുർഷിദ് കുലി ഖാൻ്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ലേറ്റർ പിന്നീട് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നത്, സർഫസ് ഖാൻ എന്നൊക്കെ പറയുന്ന ഒരു വേസ്റ്റ് റൂളറൊക്കെ ഇടയിൽ വരുന്നുണ്ട്. പിന്നെ അയാളെ തട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അലിവർദി ഖാൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഒരു ലീനിയേജ് ഉണ്ട്. ദാറ്റ് യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ദ ക്രോണോളജി ഓഫ് ബംഗാൾ നവാബ്സ്. യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി. ക്ലിയർ? ബട്ട് അലിവർദി ഖാൻ എന്ത് ചെയ്തു എത്തി. ഹി വാസ് ഓൾസോ എ പവർഫുൾ റൂളർ. അവിടെയും ഇതേ ഹീറ്റ് ഫീൽ ചെയ്യുന്നു. കാരണം ഖജനാവിലേക്ക് മെയിനായിട്ട് പൈസ വരുന്നില്ല. ആൻഡ് ഓൾസോ പ്രൈവറ്റ് ട്രേഡ് കൂടുന്നു. ദസ്തക്സ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ ഇവർ മിസ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുന്നില്ല, ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, സോ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് എന്താണ്? അപ്പോൾ ഇയാൾക്ക് ശേഷം വീണ്ടും ഇയാളുടെ കൊച്ചുമകനായിട്ട് വന്ന ആളാണ് സിറാജുദ്ദൗള. ദാറ്റ് വിൽ സ്റ്റഡി ഇൻ ബാറ്റിൽ ഓഫ് പ്ലാസി. മനസ്സിലായോ? ദിസ് ഗൈ. ഓക്കെ, സിറാജുദ്ദൗള എന്ന് പറയുന്ന ഒരു നവാബിലേക്ക് എന്ത് ചെയ്തു, നവാബ്ഷിപ്പ് അങ്ങനെ എത്തി. ഓക്കെ, സോ എത്തിയപ്പോൾ ഹി ഓൾസോ ഫെൽ ദി സെയിം തിങ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്താണ് പ്രശ്നം? രൂക്ഷമായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നത്തിന് ട്രിഗർ എവിടെയാണ്? എവിടുന്നാണ് തുടങ്ങുന്നത്? പറുക്സിയാറിൻ്റെ ഫർമാൻ എന്നതാണ് എന്ത് ചെയ്യുന്നത് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ട്രിഗർ പോയിന്റ് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, വാർ തുടങ്ങുന്നതിൻ്റെ ട്രിഗർ ഇവിടുന്നാണ്. ഫർമാൻ കൊടുത്തു. ഇല്ലീഗലി മിസ്യൂസിങ് ദസ്തക്സ്, ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ആണ് എന്ത് ചെയ്യുന്നത് ഫർമാൻ ഓഫർ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ദസ്തക്സ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ, സോ പ്രശ്നം തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ കുറേ കോട്ടകളൊക്കെ നിങ്ങൾ കാണുന്നു. ആളുകൾ പൊളിച്ചെടുക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നു, കാണുന്നില്ലേ? ഓക്കെ, സോ ഇനീഷ്യലി സിറാജുദ്ദൗള വാസ് ദി ബംഗാൾ നവാബ്. സോ ഹി വാസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെയിങ് ദാറ്റ് എന്താണ്, നിങ്ങൾ ഉടനെ തന്നെ ടാക്സ് പേ ചെയ്യണം. പേയ്മെൻറ്റ്സ് ഡ്യൂലാണ്. സോ യു ഹാവ് ടു പേ ടാക്സസ്. ഓക്കെ, ദാറ്റ് ഈസ് എ മസ്റ്റ് തിങ് എന്ത് ചെയ്യുന്നു പറയുന്നു. ഓക്കെ, അപ്പോൾ മാത്രമല്ല സിറാജുദ്ദൗളയുടെ കുറേ റൈവൽസ് ഉണ്ട്. റൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നവാബായിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ അയാളെ തട്ടിയിട്ട് ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് നിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുക, റൈവൽസ് എന്ന് പറയാം. അപ്പോൾ ഈ റൈവൽസ്, ഇയാളുടെ റൈവൽസ് അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിറാജുദ്ദൗളയുടെ ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഇംഗ്ലീഷ് കമ്പനി ടാക്സ് കൊടുക്കുന്നില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ റൈവലായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുകയാണ്. ആർക്കെതിരെ? സിറാജുദ്ദൗളയ്ക്കെതിരെ. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, രണ്ടാമത്തെ കാര്യം റവന്യൂ കൊടുക്കുന്നുമില്ല. ഓക്കെ, ഇപ്പോൾ എഴുതി അയക്കുന്ന ലെറ്റേഴ്സിനൊക്കെ മോക്കറി റിപ്ലൈസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, വിത്തൗട്ട് ഗിവിങ് റെസ്പെക്ട് ദേ ആർ ആക്ച്വലി ട്രോളിങ് ദി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നു. ആൻഡ് ലേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ ഒരു പെർമിഷൻ ഇല്ലാതെ ഫോർട്ട്സ്, കോട്ടകൾ പണിയുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ. ഓക്കെ, അതായത് നവാബിൻ്റെ സൈന്യത്തെ വെല്ലുന്ന രീതിക്കുള്ള എക്സ്പ്ലോസീവ്സും ഗ്രേഡ് 1 വെപ്പൺസും ആണ് എന്ത് ചെയ്യുന്നത് കോട്ടയ്ക്ക് അകത്ത് എന്ത് ചെയ്യുന്നത് ഇവന്മാർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ബംഗാളിൻ്റെ അകത്ത് തന്നെ ഒരു കോട്ട പണിഞ്ഞ് പെർമിഷൻ ഇല്ലാതെ നവാബിനെ വെല്ലുന്ന, രാജാവിനെ, അവിടുത്തെ റൂളറിനെ വെല്ലുന്ന രീതിക്കാണ് അകത്ത് എന്ത് ചെയ്യുന്നത് വെപ്പൺസ് പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഇന്റേണൽ സെക്യൂരിറ്റി ത്രെട്ട് അല്ലേ?
സിറാജ് ദൗള വാണിംഗ് കൊടുത്തു. അപ്പോൾ വാണിംഗ് കൊടുക്കുമ്പോൾ ഇതാണ് ഇഷ്യൂ ചെയ്തത്. ഇവിടെ ഫ്രഞ്ചുകാരും ഉണ്ട് ഈ സമയത്ത്. ഫ്രഞ്ചുകാരോട് പറഞ്ഞു എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോർട്ടിഫിക്കേഷൻസ്, ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങൾ പൊളിച്ചിട്ട് എന്ത് ചെയ്യണം, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഓക്കെ, സോ ചന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അതാണ് ഫ്രഞ്ചുകാരാണ് ഈ നീല കളറിൽ കാണുന്നത്. ഇവർ അവരുടെ കൊടിയൊക്കെ അയച്ചു വെച്ച് അവരുടെ പനി നോക്കിയിട്ട് എന്ത് ചെയ്യും, റൂളർ പറഞ്ഞാലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഡിസിപ്ലിൻഡ് ആയിട്ട് പോയി. ക്ലിയർ ആയോ? ഓക്കെ, ബട്ട് ഇംഗ്ലീഷ് കമ്പനി സെഡ് വി വിൽ നോട്ട്. ക്ലിയർ? ഓക്കെ, നമ്മൾ പോവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സിറാജ് ദൗള എന്ത് ചെയ്തു? ഓക്കെ, സോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഭവങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ വഴിയുള്ളൂ. ഓക്കെ, സോ സിറാജ് ദൗള ഓർഡേർഡ്. അപ്പോൾ ഇത് സിറാജ് ദൗളയുടെ സൈന്യമാണ്. കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു, ഫോർട്ട് വില്യമിലേക്ക് എന്ത് ചെയ്യുന്നു. ഫോർട്ട് വില്യം എന്ന് പറയുന്നത് ബംഗാളിൽ ഇവർ പണിഞ്ഞ ഫോർട്ടാണ്, ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഫോർട്ടാണ്. അപ്പോൾ അതിലേക്ക് സിറാജ് ദൗള ഫുൾ ആർമിയായിട്ട് എന്ത് ചെയ്യുന്നു വരുന്നു, നിരത്താൻ പറയുന്നു. ഓക്കെ, സോ ഇംഗ്ലീഷുകാരെ കംപ്ലീറ്റ്ലി ആ ഫോർട്ടിലുള്ള സകലെണ്ണത്തിന് എന്ത് ചെയ്തു, നിരത്തി. ഓക്കെ, നിരത്തി മീൻസ് ഹി ഡെമോളിഷ്ഡ് ദ എൻറ്റയർ ഫോർട്ട്. ഫുള്ള് തകർത്തു സിറാജ് ദൗള. അയാളുടെ കീഴിലുള്ള സ്ഥലമാണല്ലോ. ബ്രിട്ടീഷേഴ്സ് വർ നോട്ട് അറ്റ് ഓൾ എക്സ്പെക്ടിങ് ആൻ അറ്റാക്ക് ഫ്രം ദ സൈഡ് ഓഫ് ദി നവാബ് ഓഫ് ബംഗാൾ, സിറാജ് ദൗള. ക്ലിയർ? നേരത്തെ യുദ്ധം നടന്നു. ഓക്കെ, സോ അണ്ടർ കമാൻഡർ കോൾഡ് ആസ് ജോൺ. സോ അപ്പോൾ എന്ത് ചെയ്തു, 1756 എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി നടക്കുന്നത് 1756. ഓക്കെ, സോ ഓർഡർ കൊടുക്കുന്നു, ഡെമോളിഷ് ഓൾ ദ ഫോർട്ടിഫിക്കേഷൻസ്. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഈ വാർ വരുന്ന, അങ്ങനെ വാറല്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പോയി ഫുൾ ആർമിയും കൊണ്ടുവന്ന് നിരത്തിയിട്ട് എന്ത് ചെയ്തു, അവിടെ 146 പിടിച്ചു. ഓക്കെ, 146 പീപ്പിൾ ക്യാപ്ചേർഡ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു വായു സഞ്ചാരം ഇല്ലാത്ത റൂമിലേക്ക് എന്ത് ചെയ്തു, സിറാജ് ദൗള കൊണ്ടേ അടച്ചു. ഓക്കെ, അതിൽ ഏകദേശം 123 ആളുകൾ എന്ത് ചെയ്തു, മരണപ്പെട്ടു. 123 പീപ്പിൾ ഇൻക്ലൂഡിങ് വിമൻ ഡൈഡ്. ബ്രിട്ടീഷേഴ്സാണ് മരിച്ചത്. മനസ്സിലായോ? ഓക്കെ, ഫുള്ള് നിരത്തി. അപ്പോൾ ഇതിനെയാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബ്ലാക്ക് ഹോൾ ട്രാജഡി. ക്ലിയർ ആയോ? ഓക്കെ, സോ അത് ആ ഒരു ഇവന്റ് ആണ് എന്ത് ചെയ്യുന്നത്, എന്തിലേക്ക് കാരണമാവുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, സോ സിറാജ് ദൗള present 146 British prisoners inside a single small room, okay, without ventilation, and 123 people died of suffocation including women. Okay, clear? Fine? Set അല്ലേ? മറക്കോ? ഇല്ലല്ലോ. ഓക്കെ, then എന്ത് ചെയ്തു, ഉടനെ തന്നെ മദ്രാസിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു കപ്പൽ പുറപ്പെട്ടു. ആരാണ്? മദ്രാസിൽ നിന്ന് ഫുൾ സൈന്യത്തിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, പുറപ്പെട്ടു. ഇവിടെ ഒരു പരിപാടി ഓൾറെഡി സിറാജ് ദൗളയ്ക്കുള്ള പണിയൊക്കെ ചെയ്തു വെച്ചിട്ട് അവൻ്റെ അന്ത്യത്തിനുള്ള പരിപാടിയൊക്കെ എന്ത് ചെയ്തു വെക്കുന്നുണ്ട്. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, സിറാജ് ദൗളയുടെ, അതായത് അലിവർദി ഖാൻ എന്ന് പറഞ്ഞ നേരത്തെ ഒരാളെ കണ്ടില്ലേ, ഒരു കഥാപാത്രം. അലിവർദി ഖാൻ്റെ കൊച്ചുമോനാണ് ഇത് എന്നല്ലേ പറഞ്ഞത്. അലിവർദി ഖാൻ്റെ സണ്ണിൻലോ ഉണ്ട്, ആളുടെ പേരാണ് മിർ ജാഫർ. ഓക്കെ, ഇയാൾ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് സിറാജ് ദൗള ഇയാളെ തട്ടിയിട്ട് ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ മിർബക്ഷിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് മിലിറ്ററി ചീഫായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. മിലിറ്ററി ചീഫ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, സോ മിർ ജാഫർ എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്തു, ആ പോസ്റ്റിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഇയാൾക്കൊരു റേജ് ഉണ്ട്. ആരോട്? സിറാജ് ദൗളയോട്. ഓക്കെ, ഇയാളുടെ കുറേ അധികം ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് സിറാജ് ദൗളയുടെ കൂടെ എന്ത് ചെയ്യുന്നത്, കുറേ പൊസിഷൻസ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് സിറാജ് ദൗളയുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ആൻഡ് ഹി ഗോട്ട് ഡിസ്പെൽഡ് ഫ്രം ഹിസ് പൊസിഷൻ ആസ് എ മിലിറ്ററി കമാൻഡർ. ഓക്കെ, ഉറപ്പായിട്ടും റേജ് ഉണ്ടാവില്ലേ. റോബർട്ട് ക്ലൈവ് ഇത് ഉപയോഗിച്ചു. ഓക്കെ, റോബർട്ട് ക്ലൈവ് വന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? മിർ ജാഫറായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്പിറസിക്ക് തയ്യാറാവുകയാണ്. ഓക്കെ, എടാ നമുക്ക് സിറാജ് ദൗളയെ പൂട്ടണം. ഓക്കെ, നിന്നെ എന്തായാലും അയാൾ പുറത്താക്കിയ സ്ഥലത്ത് തന്നെ നീ എന്ത് ചെയ്യണം, നവാബായിട്ട് വരണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ പരിപാടി ഉണ്ട്, പ്ലാനൊക്കെ സെറ്റാണ്. നീ എന്ത് ചെയ്താൽ മതി. അപ്പം നിൻ്റെ മോനുണ്ടല്ലോ, എന്താ പേര്, മിർ ജാഫറിൻ്റെ മകൻ്റെ മീരാൻ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, മീരാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അവനെയും വിളിക്ക്, ആൾ സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്പിറസി, ഒരു ഗൂഢാലോചന നടത്താം. സോ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ബേസിക്കലി കൺസിഡേർഡ് ആസ് എ ഗൂഢാലോചന, എ കോൺസ്പിറസി അഗെയിൻസ്റ്റ് ദി നവാബ്. ക്ലിയർ ആയോ? അപ്പോൾ റോബർട്ട് ക്ലൈവിൻ്റെ തുളഞ്ഞ ബുദ്ധി, ദാറ്റ് മീൻസ് എന്ത് ചെയ്യുന്നു, ഇവൻ്റെ റൈവൽസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. എനിമീസ്
ഫ്രണ്ട്, അത്രയേ ഉള്ളൂ. ശത്രുവിന്റെ ശത്രു മിത്രം, ആ സംഭവമാണ്. അപ്പൊ മാത്രമല്ല കുറെ ഹിന്ദു റൂളേഴ്സ് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട് നവാബിന്റെ ഈ കിങ്ഡത്തിന്റെ അകത്ത് തന്നെ. അവര് എന്ത് ചെയ്തു, മിർജാഫർ എന്ത് ചെയ്തു, സെറ്റാക്കി. ക്ലിയർ? ബിക്കോസ് ഇയാൾക്ക് അറിയാം ആരൊക്കെയാണ് സിറാജുദ്ദൗളയുടെ റൈവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്കിട്ടും സിറാജുദ്ദൗള കുറെ പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറെ അധികം ഹിന്ദു ആയിട്ടുള്ള ജന്മിമാര്, കുറെ അധികം സമീന്ദാരായിട്ടുള്ള കുറെ ക്ലാസ്സുകളുണ്ട്. അവരെയും കൂടെ എന്ത് ചെയ്തു, ഇവര് സൈഡ് ചേർത്തു. ഇതാരുടെ ഐഡിയ ആണ്? റോബർട്ട് ക്ലൈവ്. മനസ്സിലായോ? അപ്പൊ മദ്രാസിൽ നിന്ന് വണ്ടി കയറി വന്നത് വെറുതെ അല്ല. സിറാജുദ്ദൗളയോട് ആദ്യം തന്നെ എന്ത് ചെയ്തു, ആവശ്യപ്പെടുന്നത് എന്താണ്, ഞങ്ങളുടെ പരിപാടി നിങ്ങൾ തീർത്തു, എല്ലാം കൂടെ പൊളിച്ചില്ലേ, ഓക്കെ, അതിന് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, സോ ദിസ് I have already explained. എന്താണ്, English started mounting guns on walls of Fort William, that we already discussed, and then they gave offense to Nawab by giving a helping hand to rivals. അയാളുടെ ശത്രുക്കൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു സഹായഹസ്തമാണ് ആര് കൊടുക്കുന്നത്, ബ്രിട്ടീഷ് കൊടുക്കുന്നത്. And also Siraj launched an offensive against English. That means എന്താണ്, he ordered both the English and French to demolish all the ഇല്ലീഗൽ ഫോർട്ടിഫിക്കേഷൻസ്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ കോട്ട കെട്ടിയത് എന്താണ്, അതെല്ലാം പൊളിച്ചു മാറ്റാന്ന് പറഞ്ഞു. ഫ്രഞ്ച് കമ്പനി ഒബേഡ് ദ ഓർഡർ, ബട്ട് ഇംഗ്ലീഷ് കമ്പനി റെഫ്യൂസ്ഡ്. ഓക്കെ, സോ ഫോർട്ട് വില്യം എന്ത് ചെയ്തു, 1756 സിറാജുദ്ദൗള പൊളിച്ചു. ഓക്കെ, കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പൊളിക്കുക. സോ ദെൻ 146 prisoners were held, 123 died of suffocation. It is called as black hole. Very, very important. So this is the event which led to Battle of Plassey. Okay, so this event happened in 1756. Okay, and the very next year Battle of Plassey happens. Clear ആയോ? Okay അല്ലേ? മറക്കോ? അപ്പോൾ റെഡി ആവുക. So Battle of Plassey was basically a conspiracy, not a war. വാർ എന്ന് പറയുമ്പോൾ എന്താണ്, തുല്യ ശക്തികൾ തമ്മിൽ അടികൂടല്ലേ, അവരുടെ ഫൈറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട്. അതല്ല, ഇതെന്താണ്, ഓൾറെഡി സ്ക്രിപ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റ് റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കി. അപ്പോൾ അത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്ത് പരിപാടി. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യുന്നു, സിറാജുദ്ദൗള എന്ത് ചെയ്യുന്നു, കോൺസ്പയർ ചെയ്യാണ്. ഓക്കെ, സോ അപ്പോൾ ഒന്നും ചെയ്തില്ല, അത്രയേ ഉള്ളൂ. എന്താണ്, സിറാജുദ്ദൗളയുടെ ഒരു ഊഴമെത്തിയ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവർ ആദ്യം ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്രാസിലേക്ക് ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡിയുടെ ന്യൂസ് എത്തി. ഓക്കെ, അപ്പോൾ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു, കൽക്കട്ടയിലേക്ക് വന്നു. ആൻഡ് ദെൻ ഇൻ ദ മീൻ ടൈം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്തു. കാരണം കോൺസ്പിറസിയാണ് ചെയ്തത്. അപ്പം മിർജാഫർ എന്ന് പറയുന്ന മുന്നേ ഉണ്ടായിരുന്ന മിർബക്ഷി, ദാറ്റ് മീൻസ് മിർബക്ഷി എന്ന് പറഞ്ഞാൽ എന്താ, മിലിറ്ററി കമാൻഡർ ആണ്. അപ്പോൾ അയാളെ എന്ത് ചെയ്തു, അയാളെ വിളിച്ച് കോൺസ്പയർ ചെയ്തു. ആരാണ് കോൺസ്പയർ ചെയ്തത്, റോബർട്ട് ക്ലൈവ്. ഓക്കെ, സോ അപ്പം എന്ത് ചെയ്തു, ആദ്യം ചെന്നപ്പോൾ കൊൽക്കട്ട അവരുടെ കയ്യിൽ നിന്ന് പോയ സാധനങ്ങളൊക്കെ ഇംഗ്ലീഷുകാർ വീണ്ടും തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും ത്രട്ടൻ ചെയ്യാൻ തുടങ്ങി. ആരെ, സിറാജുദ്ദൗളെ. ഓക്കെ, ഇനിയും കോമ്പൻസേഷൻ വേണം, ഇനിയും പ്രിവിലേജസ് ഓഫ് ട്രേഡ് വേണം. ഇപ്പം തന്നെ ചെയ്യുന്ന 60% ഓഫ് ട്രേഡ് ആണ്. എവിടെ, ബംഗാളിൽ 100 സാധനം പോകുന്നുണ്ടെങ്കിൽ 60% സാധനങ്ങൾ ആർക്കാണ് പോകുന്നത്, ബ്രിട്ടനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ ലോസിലാണ് നിൽക്കുന്നത്. എഗെയിൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡ്സ് ആണ് ആരോട് ചോദിക്കുന്നത്, നവാബിനോട് ചോദിക്കുന്നത്. നവാബ് പറഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല, വി ക്യാൻ ഗോ ഫോർ എ ഫൈറ്റ്. ഓക്കെ, സോ ആദ്യം അയാൾ എന്ത് ചെയ്തു, ഒരു ട്രീറ്റി സൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾക്കൊക്കെ നഷ്ടപരിഹാരം തരാം. കാരണം അത്രയും കമ്പനി ട്രൂപ്സ് ആണ് വന്നിറങ്ങിയിരിക്കുന്നത്, അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മോസ്റ്റ്ലി കോംപ്രമൈസ് ആവുകയാണെങ്കിൽ കോംപ്രമൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ട്രീറ്റി ഓഫ് അലിനഗർ സൈൻ ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് വാസ് എ കോംപ്രമൈസ് ട്രീറ്റി വിത്ത് ബ്രിട്ടീഷ്. ഓക്കെ, സിറാജുദ്ദൗളയാണല്ലോ അത്രയും പൊളിച്ചത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പം കോംപ്രമൈസ് ആയി പോവുകയാണെങ്കിൽ ഒരു ഫൈറ്റിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഹി റിസ്റ്റോർഡ് ഓൾ ദെയർ പ്രിവിലേജസ് ഓഫ് ട്രേഡ്. അപ്പം നിങ്ങളുടെ ഇതുവരെയുള്ള പ്രിവിലേജസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ റിസ്റ്റോർ ചെയ്ത് തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു, കൽക്കട്ട ഫോർട്ടും ഫോർട്ടിഫൈ ചെയ്ത് തരാം, ഡെമോളിഷ് ചെയ്തൊക്കെ നമ്മൾ സെറ്റാക്കി തരാൻ പറയുന്നു, ലോസ് കോമ്പൻസേറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിലും ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, മതിയാവുന്നില്ല. ദേ ആർ അഗെയിൻ ആസ്കിങ് ഫോർ ഹ്യൂജ് ട്രേഡ് പ്രിവിലേജസ് ആൻഡ് ബൂട്ടീസ്. ക്ലിയർ ആയോ? സോ വേറെ വഴിയില്ല, വാറിലേക്ക് പോകാന്നുള്ളതല്ലാതെ, ബാറ്റിലേക്ക് പോകാന്നുള്ളതല്ലാതെ സിറാജുദ്ദൗളയ്ക്ക് വേറെ വഴിയില്ല. ബിക്കോസ് എന്താണ്, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഹാവ് യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? സോ ദാറ്റ് വാസ് ദി ഐഡിയ. ഓക്കെ, സോ ഇതാണ് എന്ത് ചെയ്യുന്നത് പരിപാടി. ഇത് ബക്സർ എത്തി അല്ലേ.
അപ്പോൾ പ്ലാസിയിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ റോബർട്ട് ക്ലൈവ് ഫുൾ സൈന്യമായിട്ട് എന്ത് ചെയ്യുന്നു വരുന്നു. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നു, സിറാജ് ദൗളയ്ക്ക് എതിരായിട്ടുള്ള കോൺസ്പിറസി ഓൾറെഡി ആര് സെറ്റാക്കിയിട്ടുണ്ട്, മിർ ജാഫറായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ ഫ്രഞ്ചുകാരുടെയും കൂടെ ഹെൽപ്പ് ആരെടുത്തു, ബ്രിട്ടീഷുകാരെടുത്തു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, കാരണം അവർക്കും ലോസസ് വന്നിട്ടുണ്ടല്ലോ, അവരെയും ഇവിടുന്ന് വിട്ടുപോകാൻ പറഞ്ഞല്ലോ. ആൻഡ് ദെൻ ലേറ്റർ എന്ത് ചെയ്തു, ലേറ്റർ സോ കോൾഡ് മിർ ജാഫർ എന്ത് ചെയ്യുന്നു, മിർ ജാഫർ ഒന്നുമില്ല, ഫീൽഡിലേക്ക് ഇയാൾ കടന്നു വന്ന സമയത്ത് എന്ത് ചെയ്തു, അയാളെ ബാറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറഞ്ഞ് അയാളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ മിർ ജാഫറിൻ്റെ മകൻ തന്നെ എന്ത് ചെയ്തു, സിറാജ് ദൗളെ മീരാൻ തട്ടി. ക്ലിയർ ആയോ? ആ സൈന്യം ഒന്നും ചെയ്യാതെ മിണ്ടാകുന്നു, നവാബ് ഓഫ് ബംഗാളിൻ്റെ സൈന്യം ഒന്നും ചെയ്യാതെ മിണ്ടാകുന്നു. ആൻഡ് ഓൾസോ മാർച്ച് ചെയ്ത് കയറേണ്ടതിന് പകരം സ്റ്റാറ്റിക്കായിട്ട് നിന്നു. ഇയാളെ മാത്രം ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഒരു വളഞ്ഞു, മീരാൻ എന്ന് പറയുന്ന മറ്റേ പുള്ളിയുടെ മകൻ തട്ടി, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് വാസ് എ കോൺസ്പിറസി. ഓക്കെ, ഒരു ഗൂഢാലോചനയായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് എ ബാറ്റിൽ, ഇറ്റ് വാസ് ജസ്റ്റ് എ കോൺസ്പിറസി മെയ്ഡ് ബൈ റോബർട്ട് ക്ലൈവ്. ക്ലിയർ ആയി? അപ്പം പ്ലാസി 1757 എന്ത് ചെയ്യുന്നത് വരുന്നത്, വാസ് ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ദാറ്റ് കമാൻഡർ ആണ് ആരാണ്, റോബർട്ട് ക്ലൈവ് വേഴ്സസ് സിറാജ് ദൗളയാണ്. ആരാണ്? റോബർട്ട് ക്ലൈവ് വേഴ്സസ് സിറാജ് ദൗള. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് ബാറ്റിൽ ഓഫ് ബക്സർ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ ബംഗാളിൽ ഇപ്പോൾ ഇവർക്ക് ഈ ഒരു ഇത് കഴിഞ്ഞതും പിന്നെ അടുത്ത ആളാരാണ്, അടുത്ത റൂളർ ആരാണ്, മിർ ജാഫർ തന്നെയാണ് അടുത്ത നവാബായിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ മിർ ജാഫറിനെ ആക്കിയപ്പോൾ മിർ ജാഫർ വിചാരിച്ചു, ഓക്കെ നമ്മളെന്ത് ചെയ്തു, ഇവർ സിറാജ് ദൗളയോട് ഒരു ഹെയ്റ്റ് ഉണ്ടല്ലോ, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇഷ്ടംപോലെ ഗിഫ്റ്റ് കൊടുത്തു. ഇയാളെ നവാബാക്കിയതും ബംഗാളിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന കുറേ പൈസയും കുറേ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു കൊടുത്തു ബ്രിട്ടീഷിന്. അപ്പം നമ്മൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഇതോടുകൂടി തീർന്നു എന്നുള്ളതാണ് ആരുടെ മൈൻഡിൽ, മിർ ജാഫറിൻ്റെ മൈൻഡിൽ. പക്ഷെ കമ്മിറ്റ്മെൻറ്റ്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ബിക്കോസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ബേസിക്കലി എക്സ്പെക്ടിങ് മിർ ജാഫർ ടു ബിക്കം ഓർ ടു ആക്ട് ആസ് എ പപ്പറ്റ് ഓഫ് ബ്രിട്ടീഷ് കമ്പനി. മനസ്സിലായോ? ഒരു പാവയെ പോലെ എന്ത് ചെയ്യുക, ബ്രിട്ടീഷിൻ്റെ പാവയെ പോലെ ആക്ട് ചെയ്യാനുള്ള ഒരാളാണെന്നുള്ള രീതിക്കാണ് ആരെ കാണുന്നത്, കമ്പനി മിർ ജാഫറിനെ കാണുന്നത്. മനസ്സിലായോ? മിർ ജാഫർ വിചാരിച്ചത് ഇതോടുകൂടി തീർന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? സിറാജ് ദൗളയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്ത സെയിം സംഭവം മിർ ജാഫറിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? കുറേ കഴിഞ്ഞപ്പോൾ ഇതിലെന്താ ബേസിക് പ്രശ്നം എന്നറിയാമോ? ബേസിക് പ്രശ്നം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ റൂൾഷിപ്പ് തുടങ്ങിയിട്ട് ഇയാളെ നവാബ് സീറ്റിൽ ഇരുത്തിയാലും ഖജനാവ് സെയിം അല്ലേ? ഖജനാവിന് അറിയില്ലല്ലോ ഏത് റൂളറാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലേ? അപ്പോൾ നവാബിന് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന എന്താണ്, ടാക്സ് പിരിക്കുക, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതല്ലേ രണ്ട് കാര്യങ്ങൾ ഒരു റൂളർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടാക്സ് പിരിക്കുമ്പോൾ ഇയാൾ നോക്കുമ്പോൾ ടാക്സ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നില്ല, കച്ചവടം നടക്കുന്നുണ്ട്, പക്ഷെ ടാക്സ് പിരിഞ്ഞ് കിട്ടുന്നില്ല. അപ്പോൾ മേജർ ഷെയർ എവിടേക്കാണ് പോകുന്നത്, കമ്പനിക്കാണ് പോകുന്നത്. എഗെയിൻ മിർ ജാഫർ വീണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇത് തന്നെയാണ് പ്രശ്നം, സിറാജ് ദൗളയും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ടാക്സ് പിരിഞ്ഞ് കിട്ടുന്നില്ല. അപ്പോൾ വേണ്ടത്ര ഈ പരിപാടികൾക്ക് ഇപ്പോൾ ആർമിക്കാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഓഫീഷ്യൽസിനാണെങ്കിലും സാലറി കൊടുക്കണ്ടേ. അപ്പോൾ വേണ്ടത്ര എന്ത് കിട്ടുന്നില്ല, ടാക്സ് പിരിഞ്ഞ് കിട്ടുന്നില്ല. ഈ ടാക്സ് പിരിഞ്ഞ് കിട്ടാത്ത അവസ്ഥയ്ക്ക് ബ്രിട്ടീഷുകാരോട് ചോദിച്ചിട്ട് എന്തില്ല, കാര്യമില്ല, അവന്മാരെന്ത് ചെയ്യില്ല, തരില്ല. ബാക്കിയുള്ള 50% 40% ആരുടെ നിന്നാണ് പിരിച്ചെടുക്കുന്നത്, ബംഗാളിലെ വേറെ ജനങ്ങളുടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പിരിച്ചെടുക്കുന്നത്. അപ്പോൾ റൂളർക്കുള്ള ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ പല രീതിക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഡൈവേഴ്സിഫൈ ചെയ്യാം. ഓക്കെ, അതിനൊക്കെ കുറേ സമയം എടുക്കും. രണ്ടാമത്തെ കാര്യം എന്താ, ടാക്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പുതിയ മെത്തേഡ്സ് ഒക്കെ എടുത്തിട്ട് പല രീതിക്ക് ടാക്സ് ആക്കിയിട്ട് എക്കണോമി ഇമ്പ്രൂവ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാം. ബട്ട് ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടാക്സ് കൂട്ടാം. അപ്പോൾ ടാക്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ഇത് ആരുടെ തലയ്ക്കാ പോവുക, സാധാരണ കർഷകരും പണിയെടുക്കുന്ന ആളുകളുടെ തലയിലാണ് എന്ത് ചെയ്യുക, ടാക്സ് വീഴുക. എസ് പറഞ്ഞോ? അപ്പോൾ ആരെപ്പരാകും? ഓക്കെ, അപ്പം നവാബിനെതിരെ സാധാരണക്കാരെന്ത് ചെയ്യും, ജനങ്ങൾ തന്നെ. ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് ഈസ് ചാർജിങ്. മനസ്സിലായോ? വി കാണ്ട് അഫോർഡ് ഇറ്റ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ടിൽറ്റ് വരില്ലേ. അപ്പോൾ ഇതൊരു നവാബിന്, ഒരു റൂളറായിരിക്കുന്ന ഒരാൾക്ക് ബേസിക് മിനിമം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ ഇത് അനുവദിച്ചു കൊടുക്കാൻ എന്തില്ല, പറ്റില്ല, എത്ര ക്രൂരനാണെങ്കിലും. ക്ലിയർ ആയി? ബിക്കോസ് ഹിസ് ഓൺ പീപ്പിൾ ഈസ് കമ്മിങ് അഗെയിൻസ്റ്റ്
നവാബ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരും ഇൻ ഫ്യൂച്ചർ ഓർ എൽസ് ഇൻ നിയർ ഫ്യൂച്ചർ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അതാണ് ബംഗാളിൽ എല്ലായ്പ്പോഴും പ്രശ്നം. ഓക്കെ. ഇപ്പം നവാബിനെ പപ്പറ്റാക്കി ഇരുത്താനാണ് ശ്രമം നടത്തുന്നത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നവാബ് എന്ത് ചെയ്യും? റിയലൈസ് ചെയ്യും. എന്ത് ചെയ്യുന്നു? ഇത് ആരുടെ തലയ്ക്കാണ് പോകുന്നത്? പാവപ്പെട്ട ജനങ്ങളുടെ തലയ്ക്കാണ് ഇവരുടെ ഈ എക്സ്പ്ലോയിറ്റേഷൻ നേരെ എന്ത് ചെയ്യുന്നു പോകുന്നത്. ഓക്കെ. നവാബിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നവാബ് കുറേ പേയ്മെൻറ്റ് ഡ്യൂസ് വെക്കും, കൊടുക്കാതെയാവും. ഓക്കെ. കൊടുക്കാതെയാവും, തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ബ്രിട്ടീഷ് വിചാരിച്ച പേയ്മെൻറ്റ്സ് വേറെ, അതായത് ബ്രിട്ടീഷിന് നവാബ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വേറെ കുറേ പേയ്മെൻറ്റ്സും കൂടെ എന്ത് ചെയ്യണം? കൊടുക്കണം അത്രേ. കാരണം ഇയാളെ ആക്കിയത് തന്നെ ബ്രിട്ടീഷ് ആണല്ലോ. ഓക്കെ. അതുകൊണ്ട് അപ്പോൾ ആ പേയ്മെൻറ്റ് ഡ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നു? പെൻഡിങ് ആണെന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ ലെറ്റർ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മിർജാഫർ എന്ത് ചെയ്യും? മെല്ലെ ഡച്ചിനെ എന്ത് ചെയ്യും? കമ്പനിയാക്കിയിട്ട് ബ്രിട്ടീഷിനെ റെസിസ്റ്റ് ചെയ്യാനൊരു ശ്രമം നടത്തും. ഓക്കെ. ബ്രിട്ടീഷിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഡച്ചുകാരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യും. ആര്? മിർജാഫർ. ഓക്കെ. അപ്പോൾ കമ്പനിയിൽ നിന്ന് കുറേ ആളുകൾ വരും. ആളുകൾ വന്നിട്ട് മിർജാഫറിനോട് പറയും, നീ ടാക്സ് തരുന്നില്ല, ഓക്കെ, പക്ഷെ നീ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. എന്താണ്? ഡച്ചുകാരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ബ്രിട്ടീഷിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. അത് നടപ്പുള്ള കാര്യമല്ല. ഇറങ്ങിക്കോ, നവാബ്ഷിപ്പ് എന്ന് എന്ത് ചെയ്തോ? ഇറങ്ങിക്കോ എന്ന് പറയുന്നു. ഓക്കെ. ഈ പറയുന്നതിൻ്റെ കൂടെ ദേവർ ഓൾറെഡി എന്ത് ചെയ്യുന്നു? ഒരു നവാബിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അത് മിർജാഫറിൻ്റെ തന്നെ ആരാണ്? ഒരു റിലേറ്റീവാണ്, സണ്ണിൻ ലോ ആണ്. ഓക്കെ. സോ ആളാണ് ആര്? മിർ കാസിം. ആരാണ്? മിർ കാസിം. ക്ലിയർ ആയോ? സോ യു ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പൊസിഷൻ. മിർ കാസിം വിൽ ബി ദി നെക്സ്റ്റ് നവാബ്. ഓക്കെ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. അപ്പോൾ മിർജാഫറിന് എന്തായാലും പ്രായമായി, ദാറ്റ് മച്ച് ഏജ്ഡ്. അതായത് സിറാജു ദൗള അറ്റ് ദ ഏജ് ഓഫ് 20 ആണ് ഈ പരിപാടിയൊക്കെ ചെയ്തത്. 20-22 വയസ്സിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് പുള്ളിയുടെ. അപ്പോൾ അത് എങ്ങാണ്? അപ്പോൾ അയാൾക്ക് തന്നെ 22 വയസ്സുണ്ട്. അപ്പോൾ മിർജാഫർ എന്ന് പറയുന്നത് എന്താണ്? അലിവർദി ഖാൻ്റെ മോളുടെ ഭർത്താവാണ്, സണ്ണിൻ ലോ ആണ്. അപ്പോൾ അത്രയും പ്രായമുള്ള ആളാണ് മിർജാഫർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ഇനി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾ ഒഴിഞ്ഞുപോയി. ഓക്കെ. എനിക്ക് 1500 രൂപ വർഷം പെൻഷൻ തന്നാൽ മതി, ഞാൻ സെറ്റായിക്കോളാം എന്ന് പറഞ്ഞ് മിർജാഫർ പോയി. കാരണം എന്തായാലും മരിക്കുന്നതിനേക്കാളും ഭേദം പെൻഷൻ കിട്ടി ജീവിക്കുന്നല്ലേ എന്നുള്ള രീതിക്ക് ആൾ പോയി. ഓക്കെ. പകരം കിട്ടിയതാർക്കാ? മിർ കാസിമിനാണ്. ഓക്കെ. മിർ കാസിം ഓൾസോ എന്ത് ചെയ്തു? ഇതേപോലെ എന്ത് ചെയ്തു? കമ്പനിക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രീണിപ്പിച്ചു, അപ്പീസ്മെന്റ്. ഓക്കെ. സോ ലേറ്റർ ഓൾസോ മിർ കാസിം എന്ന് പറയുമ്പോൾ മിർ ജാഫറിനെ കൂടെ പോലെയല്ല. ഹി വാസ് എ വെരി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സിൻസിയർ ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഓൾസോ ഹി വാസ് വെരി സ്ട്രിക്റ്റ്. ഓക്കെ. അപ്പോൾ പുള്ളി ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ വീണ്ടും ഇടിയുന്നു. അപ്പോൾ ആദ്യം റൂളറായിട്ട് വരുന്ന ആൾക്ക് ആദ്യം കാണുന്ന എന്താ? ഖജനാവിൽ എന്ത് ചെയ്യുന്നില്ല? സംഭവം നോക്കുമ്പോൾ എല്ലാം ലൈവാണ്, പക്ഷെ ഖജനാവിൽ എന്ത് ചെയ്യുന്നില്ല? അപ്പോൾ എന്താണ് ഇവിടെയാണ് പ്രശ്നം? അപ്പോൾ മെജോറിറ്റി റവന്യൂ ആരാ കൊണ്ടുപോകുന്ന? ഷെയർ. അപ്പോൾ അവർ കൊടുക്കാത്തതാണ് പ്രശ്നം. ക്ലിയർ ആയോ? എഗെയിൻ ഇനി അടുത്ത പോകുമ്പോഴി ഈ മന്ത്രിമാർ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ്? ടാക്സ് ഇമ്പോസ് ചെയ്യും, കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യുക, ആളുകളെ കൂടുതൽ ഇമ്പോസ് ചെയ്യുക. അവർ 100 കിലോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 90 കിലോ ടാക്സ് ആയിട്ട് വാങ്ങിക്കുക എന്നുള്ള രീതിക്കൊക്കെയാണ് എന്ത് ചെയ്യുക? എക്സ്പ്ലോയിറ്റേറ്റീവ് ടാക്സ് പോളിസീസ് ആണ് എന്ത് ചെയ്യുക? ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. സോ പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി സഫർ. ഓക്കെ. സോ അപ്പോൾ അതൊരു നവാബായിട്ടിരുന്നിട്ട് അത് അയാൾക്ക് എന്ത് ചെയ്യില്ല? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒന്നാമത് കമ്പനിയുടെ വയസ്സിൽ കുറേ കറപ്ഷൻ നടക്കുന്നുണ്ട്, പ്രൈവറ്റ് ട്രേഡ് നടക്കുന്നുണ്ട്. അത് ആദ്യം അയാൾ എന്ത് ചെയ്തു? മിർ കാസിം കയറിയതും ആ കറപ്ഷൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? ഇല്ലാതാക്കി. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ദസ്തക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്പനിയുടെ ദസ്തക് എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് മിസ്യൂസാണ് ചെയ്യുന്നത്. ആ മിസ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ആദ്യം സെറ്റാക്കി. അപ്പോൾ റവന്യൂ മര്യാദയ്ക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ആവാൻ തുടങ്ങി. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു? മിർ കാസിമിന് കുറെ കൂടെ എല്ലാത്തിലും കൃത്യമായിട്ടുള്ള ഒരു സർവൈലൻസ് തുടങ്ങി. അപ്പോൾ പണ്ടത്തെ ബംഗാൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കുറെ കൂടെ ബംഗ്ലാദേശും എല്ലാ സ്ഥലങ്ങളും പെട്ട ബംഗാളാണ്. അപ്പോൾ അതിൽ ഇയാൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ബംഗാളിൻ്റെ ക്യാപിറ്റൽ ബ്രിട്ടീഷ് കമ്പനിയുടെ അടുത്താണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടായിരുന്നത്? കമ്പനി സെറ്റിൽമെൻറ്റ്സിൻ്റെ അടുത്തായിരുന്നു. അത് ആദ്യം ഇയാൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് ബീഹാറിലേക്ക് എന്ത് ചെയ്തു? ബീഹാറിലെ ഒരു സ്ഥലത്തേക്ക് മാറ്റി. കാരണം എന്താണ്? ഒരു സേഫ് ഡിസ്റ്റൻസ് ഇരിക്കട്ടെ. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി ഒരു വാച്ച് ഡോഗ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ റൈറ്റ് തിങ്. ഓക്കെ. സോ അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കുറച്ച് മാറ്റി ബീഹാറിലേക്ക് ക്യാപിറ്റൽ മാറ്റി അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അക്കൗണ്ടന്റ് ചെയ്ത്, ഈ നവാബാണ് റൂളർ. അപ്പോൾ ഈ അക്കൗണ്ടന്റുമാർ എന്ന് പറയുന്നത് എന്താണ്? ഇയാളുടെ കീഴിൽ നിൽക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഈ അക്കൗണ്ടന്റുമാരെ കൊണ്ട് ഇയാൾ ചോദിക്കുന്ന എന്താണ്? ഇവിടുത്തെ ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ട്സ് തരൂ എന്ന് പറഞ്ഞ് ദിവാനോട് ചോദിക്കുന്ന സമയത്ത് ഹി വാസ് ബേസിക്കലി ഹെസിറ്റന്റ് ടു ഗിവ് ദി അക്കൗണ്ട്സ് ഓഫ് ബീഹാർ. ഓക്കെ. അതായത് ബീഹാറിലെ അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുന്നു?
ഹെസിറ്റൻ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വിസമ്മതിക്കുകയാണ് ആര്? നവാബിന്റെ കീഴിലുള്ള, മനസ്സിലായോ? ഓക്കെ, അതായത് നവാബിന്റെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ തിങ്കിങ്ങിന് ഒരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, യു ഷുഡ് ഡു ദാറ്റ്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ നിൽക്കേണ്ട പൊസിഷനാണ്. ഓക്കെ, ഹി വാസ് ഹെസിറ്റന്റ് ടു ഗിവ് ദി അക്കൗണ്ട്സ് ഓഫ് ബീഹാർ ടു. അപ്പൊ ഇയാൾക്ക് വേറെ എവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു ധൈര്യം, ഇയാൾ ജീവൻ ത്രട്ടിൽ വരുന്നൊരു പരിപാടിയല്ലേ, നവാബ് ഈസി ആയിട്ട് തട്ടിക്കളയും. അപ്പോൾ അങ്ങനെ ഒരു ത്രെട്ട് ഇയാൾ ഭയക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ വേറെ എവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആരോ? ഒബിയസ് ചാൻസ്. ക്ലിയർ ആയോ? സോ കമ്പനിയുടെ ഇൻഫ്ലുവൻസ് എവിടം വരെ എത്തിയെന്ന് അയാൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ മനസ്സിലായത് നിങ്ങൾക്ക്? അതായത് നിങ്ങളുടെ രാജ്യത്ത് അപ്പോയിന്റ് ചെയ്ത് നിങ്ങളുടെ ഒരു അക്കൗണ്ടന്റ്, അയാളോട് ഇവിടുത്തെ കണക്കെന്താന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നില്ല? തരുന്നില്ല. മനസ്സിലായോ? ഓക്കെ, മീൻസ് സംബഡി ഈസ് ഫീഡിങ് ഹിം. യെസ് ഓർ നോ? യെസ്. അപ്പോൾ അത് എന്ത് ചെയ്തു? ഇരിക്കുന്ന പൊസിഷൻ തന്നെ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിക്കല്ലേ. സോ അപ്പം എന്ത് ചെയ്തു? പുള്ളി എന്ത് ചെയ്തു? പുള്ളി എഗെയിൻ പരിപാടി നടക്കില്ല, എന്ത് ചെയ്യാണ്? കുറച്ച് അലയൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ് ഡൂയിങ് എന്താണ്? മനസ്സിലായോ? ടു മച്ച്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തായി? ആളൊരു അലയൻസ് ഉണ്ടാക്കി. അലയൻസ് എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലാണ്? ആദ്യം അവധ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് യു പിയിൽ. ഓക്കെ, അവധ് ഇസ് ഇൻ യു പി. യു പിയിലെ നവാബിനെ വിളിച്ചു. ഷുജാഉദ്ദൗള എന്ന ആളുടെ പേര്. എന്താ? ഷുജാഉദ്ദൗള. ഓക്കെ, ആളായിട്ടൊരു അലയൻസ് സംസാരിച്ചു. അയാൾക്കും ഇതേ പ്രശ്നമുണ്ട്. ഓക്കെ, സോ വി ഹാവ് ടു റെസിസ്റ്റ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് പ്രസൻസ് ഇൻസൈഡ് ദി ഏരിയാസ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാന്ന് പറഞ്ഞ ഒരു അലയൻസ് ഉണ്ടാക്കി. ആൻഡ് ഓൾസോ ലേറ്റർ മുഗൾസിലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഒരു മുഗൾ എംപറർ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ അലമ്പ് എന്ന് പറഞ്ഞില്ലേ, അലങ്കീറിന് ശേഷമുള്ള അലമ്പ്. അപ്പൊ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അയാൾ അവിടെ ഉള്ളത്. അപ്പൊ അയാളെ എന്ത് ചെയ്തു? കൺവിൻസ് ചെയ്തു മിർക്കാസിന് ത്രെട്ടാണ്, ഗ്രാജുവലി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമാവും. സോ ഹി ഓൾസോ സപ്പോർട്ടഡ്. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എന്ത് ചെയ്യാം? ഒരു അലയൻസ് ഫോം ചെയ്തിട്ട് ഒരു ഫൈറ്റ് ഓഫർ ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ മാത്രമല്ല ലോക്കൽ ഡിസ്കണ്ടന്റ്, ജനങ്ങളും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഈ പോളിസീസ് ഒക്കെ കൊണ്ട്. അപ്പം എന്ത് ചെയ്തു? ഇതൊരു വാറിലേക്ക് പോയി. അതാണ് ബാറ്റിൽ ഓഫ് ബക്സർ. ഇയർ ഓഫ് പ്ലാസി ആൻഡ് ബക്സർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? 1764 ആണ്. ഓക്കെ, അപ്പോൾ ബക്സറിൽ ഫൈറ്റ് ചെയ്യുന്ന ബ്രിട്ടീഷ് കമാൻഡർ എന്ന് പറയുന്നത് ക്ലൈവ് അല്ല, ഹെക്ടർ. ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. ഹെക്ടർ മൺറോ ആണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടി ഈ അലയൻസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വിളിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ ചുമതല ഹെക്ടർ മൺറോക്കാണ്, ക്ലൈവിനല്ല. ക്ലിയർ? ക്ലൈവ് പ്ലാസി അവിടെ പോയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഹെക്ടർ മൺറോയുടെ കയ്യിലേക്ക് കിട്ടി. അപ്പോൾ ഈ മൂന്നാളുകൾ കാസിം, ഷുജാഉദ്ദൗള, ഷാ ആലം ഒരു അലയൻസ് ആക്കിയിട്ട് ആർക്കെതിരെ ഫൈറ്റ് ചെയ്യാണ്? ഇംഗ്ലീഷ് ഫോഴ്സസിന് നേരെ ഫൈറ്റ് ചെയ്യാണ്. ഓക്കെ, അത്രയും ആളുകളുണ്ട്. ഓക്കെ, പക്ഷേ ബ്രിട്ടീഷ് ആർമിയുടെ അടുത്ത് പോലും എന്ത് ചെയ്യുന്നില്ല? അവരുടെ ഫോഴ്സ് വരുന്നില്ല. അപ്പോൾ 50,000 പേരെ അവർ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് ഇവിടെ ആകെ 700 ആളെ ഉണ്ടാവുള്ളൂ. ആരുടെ സൈഡ്? ദാറ്റ് വാസ് എ മെയിൻസ് ക്വസ്റ്റ്യൻ. ഓക്കെ, മെയിൻസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണെന്നറിയോ? ഇത്രയും ആളായിട്ട് അല്ലെങ്കിൽ വെൽത്തി ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ റൂളേഴ്സും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് യൂറോപ്യൻ ട്രൂപ്സിനെ, ഇംഗ്ലീഷ് ട്രൂപ്സിനെ അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റായിരുന്നത്? ഒന്ന്, മോഡേൺ എക്യുപ്മെന്റ്സിന്റെ കുറവ്. രണ്ട്, ഇവർ തമ്മിലടിയാണ്. ഒരു കമ്പൈൻഡ് എഫേർട്ട് അല്ല നടക്കുന്നത്. ഓക്കെ, പലരും വൺ മാൻ ഷോനാണ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. ടീം എഫേർട്ട് അല്ല. രണ്ടാമത്തെ കാര്യം. പിന്നെ ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫിക്സഡ് സാലറീസ് ആണ്. ഓക്കെ, കൃത്യമാണ് പേയ്മെന്റ്. മനസ്സിലായില്ലേ? ഈ മന്ത്ലി എന്നുണ്ടെങ്കിൽ ഈ മന്ത്ലി കൃത്യമായിട്ട് അയാൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ പേയ്മെന്റ് കിട്ടിയിരിക്കും. അപ്പൊ ലോയലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? പേയ്മെന്റേ കൊടുക്കാത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു? ഇപ്പൊ രാജാവിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. രാജാവ് സൈന്യത്തിലെ ആളെ എന്ത് ചെയ്യും? പല ജോലികൾക്ക് വിടും. ഞാൻ അവിടെ പോയി റവന്യൂ പിരിക്കി, മറ്റവിടെ പോയി അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു വിടും. മനസ്സിലായില്ലേ? പക്ഷെ ബ്രിട്ടീഷ് ആർമി എന്ന് പറയുന്ന ആർമിയിലുള്ള ആളുകൾക്ക് ആ സ്റ്റാൻഡേർഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മോഡേൺ എക്യുപ്മെന്റ്സാണ് കൊടുക്കുന്നത്. കൃത്യമായിട്ട് ഡ്രില്ലുണ്ട്, രാവിലെ നേരത്തെ എണീക്കണം, ഫുഡ് ഡയറ്റ് കൃത്യമായിരിക്കണം. ഓക്കെ, അതേപോലെ പ്രാക്ടീസ് അല്ലെങ്കിൽ വാർഫെയർ ടാക്ടിക്സ് എല്ലാം പക്കയാണ്. വെൽ ഓർഗനൈസ്ഡ് ആണ്. ഫിക്സഡ് സാലറി ആണ്. സോ ഫിക്സഡ് സാലറി മീൻസ് അയാൾ അവിടുന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ ഈ ലോയൽറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? നല്ല ഹെവി ഫൈറ്റ് ആണ് കൊടുക്കുക. ആൻഡ് സ്ട്രാറ്റജിയാണ്, വെൽ പ്ലാൻഡ് ആണ്. ഒരു സാധനത്തേക്ക് വരുന്നതിന് മുന്നേ എല്ലാം പ്ലാൻഡ് ആയിരിക്കും. അല്ലെ അവിടെ വന്നിട്ടെല്ലാം എന്ത് ചെയ്യുന്നത്? ആലോചിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർമിയുടെ ആബ്സൻസ് എവിടെ ഉണ്ട്? അവന്മാരയിലുണ്ട്. അപ്പൊ ആളിന്റെ എണ്ണമല്ല. മനസ്സിലായി? അവിടെ 800 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ഗുണം ചെയ്യും.
മനസ്സിലായില്ലേ? ഇവിടെ 50,000 പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗുണം പോലും ചിലപ്പോൾ ചെയ്യില്ല, അവർ നിരത്തും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഔട്ട്ഡേറ്റഡ് വെപ്പൺസ് ആണ്, ഓർഗനൈസ്ഡ് അല്ല, സ്ട്രാറ്റജി ഇല്ല, പഴയ വാർഫെയർ ടാക്ടിക്സ് ആണ് ഇപ്പോഴും പയറ്റുന്നത്. കാലം മാറി, പരിപാടി മാറി, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വാസ് ദി റീസൺ. ക്ലിയർ ആയോ? മാത്രമല്ല പിന്നെ ബ്രിട്ടീഷ് ഓൾറെഡി ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ടഡ്. 1750 ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബ്രിട്ടനിൽ വരുന്നുണ്ട് 1750s. ക്ലിയർ ആയോ? 1750കളാണ്. സോ ബർത്ത് പ്ലേസ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് ബ്രിട്ടൻ. ബർത്ത് പ്ലേസ് ഓഫ് വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം ബ്രിട്ടൻ. എന്താണ് ഈ വ്യവസായ വിപ്ലവം? ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു. ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പവർ ലൂം സെക്ടറാണ്, നൂല് നൂക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ മിഷനുകളാണ് എന്ത് ചെയ്യുന്നത്? നൂല് നൂൽക്കുന്നത്, നെയ്യുന്നത്, എല്ലാം മെഷീനുകളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? 24 മണിക്കൂർ എന്ത് ചെയ്യും? ഫാക്ടറീസ് വർക്ക് ചെയ്യും. 8 ഷിഫ്റ്റിൽ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മനുഷ്യർ 8 മണിക്കൂർ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ കുറേ നെയ്ത്ത് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഹാൻഡ് വീവിങ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, നെയ്ത്ത് ഗ്രാമങ്ങളും. ബാലരാമപുരം ഒരു നെയ്ത്ത് ഗ്രാമമാണ്. ക്ലിയർ ആയി? സോ ലേറ്റർ ആണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? ബാലരാമപുരം കൈത്തറി എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ ബംഗാളിൽ ടോപ്പ് ക്വാളിറ്റി ഹാൻഡിക്രാഫ്റ്റ്സ് ആണുള്ളത്. നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ, വർക്കുകളൊക്കെ കണ്ടിട്ടില്ലേ? അതിഭീകരമായിരിക്കും അവരുടെ സ്കില്ല്. പാരമ്പര്യമായിട്ടുള്ള നെയ്ത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്രയും മോഡിഫിക്കേഷൻസും സ്കില്ലും എല്ലാം ഉള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ അവിടെ ഒരു സാധനം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് എ ടൈം. മനസ്സിലായോ? ബിക്കോസ് അത്രയും മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് അവർ ചെയ്യുക, കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് ബ്രിട്ടനിൽ സെല്ല് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മുസ്ലിം കാലിക്കോസ് എന്നൊക്കെ പറഞ്ഞ തുണികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കോട്ടൺ കൃത്യമായിട്ട് എന്ത് ചെയ്യും? വാങ്ങിച്ചുകൊണ്ട് പോകും റോ മെറ്റീരിയലായിട്ട്. ആൻഡ് ദെൻ അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് ചീപ്പ് മെഷീൻ തട്ടി വരുന്ന ഗുഡ്സ് ഉണ്ടാവുമല്ലോ, മീഡിയോക്കർ ക്വാളിറ്റി, ലോ ക്വാളിറ്റി അല്ല, ആവറേജ് ക്വാളിറ്റി, ചീപ്പ് ഇൻ പ്രൈസ്. ഇവിടെ 100 രൂപയ്ക്ക് വെക്കുന്ന സാധനം ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവരുന്നത് വെറും 15 രൂപയ്ക്ക് കൊടുക്കും. 85% റിഡക്ഷൻ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? സെയിം ഒരു അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും ഒരു ആവറേജ് ക്വാളിറ്റിക്ക് ആളുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സിൽ എന്ത് ചെയ്യും? അടി വരില്ലേ? 100 രൂപയുടെ സാധനം 15 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇമ്പോർട്ട് ഓഫ് ചീപ്പ് ഗുഡ്സ് ടു ഇന്ത്യ ഓൾസോ ഡിസ്മാൻഡിൽ ദി ട്രഡീഷണൽ എക്കണോമി ലേറ്റർ. ഓക്കെ, അതാണ് ബംഗാൾ ഫെമൈനൊക്കെ കാരണമാകുന്നത്. കംപ്ലീറ്റ് ദാരിദ്ര്യം. കാരണം അവർക്ക് പാരമ്പര്യമായിട്ട് അറിയുന്ന തൊഴിലെന്താണ്? നെയ്ത്താണ്. അപ്പോൾ അത് ചെയ്തിട്ട് ഗുണം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഞംഞമിന് എന്ത് ചെയ്യും? വേറെ വഴിയില്ല. ക്ലിയർ ആയോ? എയ്തർ വേറെ എന്തെങ്കിലും ഓപ്ഷൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ പണ്ട്, പിന്നെ അവർക്കുള്ള ഓപ്ഷൻ അഗ്രികൾച്ചർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതും അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം അവർക്ക് ഭൂമിയോ ബാക്കിയുള്ള സാധനങ്ങളുണ്ടാവില്ല. കുറേ ആളുകൾ എന്ത് ചെയ്യും? പട്ടിണി നടക്കും. കാരണം ഓർഡർ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ബംഗാൾ ഫെമൈനിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പട്ടിണി കിടന്ന് മരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ പോളിസിയാണ്. ഓക്കെ, സോ എവിടുന്നാണ് തുടങ്ങുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ആളുകളുടെ നീഡിന് വേണ്ടിയിട്ടല്ല. അതായത് പ്രോഡക്ട്സ് 24 മണിക്കൂർ ഇൻഡസ്ട്രി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം വിറ്റഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ മാർക്കറ്റ്സ് വേണം. ദേ ഹാവ് ടു ഫൈൻഡ് മാർക്കറ്റ്സ് അല്ലേ? അതേപോലെ തന്നെ ഡിമാൻഡ്സ് എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മനസ്സിലായോ? ഒരു പോപ്പുലേഷൻ വാങ്ങിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് ഫോഴ്സ് ചെയ്ത് വാങ്ങിപ്പിക്കണം. ക്ലിയർ ആയി ഞാൻ പറയുന്നത്? ഓക്കെ അല്ലേ? ആവശ്യത്തിന് മാത്രമല്ല ഉണ്ടാക്കുന്നത്. മിഷൻ വാങ്ങി വെച്ചിരിക്കുമല്ലേ? അപ്പോൾ 24 മണിക്കൂർ ആ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന യൂണിറ്റിന് 24 അവേഴ്സും പ്രോഡക്ട്സ് പുറത്തു പോകുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലിയർ ആയോ? പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ഇത് വിറ്റഴിക്കണ്ടേ? വിറ്റഴിക്കാൻ ഒരു മാർക്കറ്റ് വേണ്ടേ? ആ മാർക്കറ്റാണ് ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യ ഗ്രാജുവലി ബിക്കെയിം ദ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫോറിൻ ഗുഡ്സ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അറിയോ? ഓക്കെ, റോ മെറ്റീരിയൽ നമ്മൾ സപ്ലൈ ചെയ്യും, അവർ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഗുഡ് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? അങ്ങനെ അവരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ക്ലിയർ? സോ ഇതാണ് ഐഡിയ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ബ്രിട്ടനിലാണ് തുടങ്ങുന്നത് സ്റ്റീം എഞ്ചിൻ വരുന്നത്. ഓക്കെ, സ്റ്റീം എഞ്ചിൻ വരുന്നത്. അപ്പോൾ അയേൺ, സ്റ്റീൽ അതുപോലുള്ള സാധനങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതും എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ബ്ലസ്ഡ് ആണ് അവിടെ. അപ്പോൾ ബ്രിട്ടൻ ഒരു എക്കണോമിക് പവർ കൂടിയായിട്ട് എന്ത് ചെയ്തു? മാറുകയാണ്. അപ്പോൾ ആളായും പൈസയായും ബ്രിട്ടനെ വെല്ലുന്ന ഒരു പവർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ലോകത്ത് എന്തല്ല നടക്കുന്ന കാര്യമല്ല. ആ സമയത്ത് അവരാണെന്ത്? ടോപ്പ് ക്ലാസ്. ഓക്കെ, ടെക്നിക്കലി എല്ലാ എക്കണോമിക്കലി എല്ലാം കൊണ്ടും. അപ്പോൾ അതിനെയാണ് ആര് ഫൈറ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ 3 അണ്ണന്മാർ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത്?
ഫൈറ്റ് ചെയ്യുന്നത്. പോസിബിൾ ആണോ? അല്ല. റിസൾട്ട് എന്ത് ചെയ്യുന്നു? ഊഹിച്ച റിസൾട്ട് തന്നെയാണ് എന്താണ്? ബക്സറിൽ പൊട്ടി. ക്ലിയർ. 1764 എന്ത് ചെയ്തു? ബക്സർ നടന്നു. ആൻഡ് ഇംഗ്ലീഷ് ഫോഴ്സസ് ഡിഫീറ്റഡ് ദി അലയൻസ് ഓഫ് കാസിം, ഷുജൗദൗള ആൻഡ് ഷാല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഹെക്ടർ മുൺറോൺ അതിനെ എന്ത് ചെയ്യുന്നത്? കമാൻഡർഷിപ്പിലേക്ക് വരുന്നത്. സോ October 22 കാര്യങ്ങൾ തീരുമാനമായി. അടുത്ത തന്നെ എന്ത് ചെയ്തു? ഒരു ട്രീറ്റി ഒപ്പുവെപ്പിച്ചു മിർ കാസിമിനോട്, ട്രീറ്റി ഓഫ് അലഹബാദ്. അപ്പോൾ ട്രീറ്റി കമ്മിങ് അണ്ടർ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് എന്താണ്? അലിനഗറാണ്. ഇതെന്താണ്? അലഹബാദാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. 2 treaties ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടുന്നൊക്കെ എന്ത് ചെയ്യും? കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ചിലപ്പോൾ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ട്രീറ്റി ഓഫ് അലഹബാദ് ഈസ് റിലേറ്റഡ് ടു ബാറ്റിൽ ഓഫ് ബക്സർ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഞാനിങ്ങനെ സ്പീഡായിട്ട് പറയുന്നതുകൊണ്ടേ, ബിക്കോസ് എനിക്കിത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കയറി കഴിഞ്ഞു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആണല്ലോ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഞാൻ ഇത്രയും ഫ്ലോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഉണ്ടോ? പിക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഒന്നുമില്ലല്ലോ. സെറ്റല്ലേ? ഓക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുവിധം കണ്ടിന്യൂറ്റിയിലാണ് പോകുന്നത്, സ്കാറ്റേർഡ് അല്ലല്ലോ. ഞാനൊരു ഇവൻറ്റിൽ സ്കാറ്റേർഡായി പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും കണക്ഷൻ ലിങ്ക് ഇട്ടിട്ടേ പോവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? ഹിസ്റ്ററി സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ശരി. ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന വെറുക്കുന്ന സബ്ജക്റ്റാണ്. ബിക്കോസ് ലോട്ട് ഓഫ് ഫാക്ട്സ് ആർ ദർ, യു ഹാവ് ടു റിമെമ്പർ എ ലോട്ട്. മനസ്സിലായില്ലേ? പക്ഷെ അത് പഠിക്കേണ്ട പോലെ എന്ത് ചെയ്യണം? പഠിച്ചാൽ പരിപാടി തീർന്നു, അല്ലെങ്കിൽ എന്താവും? പണിയാവും. ഓക്കെ. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇമ്പാക്ട് ഓഫ് ബാറ്റിൽ ഓഫ് ബക്സർ. ഇമ്പാക്ട് എന്താ? ഇമ്പാക്ട് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. എന്താ? എവിടെയാ പഠിച്ചേ? മുഗൾ ഡിക്ലൈനിൽ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് 1765 എന്ത് ചെയ്തു? ഒരു ബമ്പർ അടിച്ച്. എന്താണ് അതിൻ്റെ പേരാണെന്ത്? ദിവാനി റൈറ്റ്സ്. ദിവാനി റൈറ്റ്സ് എവിടത്തേക്ക് ദിവാനി റൈറ്റ്സാ? ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ബംഗാൾ, ഒറീസ ആൻഡ് ബീഹാർ. BOB എന്ന് വെച്ചോ, ബംഗാൾ, ഒറീസ, ബീഹാർ. ഓക്കെ. സോ അപ്പം എന്ത് ചെയ്തു? ഈ 3 സ്ഥലത്തുനിന്നും ടാക്സ് പിരിക്കാനുള്ള റൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ബക്സർ കഴിഞ്ഞപ്പോൾ എവിടുന്ന് കിട്ടിയത്? ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത്. ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? ഓക്കെ. അതിനെയാണ് എന്ത് പറയുക? ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു നിൽക്ക് ഇത് പോരാ. ഓക്കെ, വേറൊരു പരിപാടി ചെയ്യണം. മിർ കാസിം നമ്മൾ അപ്പോയിന്റ് ചെയ്തു. മിർ കാസിം എന്ത് ചെയ്തു? നമുക്ക് നേരെ തിരിഞ്ഞു. ഇപ്പോൾ അടുത്ത ആൾ അപ്പോയിന്റ് ചെയ്താലും എന്തായിരിക്കും? സെയിം റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പപ്പറ്റുകളെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. പൊതുവേ നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ട്രേഡ് എന്താവും? കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഇവന്മാരുടെ അടിക്കി നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഒരു കാര്യം ചെയ്യും, നവാബ് ഇവിടെ നവാബിൻ്റെ ജോലി ചെയ്തോട്ടെ, അപ്പം അയാളുടെ ഈ അധികാര പരിധി നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ. സോ ദേ ഇൻട്രൊഡ്യൂസ്ഡ് എ പോളിസി ഓഫ് ഡുവൽ ഗവൺമെൻറ്. ഇത് ഓൾറെഡി ഉള്ളതാണ്, ഒന്നും കൂടെ എന്ത് ചെയ്തു? നല്ല ഫൈറ്റ് ഉണ്ടാക്കി വീണ്ടും കൊണ്ടുവന്നു. റോബർട്ട് ക്ലൈവ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഐഡിയ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഹി വാസ് ദ ഗവർണർ ഓഫ് ബംഗാൾ ഡ്യൂറിങ് 1765. റോബർട്ട് ക്ലൈവ് വീണ്ടും കമാൻഡർഷിപ്പ് പോയിട്ട് ബംഗാൾ ഗവർണറായിട്ട് ഇവിടെ തിരിച്ചു വരികയാണ് ബക്സറിന് ശേഷം. ക്ലിയർ ആയോ? നമുക്കൊരു പരിപാടി ചെയ്യാം, ഡുവൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇതാണ് രാജസദസ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ രാജാവ് ഇരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഒരാളെ അവിടെ ഇരുത്തും, സൈഡിൽ ടേബിൾ ഇട്ട് ഒരു ബുക്കും കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഇരുത്തും. അപ്പോൾ ആരെല്ലാം രാജാവിനെ കാണാൻ വരുന്നുണ്ട്, എന്തെല്ലാം പോകുന്നുണ്ട്, ഏതൊക്കെ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, ഇതെല്ലാം പിന്നെ ഇരുന്ന് എന്ത് ചെയ്യും? നിയമസഭയിൽ ചേച്ചിമാരിരുന്ന് നിയമസഭയിലെ പ്രസംഗങ്ങൾ ഇങ്ങനെ ഷോർട്ട് ഹാൻഡിൽ എഴുതിക്കൊണ്ടിരിക്കും. 4-5 പേര് നിരന്നിരുന്നിട്ട് അതുപോലെ എന്ത് ചെയ്യാണ്? അപ്പോൾ നടക്കുന്ന ഇവൻസ് ഒക്കെ എന്ത് ചെയ്യും? എഴുതിക്കൊണ്ടേയിരിക്കും. വാട്ട് എവർ ഹാപ്പൻസ് ഇൻസൈഡ് ദ കോർട്ട് ഓഫ് ദി നവാബ് വിൽ ബി നോട്ടഡ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി സെൻഡ് ആസ് എ റിപ്പോർട്ട് ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൻഡ് ദ കമ്പനി. ക്ലിയർ ആയോ? അപ്പോൾ എല്ലാം റെക്കോർഡിക്കലായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ഈച്ച പറന്നു കഴിഞ്ഞാൽ ഈച്ച ഇതാ പറന്നു. മനസ്സിലായോ? അതടക്കം എന്ത് ചെയ്യും? ദാറ്റ് മീൻസ് അത്രയും മൈന്യൂട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോട്ട് ചെയ്യുന്നത്. അയാളെ പറയുന്ന ബ്രിട്ടീഷ് റെസിഡന്റ് എന്നാണ്. എന്താ പറയുന്നത്? ബ്രിട്ടീഷ് റെസിഡന്റ്. സോ ദേ വിൽ അപ്പോയിന്റ് എ ബ്രിട്ടീഷ് റെസിഡന്റ് ഇൻ ദ കോർട്ട് ഓഫ് ബംഗാൾ നവാബ്. അപ്പോൾ അയാൾ അവിടെ ഇരിക്കും, ഏജന്റ് ഓഫ് ബ്രിട്ടീഷ്. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്തു? 2 തരം റൈറ്റ്സ് ആണ്. അപ്പോൾ ഒന്ന്, റവന്യൂ കളക്ഷൻ ആരേറ്റെടുക്കും? കമ്പനി ഏറ്റെടുക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഞങ്ങൾ ചെയ്തോളാം, ടാക്സ് ഞങ്ങൾ എന്ത് ചെയ്തോളാം, പിരിച്ചോളാം, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബുദ്ധിമുട്ടണ്ട, ടാക്സ് നമ്മൾ പിരിച്ചോളാം, അതിന് ആളുകളുണ്ട്. ആൻഡ് ദെൻ മേജർ ആയിട്ടുള്ള പോലീസ് ജുഡീഷ്യൽ ഫങ്ഷൻസും ആര് ചെയ്തോളാം? നമ്മൾ ചെയ്തോളാം. ഓക്കെ, ക്ലിയർ ആയോ? വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ മേജർ ആയിട്ടുള്ള ജുഡീഷ്യൽ ഫങ്ഷൻസ് ആൻഡ്
പോലീസ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നിസാമത്ത് റൈറ്റ്സ് ആൻഡ് ദിവാനി റൈറ്റ്സ് എന്ന് പറയും. ദാറ്റ് വി വിൽ ടേക്ക് കെയർ. ഓക്കെ, അപ്പൊ റൂളർ എന്തിനാണ് സർ? റൂളർ എന്തിനാണ്? ഓക്കെ സാർ, എൻ്റെ മോഷണം പോയി, മറ്റേവിടെ അതിർത്തി പ്രശ്നം, പാടത്ത് വെള്ളം വരുന്നില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ലോക്കൽ പ്രശ്നങ്ങൾ, അതിൽ റൂളർ ഇടപെട്ടോട്ടെ. ഓക്കെ, അപ്പൊ ജനങ്ങളുടെ മുന്നിൽ രാജാവ് ആരായിരിക്കും? അവരൊരു പ്രശ്നം പറഞ്ഞു വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്ന ആരായിരിക്കും? സോ ഇന്റേണൽ അഫയേഴ്സ് ഓർ ഇന്റേണൽ ഇഷ്യൂസ് വിൽ ബി സെറ്റിൽഡ് ബൈ. അപ്പം രാജാവുണ്ടോ? അല്ല, ഞാൻ പോയപ്പോൾ ആളവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാം സോൾവ് ചെയ്തത്, കുഴപ്പമൊന്നുമില്ലല്ലോ. ടാക്സ് പിരിക്കുന്ന ആരായിരിക്കും? കമ്പനി. ആരെ വെച്ചിട്ടായിരിക്കും? ഇന്ത്യയിലെ ജമീന്ദാർ എന്ന് പറഞ്ഞ സെക്ട് ഉണ്ട്, അവരെ വെച്ച് എന്ത് ചെയ്യും? ടാക്സ് പിരിക്കും. കാരണം ഇവർക്ക് ഡയറക്റ്റായി പോയി ടാക്സ് പിരിക്കാൻ പറഞ്ഞ് ആരാണെന്ന് ചോദിക്കും. കാരണം എന്താണ്? എവിടുന്ന് വന്ന ആളുകൾ ടാക്സ് പിരിക്കാൻ വരുന്നത്? ദേ കനോട്ട് അക്സെപ്റ്റ്. അപ്പോൾ ഒരു റെബിലിയൻ ഉണ്ടാവുന്ന ടെൻഡൻസി ഉണ്ടാവും. ജനങ്ങൾ പുറത്തു നിന്നുള്ള ടാക്സ് പിരിക്കുന്നു പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതോറിറ്റി ഇനീഷ്യലി അക്സെപ്റ്റ് ചെയ്യില്ല, ഗ്രാജുവലി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ജമീന്ദാസിനെ കൊണ്ടുപോയി ടാക്സ് പിരിപ്പിക്കുക. ഓക്കെ, പോലീസ് ആൻഡ് ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? രാജാവിൻ്റെ വോട്ടിന് വേണ്ടി നമ്മൾ തന്നെ എന്ത് ചെയ്യും? ക്ലിയർ ആയോ? ആർമി വേണ്ട സ്ഥലത്ത് ആർമി എന്ത് ചെയ്യും? കൊടുക്കും, സപ്ലൈ ചെയ്യും, ടെറിട്ടറിയെ പ്രൊട്ടക്ട് ചെയ്യും. പുറത്തുനിന്ന് വേറെ ബ്രിട്ടീഷ് അല്ലാതെ വേറെ ആരും വരുകയില്ല. ക്ലിയർ ആയോ? ഇതാണ് എന്ത്? ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ക്ലൈവ്. ലേറ്റർ ഇറ്റ് വാസ് അബോളിഷ്ഡ് ബൈ വാരൻ ഹാസ്റ്റിങ്സ്. ക്ലിയർ ആയോ? ഓക്കെ, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ക്ലൈവ്. ഓൾ ഓക്കെ? ക്ലിയർ? സെറ്റ് അല്ലേ? മറക്കോ? സോ ഡുവൽ ഗവർണൻസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, സോ ലേറ്റർ അത് എൻഡഡ് ചെയ്തത് 1772 എൻഡഡ് ആയത് വാരൻ ഹാസ്റ്റിങ്സിൻ്റെ പീരീഡിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ എന്തായി? അപ്പോൾ മുഗൾ എംപയറിൻ്റെ നിന്നും കുറേ സാധനങ്ങൾ എന്ത് ചെയ്തു? ഇവർക്ക് കിട്ടി. അപ്പോൾ അതിലെന്ത് ചെയ്തു? ഈ ദിവാനി റൈറ്റ്സ് ഒരു വൺ ഓഫ് ദി മേജർ സാധനമാണ്. കളക്ഷൻ, ബ്രിട്ടീഷ് റവന്യൂ കളക്ഷൻ റൈറ്റ്സ്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് റിസൾട്ട്? ഇവിടുന്ന് മാക്സിമം അടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അവധിലെ നവാബ് എന്താ കൊടുത്തത്? ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ചെയ്തോ അവധിൽ. അവധൊരു വലിയ മാർക്കറ്റാണ്. എപ്പോഴും ബ്രിട്ടീഷുകാർക്ക് ഒരു കണ്ണ് അവധിലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ UP ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബഫർ. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഇൻവേഷൻസ് തടയാനായിട്ടുള്ള ഒരു ബഫറായിട്ട് അവധിനെ ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും അവധിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. കാരണം അവരുടെ ക്ലോത്തിനൊക്കെ കുറച്ചുകൂടെ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ നല്ലൊരു മാർക്കറ്റാണ്. ദാറ്റ് ഈസ് ദ തിങ്. ഇപ്പോൾ ഇവിടെ 1765 ആണ്, 1965 അല്ല. ഓക്കെ, ട്രീറ്റി ഓഫ് അലഹബാദ് ended the battle of Buxar. Which treaty ended the battle of Buxar? Ended with the battle of Buxar. Treaty of Allahabad. Okay അല്ലേ? ഓക്കെ, ഈ ക്ലാരിറ്റി എല്ലാം അറിയണം, തല്ലിക്കൊന്നാലും മറക്കരുത്. ഓക്കെ, അപ്പോൾ അമ്മാര് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പ്രിലിംസിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നോളജിലുള്ള കോൺഫിഡൻസ് ആണ്. നോളജിൽ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നോളജിലോ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കിലോ നമുക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാരിറ്റി ഈസ് എ മസ്റ്റ് തിങ്. ക്ലാരിറ്റി കൂടുന്തോറും ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? സെക്കൻഡ് തോട്ട് എടുക്കേണ്ടി വരില്ല. അല്ലാത്തവൻ എന്ത് ചെയ്യും? ആലോചിക്കും, കൺഫ്യൂസ് ആവും, ഫിയർ ഉണ്ടാവും. ക്ലാരിറ്റി എപ്പോഴും എന്ത് ചെയ്യണം? വേണം. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അത് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഈസി ആയിട്ട് എന്ത് ചെയ്യാം? അപ്പം 100ൽ 100 ക്വസ്റ്റ്യൻ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം ബിക്കോസ് എപ്പോഴും അറിയാത്തൊരു സ്കോപ്പ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് എവിടുന്നും അറിയാത്ത ഏതെങ്കിലും ഒരു മുക്കുന്ന മൂലം കൊണ്ടുവന്നിട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സബ്ജക്ട് എക്സ്പെർട്ടാണ്, ബട്ട് എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എവിടുന്നെങ്കിലും ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഇതിൽ കമാൻഡർഷിപ്പിൽ ഉണ്ടായിരുന്ന മറ്റാളാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ക്ലിയർ ആയോ? അത് മൈസൂരിയൻ ലോക്കൽ ഹിസ്റ്ററിയാണ്, നമുക്കത് അറിഞ്ഞൂടല്ല. അപ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് അടിക്കാൻ പറ്റും. കോമ്പറ്റീഷൻ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ശരിയാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. അപ്പോൾ ഡീസൻറ്റ് എമൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ശരിയാക്കാം. മനസ്സിലായി? എല്ലാവരും ശരിയാക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്. അപ്പം ഡീസൻറ്റ് പ്രിപ്പറേഷൻ, കോമ്പറ്റീഷൻ ഓഫർ ചെയ്യുന്ന പ്രിപ്പറേഷൻ നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത്രയും സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് സ്കോർ കൺവേർട്ട് ആവും. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷനിൽ 15,000 പേര് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് നമ്മളുണ്ടാവും. ബിക്കോസ് ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കില്ലുള്ള എക്സാം അടിക്കാൻ പറ്റിയ ആളുകളായിരിക്കും എന്ത് ചെയ്യുക? കയറുക. അപ്പോൾ ഒബിയസ്ലി എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്വാളിഫൈഡ് ആവും. മനസ്സിലായി? പിന്നെ ലോജിക്ക് എന്ന് പറയുന്നില്ലേ, ഈ ലോജിക്ക് ഡിറൈവ് ചെയ്യുന്നത് നമ്മുടെ നോളജിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ PhD ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? അപ്പോൾ കോമ്പറ്റീഷൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഡീസൻറ്റ് പ്രിപ്പറേഷൻ നമുക്ക് ഓഫർ ചെയ്യാനേ പറ്റുള്ളൂ.
സ്കിൽസ് അക്വയർ ചെയ്യാനേ പറ്റുള്ളൂ. ഒരിക്കലും സബ്ജക്റ്റിനെ PhD ചെയ്ത് മാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ക്ലിയർ ആയോ? അപ്പം നമുക്ക് ഉള്ള കാര്യം വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് നോക്കുക. അപ്പോൾ അതിനൊക്കെ കൺവേർഷൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എന്ത് ചെയ്യും, മാറും. ക്ലിയർ ആയോ? ഇതിൻ്റെയൊക്കെ സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു തരും. ക്ലിയർ ആയോ? UPSC എന്ന് പറഞ്ഞാൽ UPSC ഇടുന്ന എല്ലാ പേപ്പറും പഠിക്കണം. CAPFൻ്റെ ക്വസ്റ്റ്യൻ, CISFൻ്റെ ക്വസ്റ്റ്യൻ, അതിനൊക്കെ എന്ത് ചെയ്യും, ഓപ്ഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻ ആയി മാറും. ക്ലിയർ ആയോ? അപ്പോൾ അതൊക്കെ നമ്മൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് സെറ്റാക്കിയിട്ട് പോകണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, തലവേദന ആവാതെ പോവുക. 20 ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് വന്നത്. 60 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് എന്നാണ്. ആദ്യമായിട്ടാണ് UPSC ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ദിസ് പേപ്പർ വാസ് ഡെലിബറേറ്റ്ലി മെയ്ഡ് ടഫ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡീസൻറ്റ് പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ഒരു ഡീസൻറ്റ് സ്കോറിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. മനസ്സിലായോ? എല്ലാവർക്കും 0 കിട്ടി, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയാൽ നിങ്ങളതിലെ ടോപ്പർ. അപ്പോൾ ഒരു റിലേറ്റിവിറ്റി ഉണ്ട് അതിൽ. മനസ്സിലായോ? തമ്മിൽ ഭേദം ആരാണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കഷ്ടമാണ്. പക്ഷെ അതിൽ ബെറ്റർ ആ റിസ്ക് എടുത്ത് പെർഫോം ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക, കയറുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 100 വാങ്ങിക്കുക, 200 വാങ്ങിക്കുന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ പ്രിലിംസ് ക്വാളിഫയിങ് ആണ്. മറ്റേതിന് പിന്നെ അധ്വാനമാണ്. അതിൽ യാതൊരു ഗിമ്മിക്കും പരിപാടിയും പ്രിലിംസിനെ പോലെ നടക്കില്ല. എഴുത്ത് തന്നെയാണ്, എഴുത്ത് സ്കില്ലാണ്. ഓക്കെ, അത് എഴുതി തന്നെ സെറ്റ് ആവുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അത് ഒരു പരിപാടി നടക്കില്ല. എത്ര ടാക്ടിക്സ് ഉപയോഗിച്ചാലും മെയിൻസ് എഴുത്ത് അറിയാതെ പരിപാടി നടക്കില്ല. റിയൽ ടെസ്റ്റ്, അതുകൊണ്ടാണ് ഇപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ആക്കി തന്നെ അത് നിലനിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, റിയൽ ടെസ്റ്റ് ഓഫ് നോളേജ് വിൽ അത് മാറ്റുരയ്ക്കപ്പെടും അവിടെ. അതിന് കണ്ടന്റ് വേണം, ബേസിക് മിനിമം കണ്ടന്റ് വേണം, അല്ലാതെ എഴുതാൻ പറ്റില്ല, പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒരു ഡെപ്പിക്ഷൻ നോക്കുക. എന്താണ് ഒന്നുകൂടെ ഒന്ന് നോക്കുക. എന്താണ് മിർ കാസിം? ഓക്കെ, അപ്പോൾ എന്താണ് വേഴ്സസ് കറപ്ഷൻ ആൻഡ് മിസ്യൂസ് ഓഫ് ദസ്തക്സ്. മിർ കാസിം എന്ത് ചെയ്തു, കറപ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, ദസ്തക്ക് മിസ്യൂസ് ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പനിയുടെ ദസ്തക്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ മിസ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടാക്സ് ലോസ് ആർക്കാണ് വരുന്നത്, നവാബിനാണ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, ഇപ്പോൾ ഗവർണർ ഓഫ് ബീഹാർ, ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷേഴ്സ് പാറ്റ്നയിൽ എന്ത് ചെയ്യുന്നു, അവരെ ബാക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് മിർ കാസിമിന് എന്ത് ചെയ്യുന്നു, മിർ കാസിമിൻ്റെ അതോറിറ്റിയെ ഡിഫൈ ചെയ്യാണ് ഈസിലി. കാരണം ചോദിച്ചിട്ട് എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. ക്ലിയർ ആയോ? ദാറ്റ് മീൻസ് അക്കൗണ്ട്സ് എന്ത് ചെയ്തില്ല, കൊടുക്കാനായിട്ട് തയ്യാറായില്ല. സോ അപ്പം എന്ത് ചെയ്തു, പുള്ളി 3 ആൾ ചേർന്ന അലയൻസ് എന്ത് ചെയ്യുന്നു, വരുന്നു. കാസിം, ഷുജാഉദ്ദൗള, ഷാ ആലം, 3 അലയൻസ് എഗെയിൻസ്റ്റ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, അണ്ടർ ഹെക്ടർ മൺറോ. ഹാപ്പൻഡ് ഇൻ October 22nd, 1764. Date is not important, but year is important. ഓക്കെ, സോ എന്താണ് ലോക്കൽ ഡിസ്കണ്ടന്റ് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ. പാവപ്പെട്ട ആളുകൾക്കാണ് ടാക്സ് എന്ത് ചെയ്യുന്നത്, വന്ന് വീഴുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബാറ്റിൽ നടക്കുന്നു. എന്താണ് റിസൾട്ട്, എന്താണ് ഈ 3 ടീംസും എന്തായി, തോറ്റുപോയി. അത് ഏത് ട്രീറ്റിയിലേക്ക് വന്നു, ട്രീറ്റി ഓഫ് അലഹബാദ്. അത്രേ ഉള്ളൂ. 3 ഇരുത്തി സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതേ സാധനം തന്നെയാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ നോക്കുക, ഞാൻ ചെറിയൊരു ഡെപ്പിക്ഷൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാത്തൊരു സാധനം ഉണ്ടാവില്ല. ഇതിലാകെ നിങ്ങൾക്ക് ഉള്ളത് ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം ഒരു ഡുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അവിടെ വരുന്നുണ്ട്. പിന്നീട് അത് എൻഡ് ചെയ്യുന്നത് വേറെ നഴ്സിംഗ്സ് ആണ്. അപ്പോൾ ഡുവൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, റവന്യൂ കളക്ഷനും പോലീസ് ജുഡീഷ്യൽ ഫംഗ്ഷൻസും എന്ത് ചെയ്യുന്നു, ഒരാളെ ഏറ്റെടുക്കും. ബാക്കി ലോക്കൽ അഫയേഴ്സ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു, കിങ് ഹാൻഡിൽ ചെയ്യും. റവന്യൂ കളക്ഷൻ പരിപാടികളൊക്കെ ആര് ഹാൻഡിൽ ചെയ്യും, ബ്രിട്ടീഷേഴ്സ് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ബംഗാൾ എന്ത് ചെയ്തു, ആരുടെ കയ്യിലായി, ഓക്കെ അല്ലേ? അടുത്തത് മൈസൂർ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നോട്ട്സിന് പകരം എൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു A4 ഷീറ്റോ 2 A4 ഷീറ്റോ എടുക്കുക. ഓക്കെ, റഫ് പേപ്പർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം, ഫുള്ള് ഞാൻ പറയുന്ന എല്ലാം എഴുതിയെടുക്കരുത്. ഓക്കെ, ബട്ട് അതിൽ കീ വേർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ട്രീറ്റി ഓഫ് അലഹബാദ്, ബാറ്റിൽ ഓഫ് ബക്സർ 1764. ഓക്കെ, ഹെക്ടർ മുൺറോ. വെറുതെ പേരെന്ത് ചെയ്യുക, എഴുതിയിട്ട് പോകണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമ്മുടെ കണ്ണും കാതും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൈയും കൂടെ എന്ത് ചെയ്യുക, അപ്പോൾ ഒന്ന് കോർഡിനേറ്റ് ആകുമ്പോൾ ഡബിൾ പവർ എന്ത് ചെയ്യും, റിട്ടൻഷൻ എന്ത് ചെയ്യും, കൂടും. ക്ലിയർ ആയോ? ഓക്കെ, സെൻസസ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണും കാതും മാത്രമല്ലേ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുള്ളൂ. ചെറുതായിട്ട് കീവേഡ്സ് മാത്രം എഴുതുക, പറയുന്ന എല്ലാം അപ്പാടെ എഴുതി വെക്കരുത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്യുന്ന സാധനങ്ങൾ മാത്രം കീവേഡ്സ് ആയിട്ട് എഴുതുക. എന്നിട്ട് ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ഒന്ന് നോക്കുക, അന്ന് ഇതൊക്കെ പഠിച്ചു, എന്താ ഇപ്പോൾ പറഞ്ഞു പുള്ളി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം,
ജസ്റ്റ് റീകളക്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ തരുന്ന സംഭവം എന്ത് ചെയ്യണം? നോക്കണം. അതായത് നിങ്ങളുടെ ബ്രെയിൻ ആദ്യം ഒന്ന് അധ്വാനിക്കണം. എന്നാൽ മാത്രമേ അതിൽ ഗ്യാപ്പുകൾ ഉണ്ടാവുള്ളൂ. ഇൻഫർമേഷൻ ഗ്യാപ്സ് ഉണ്ടാവും. ആദ്യം തന്നെ എല്ലാം റീകളക്ട് ചെയ്യാൻ പറ്റില്ല. കുറേ ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ ഗ്യാപ്പിനെ പിന്നീട് കറക്റ്റ് കണ്ടന്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം. അപ്പോൾ അത് സോളിഡായിട്ട് എന്ത് ചെയ്യും? സബ് കോൺഷ്യസിൽ കിടക്കും. അല്ലെങ്കിൽ എന്താവും? വീണ്ടും 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 പണിയെടുക്കണം. ഓർമ്മയിൽ നിൽക്കില്ല. ക്ലിയറായോ? ഓക്കെ, മനസ്സിലായോ? പഠിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല. നമുക്കതിൽ റിസൾട്ട് ഉണ്ടാവണം. ഓക്കെ, മൈസൂർ. ദ നെക്സ്റ്റ് പവർഫുൾ കിങ്ഡം ഈസ് മൈസൂർ. So here 1565 a battle happened called as Battle of Talikota. വിജയനഗര സാമ്രാജ്യം അറിയോ? അവിടെ കർണാടക ബേസ്ഡ് ആയിട്ടുള്ള മൈസൂർ ബേസ്ഡ് റൂളേഴ്സാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഈ ഒരു ബാറ്റിൽ എന്ത് ചെയ്യും? അവരുടെ കിങ്ഡം തീർന്നു. ക്ലിയർ ആയോ? പവർഫുൾ കിങ്ഡം ആയിരുന്നു. ബാറ്റിൽ ഓഫ് തളിക്കോട്ടയോടുകൂടി എന്ത് ചെയ്തു? ഏകദേശം തീരുകയാണ്. ഓക്കെ, ദെൻ ലേറ്റർ അതിനുശേഷം ഒരു വൊഡയാർ എന്ന് പറയുന്ന ഒരു ഹിന്ദു കിങ്ഡം ആണ് എന്ത് ചെയ്യുന്നത്. ഇത് ഹിന്ദു കിങ്ഡം തന്നെയാണ്. ഇപ്പോൾ കൃഷ്ണരാജ് കൃഷ്ണദേവരായ എന്ന് പറയുന്ന ഹിന്ദു കിങ്ഡം തന്നെയാണ്. പക്ഷേ ലേറ്റർ അവർക്ക് ശേഷം വരുന്ന കുറച്ച് വീക്ക് റൂളേഴ്സ് ആണ്. 1612 ഒക്കെ ആകുമ്പോഴത്തേക്കും വൊഡയാർ ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. 1612 ഒക്കെ ആകുമ്പോഴത്തേക്കും വൊഡയാർസ്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ എഴുതണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ല, മിഡീവലിൽ പഠിക്കും. ബട്ട് ഇവൺ ദോ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തത് മാത്രം. അപ്പോൾ വൊഡയാസ് എന്ന് പറയുന്നത് ഹിന്ദു റൂളേഴ്സാണ്. വൊഡയാസ് നിങ്ങൾ അറിയില്ലേ? മൈസൂരിൽ ദസറയ്ക്ക് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടൊരു രാജാവ് വരുന്നില്ലേ? കണ്ടിട്ടുണ്ടോ? പ്രൊസഷനിലൊക്കെ കണ്ടിട്ടുണ്ടോ? ദസറയ്ക്ക് വരുമല്ലോ. ഓക്കെ, അപ്പോൾ അയാളാണെന്ത്? വൊഡയാർ ഡൈനാസ്റ്റിയുടെ അവസാന കണ്ണിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ലീനിയേജ് അവിടെ ഉണ്ട് മൈസൂർ പാലസിൽ. അപ്പോൾ വൊഡയാർസ് ആണെന്ത് ചെയ്യുന്നു? റൂളേഴ്സ് ആയിരുന്നു. ഈ മൈസൂരിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൈസൂരിന് എപ്പോഴും ത്രെട്ട് ഉണ്ട്. ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് മറാത്താസ് ഉണ്ട്, തൊട്ടടുത്ത് ഹൈദരാബാദ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്. ഇവിടുന്ന് എപ്പോഴും അടി കിട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴും വാറ് സ്ഥിരമാണ്. ഇന്ത്യയിൽ സ്വാഭാവികം യൂണിറ്റി ഇല്ലല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാറ് വരും. വാറ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് മൈസൂർ ഭയങ്കര വീക്കാവും. ഓക്കെ, മൈസൂരിന് നല്ലൊരു റൂളറിൻ്റെ ഗ്യാപ്പ് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മൈസൂർ ആർമിയിൽ വർക്ക് ചെയ്ത ഒരാളുണ്ട്. അയാളുടെ പേര് ഹൈദർ അലി എന്നാണ്, ടിപ്പുവിൻ്റെ ഫാദർ. ഓക്കെ, ഹി വാസ് എ ബ്രില്യൻ കമാൻഡർ. ഭയങ്കരമായിട്ടുള്ള സ്കില്ലാണ്. എഴുത്തും വായനയൊന്നും അറിയില്ല, ബേസിക് ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല. ബട്ട് അയാളുടെ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ സ്കില്ലും ഡിപ്ലോമാറ്റിക് സ്കില്ലും സ്ട്രാറ്റജിക് സ്കില്ലും വളരെ ഷാർപ്പാണ്. ക്ലിയർ ആയോ? ആൾ മിലിറ്ററിയിലെ എന്ത് ചെയ്യുന്നു? ഒരു ഹോഴ്സ്മാനായിട്ട്, കുതിരക്കാരനായിട്ട് തുടങ്ങി മെല്ലെ മെല്ലെ കയറി ചീഫ് കമാൻഡർ ആയതാണ് മൈസൂരിൻ്റെ. അപ്പോൾ അയാളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും? റൂള് വരും. കാരണം ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദി ടെറിട്ടറി അയാൾ ഏറ്റെടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്? മൈസൂരിന്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ മൈസൂർ ഹൈദർ അലിയുടെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മൈസൂരിൽ ബ്രിട്ടീഷുകാർക്ക് പ്രശ്നം? ഒന്നാമത്തെ കാര്യം, മൈസൂരിന് ഫ്രഞ്ചുകാരായിട്ട് ഭയങ്കര കമ്പനിയാണ്. മനസ്സിലായോ? ഫ്രഞ്ച് എന്ന് പറയുന്നത് ഓൾ വെതർ ഫ്രണ്ടാണ്. എല്ലാ പ്രശ്നത്തിലും മൈസൂരിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന വിശ്വസ്തനായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ആര്? ഫ്രഞ്ച്. ഓക്കെ, ഈ കൂട്ടുകെട്ട് ഒരു ഡെഡ്ലി കോംബോ ആണെന്ത്? മൈസൂർ പ്ലസ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈസൂറിൻ്റെ അടുത്ത് വെക്കുന്ന മദ്രാസിന് അത് എന്ത് ചെയ്യുന്നില്ല? മദ്രാസ് ആരുടെയാ? ബ്രിട്ടീഷുകാരുടെയാണ് അല്ലേ? അതൊരു ത്രെട്ടായിട്ടാണ് ആര് ഫീൽ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മാത്രമല്ല അവിടെ ലീഡർഷിപ്പ് ഹൈദർ അലി, ടിപ്പു പോലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള റൂളേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മൈസൂർ എണ്ണത്തിലാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, ഇവരന്മാർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒന്ന്, മലബാർ കോസ്റ്റ്, നമ്മുടെ മലബാറിൻ്റെ ട്രേഡ് ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ടിപ്പു കുറേ സ്ഥലങ്ങൾ പിടിച്ചിട്ടുണ്ട്, ടിപ്പുവിൻ്റെ പടയോട്ടം. അപ്പോൾ അതിൽ കുറേ മലബാർ കോസ്റ്റൽ ട്രേഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഹൈദറും ടിപ്പു ഒക്കെ പാടെയാണ്. അപ്പോൾ മലബാർ കോസ്റ്റിൻ്റെ സ്പൈസ് ട്രേഡ് ആരുടെ കണ്ണിലുണ്ട്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊരു ടാർഗറ്റ് ചെയ്യുന്നത് അതാണ്, മലബാർ കോസ്റ്റിലെ ട്രേഡ്. ആൻഡ് ഓൾസോ പ്രോക്സിമിറ്റി വിത്ത് ദ ഫ്രഞ്ച്. ഫ്രഞ്ചുകാരായിട്ടുള്ളൊരു അടുപ്പം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് അഡീഷണൽ ബാക്കപ്പ് വരുന്നുണ്ട്. ഇവന്മാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലോക്കൽ ആർമി കംപ്ലീറ്റ്ലി അഴിച്ചു പണിഞ്ഞിട്ട് മോഡേൺ ആയിട്ടുള്ള ആർമിയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഹൈദർ അലിയുടെ കീഴിൽ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആർമിയാണ് എന്ത് ചെയ്യുന്നത്?
ഫ്രഞ്ചിൻ്റെ അത്രയും ഉണ്ടാവുന്നല്ല, പക്ഷെ എന്നാലും ഫ്രഞ്ച് ട്രെയിനിങ് കിട്ടിയ ആർമിയാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. ഈവൻ ദോ യൂറോപ്യൻ ക്വാളിറ്റിയിലേക്ക് വരില്ല എങ്കിൽ പോലും പക്ഷെ എന്ത് ചെയ്യുന്ന ഒരു ത്രെട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യൂറോപ്യൻ ലൈൻസിലാണ് ആർമി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ദിണ്ടുകൾ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ സ്ഥലത്തൊക്കെ ആയുധം ഉണ്ടാക്കാനായിട്ടൊരു ഫാക്ടറി എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷിനെ വെല്ലുന്ന ആയുധങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. പുതിയ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഗ്രേഡ് 1 വെപ്പൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അലോയ്സ്, മെറ്റലർജി, ഇതിലെല്ലാം അഗ്രഗണ്യനാണ് ടിപ്പു. ഓക്കെ, ഉണ്ടാക്കുന്ന വാളടക്കം മറ്റേ ബാഹുബലിയിൽ കട്ടപ്പയ്ക്ക് ഒരു വാൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഇത് ഞങ്ങളുടെ മൂവ്മെൻറ്റിന് പറ്റിയ സാധനമല്ല, ഇത് പോരാ, നിൽക്കില്ല, നമ്മളിവിടെ അടിച്ചു നിൽക്കില്ല, സാധനം കൊണ്ടുപോകാൻ പറയുമ്പോൾ അല്ലേ. അതുപോലത്തെ അലോയ്സ് അല്ലെങ്കിൽ മെറ്റൽ മിക്സ്ചറൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ക്വാളിറ്റി സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മൈസൂറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ മൈസൂർ എന്താണ്, ഒരു ത്രെട്ടാണ്. നാളെ എന്ത് ചെയ്യുന്നു, ഫ്രഞ്ചിനെയും കൂട്ടുപിടിച്ച് മദ്രാസിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു വരവ് അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ബ്രിട്ടീഷിന് അത് പണിയാവും. ഓക്കെ, സോ മൈസൂർസ് പവർ വാസ് ഓൾസോ seen as a threat to the control of English in മദ്രാസ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി മദ്രാസിനെ കുറിച്ച് കുറച്ച് പരിപാടികളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, അല്ല സോറി, ഹൈദറിനെ കുറിച്ച് പരിപാടികൾ എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ ഹൈദർ എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി എന്താണ്, ഒരു ഹോഴ്സ്മാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഹി വാസ് വർക്കിംഗ് അണ്ടർ 2 മേജർ റൂളേഴ്സ്, നങ്കരാജ് ആൻഡ് ദേവരാജ്. ഓക്കെ, സോ വീക്ക് റൂളേഴ്സ്. ബേസിക്കലി ഹി വാസ് ആൻ അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺ ബട്ട് കീൻ ഇൻ ഇന്റലക്ട്. ഓക്കെ, സോ ഫിനാൻഷ്യലി പൊളിറ്റിക്കലി വീക്കായി ആര്, മൈസൂർ എന്ന് പറയുന്ന കിങ്ഡം. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്ന് മറാത്താസും നിസാംസും കയറി നിരങ്ങാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് റൂളറുടെ ഒരു ആവശ്യം എന്ത് ചെയ്തു വന്നു, ദാറ്റ് ഈസ് ഹൈദർ അലി. ഇപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ച് അവിടെ എന്ത് ചെയ്യണം, ഒരു സ്ട്രോങ് ആൾ വരണം. അപ്പോൾ അത് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഹി ബിക്കെയിം ദ റൂളർ ഓഫ് മൈസൂർ ഇൻ 1761. ഓക്കെ, അപ്പോൾ അയാളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആദ്യം ആർമി ഒന്ന് പുതുക്കി, ബിക്കോസ് അതാണുള്ള സെക്യൂരിറ്റി. സോ ട്രെയിൻഡ് ആർമി ട്രൂപ്സ് ഇൻ ദ ലൈൻസ് ഓഫ് യൂറോപ്യൻ ലൈൻസ്, അല്ലേ, യൂറോപ്യൻ ലൈൻസിൽ എന്ത് ചെയ്തു, ട്രെയിൻ ചെയ്തു. ആൻഡ് ദെൻ ടുക്ക് ദ ഹെൽപ്പ് ഓഫ് ഫ്രഞ്ച് ടു സെറ്റപ്പ് എ ആംസ് ഫാക്ടറി അറ്റ് ദിണ്ടുകൽ, തമിഴ്നാട്. ഓക്കെ, ഒരു ആംസ് ഫാക്ടറി എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി ഒരു ആംസ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി തുടങ്ങി. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ മെത്തേഡ്സ് ആണ് കംപ്ലീറ്റ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആൾ വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റിയും മാൻ പവറും എല്ലാം ആരുടെ കയ്യിലുണ്ട്, മൈസൂറിൻ്റെ കയ്യിലും ഉണ്ട്. ക്ലിയർ ആയോ? ഇതാണ്, ഇത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ടിപ്പുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ടിപ്പു വാസ് ദ ചീഫ് കമാൻഡർ ഓഫ് മൈസൂർ ആർമി അണ്ടർ ഹൈദർ അലി. അച്ഛൻ്റെ കീഴിൽ ആർമിയുടെ ഹെഡായിട്ട് നിന്നത് ആരാ, ടിപ്പു സുൽത്താനാണ് എന്ത് ചെയ്യുന്നത്, അച്ഛൻ്റെ കീഴിൽ ചീഫ് കമാൻഡർ ഓഫ് മൈസൂറിയൻ ആർമി ആയിട്ട് എന്ത് നിന്നുണ്ടായിരുന്നു. ഹി വാസ് കോൾഡ് ആസ് ടൈഗർ ഓഫ് മൈസൂർ. ഓക്കെ, പുള്ളി പുലിയുടെ അവിടെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ പൈനിയർ ഓഫ് റോക്കറ്റ് ടെക്നോളജി. അപ്പോൾ അന്ന് കാലത്ത് എന്ത് ചെയ്യുന്നു, പുള്ളി ഒരു മിലിറ്ററി മാനുവൽ ഇറക്കിയിട്ടുണ്ട്. ഹൗ ടു യൂസ് ദീസ് വെപ്പൺസ്, ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഡെഫിനറ്റ്ലി ഡിഫൈൻഡ് ആയിട്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത്, മിലിറ്ററി മാനുവൽ എന്ന് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് റോക്കറ്റ് ടെക്നോളജിയെ കുറിച്ചൊക്കെ പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഫ്രഞ്ചുകാരായിട്ടുള്ള അടുപ്പം. ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്ത് ചെയ്തു, 1789 നടക്കുന്നത്, 1789. അപ്പോൾ അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ജക്കോബൈറ്റ് റൂൾ വരുന്നുണ്ട്, ജക്കോബിയൻസ് ക്ലബ്ബ്, റോബ്സ്പെയറിൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, ദാറ്റ് യു വിൽ സ്റ്റഡി ഇൻ വേൾഡ് ഹിസ്റ്ററി, പേടിക്കേണ്ട, അത് സെറ്റാക്കാം. അപ്പോൾ ജക്കോബിയൻ റൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, റോബ്സ്പെയർ എന്ന് പറയുന്ന ഒരാളുടെ അണ്ടറിൽ ജക്കോബൈറ്റ്സ്. അപ്പോൾ ആ റൂളിൻ്റെ സൂചകമായിട്ട് എന്ത് ചെയ്യുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു സൂചകമായിട്ട് ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് മൈസൂറിൻ്റെ ക്യാപിറ്റലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ പ്ലാൻ ചെയ്യുന്നു. ഒരു ട്രീ ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഓൾ ദീസ് തിങ്സ് വി ആക്ച്വലി ബോറോഡ് ഫ്രം ദി ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, അല്ലേ. അപ്പോൾ ട്രീ ഓഫ് ലിബർട്ടി എന്ത് ചെയ്തു, സെറിംഗപട്ടണത്തിൽ എന്ത് ചെയ്തു, പുള്ളി പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ഐക്യദാർഢ്യം എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. ബിക്കോസ് ഫ്രഞ്ച് എന്ന് പറയുന്ന ആരുടെ ഫ്രണ്ടാണ്, മൈസൂരിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഹൈദറിനെ പറ്റി. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ദെൻ 2 പ്രശ്നങ്ങളാണ് കമ്പനിക്കുള്ളത്. ഒന്ന്, ഫ്രഞ്ച് ഫോഴ്സസിൻ്റെ പ്രോക്സിമിറ്റി. പിന്നെ റിച്ച് മലബാർ കോസ്റ്റ് ട്രേഡ് ആരുടെ കയ്യിലാണ്, മലബാർ കോസ്റ്റ് ട്രേഡ് മൈസൂറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതും ആർക്ക് വേണം, ബ്രിട്ടീഷുകാർക്ക് വേണം. ഫ്രഞ്ച് ഫോഴ്സ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകാർക്ക് ഇഷ്ടമല്ല, മൈസൂറായിട്ടുള്ള കൂട്ടുകെട്ട് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അവർ പവർഫുൾ ആയിട്ട് വന്നാലോ എന്നുള്ളതാണ്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്പെക്ട്രം വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ എങ്ങനെ ഇരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഞാൻ പറയുന്ന രീതിക്ക് എന്ത് ചെയ്യുക, ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വായിച്ചുകൊണ്ട് പോവാം, സിമ്പിളായിട്ട് മനസ്സിലാവും. ക്ലിയർ? ഇത് വളരെ മോലില്ലേ? ഓക്കെ, സോ അപ്പോൾ അമർ ചിത്രകഥ പോലെ നോക്കിയാൽ മതി. ക്ലിയർ? അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, മൈസൂർ വാർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് നോക്ക്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ സെക്കൻഡും കൂടെ ശ്രദ്ധിക്കൂ അല്ലേ. സോ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ 1767 to 1769 ആണ്. ആരായിട്ടാണ്? ഇംഗ്ലീഷ് വേഴ്സസ് മൈസൂറാണ്. അപ്പോൾ ഇംഗ്ലീഷിന് ബേസിക്കലി ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇൻസെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യും? ഇംഗ്ലീഷുകാർ മൈസൂറിനെ ടാർഗറ്റ് ചെയ്യുന്നു. മൈസൂറിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മൈസൂറിൻ്റെ ഒപ്പണൻസ് ആരാന്ന് നോക്കി. ഒപ്പണൻസ് എന്താണ്? ഒപ്പണൻസ് എന്ന് പറയുന്ന ആരാണ്? നിസാംസ് ഉണ്ട്, മറാത്താസ് ഉണ്ട് അല്ലേ. രണ്ടാളുകളും പ്രശ്നക്കാരല്ലേ, മൈസൂറിൻ്റെ ത്രെട്ടല്ലേ, എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഇംഗ്ലീഷുകാർ പോയി. ഓക്കെ, ഇംഗ്ലീഷുകാർ പോയിട്ട് പറഞ്ഞു എന്താണ്, മൈസൂരിൽ ഹൈദർ അലി എന്ത് ചെയ്യുന്നു, ഇമ്മാതിരി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്, ഈസ് ബിക്കമിങ് പവർഫുൾ ഡേ ബൈ ഡേ, സെറ്റ് ത്രെട്ട്, ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ആൾ വന്ന് അനക്സ് ചെയ്യും. ഫ്രഞ്ചുകാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ആർമി സപ്ലൈ ചെയ്യാം, ഫോഴ്സിനെ തരാം, പേടിക്കേ വേണ്ട. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മൈസൂറിനെ ഒരു വാറിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഡിഫീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, സൈഡാക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ കർണാട്ടിക് ആയിട്ടുള്ള റീജിയൻ ഉണ്ടല്ലോ, ഹൈദരാബാദൊക്കെ അടങ്ങുന്ന, അതാണ് നവാബ് ഓഫ് അർക്കോട്ട് എന്ന് പറയുന്നത്, കർണാട്ടിക് റീജിയനിൽ. അപ്പോൾ കർണാട്ടിക് ഹൈദരാബാദ് റീജിയനും അതേപോലെ തന്നെ മറാത്താസും എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, അവരായിട്ടൊരു അലയൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ബ്രിട്ടീഷുകാർ എന്നിട്ട് എന്ത് ചെയ്യും, ഒരു അലയൻസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഹൈദർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹൈദർ ഈ വിവരം അറിഞ്ഞതും ഹൈദർ ചെയ്യുന്നത് ഉടനെ പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ മറാത്താസിനെയും നിസാംസിനെയും അറ്റാക്ക് ചെയ്യാനല്ല പോകുന്നത്. അവിടെയാണ് ഹൈദറിന്റെ ഡിപ്ലോമസി എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഹൈദറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഹൈദർ നേരെ പോയി മറാത്താസിനോട് കാര്യം പറഞ്ഞു, എന്താണ്, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പാൻഷൻ വരാൻ യാതൊരു താല്പര്യവും ഇല്ല, നിയർ ഫ്യൂച്ചർ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല, ഞങ്ങളുടെ അഷ്യൂറിറ്റിയാണ്, ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ട്, അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, തരാം, യാതൊരു പ്രശ്നവും ഇല്ല, പുറത്തുനിന്ന് വന്ന ആളുകളാണ്. ഓക്കെ, സോ അൺവാണ്ടഡ് ആയിട്ടുള്ള ടെൻഷൻസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോർഡറിൽ ബിൽഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആരെ കൺവിൻസ് ചെയ്തു, അതാണ് ഹൈദർ. മറാത്താസിന്റെ കാര്യം തീരുമാനമില്ലേ, നേരെ നിസാംസിന്റെ അടുത്ത് പോയി സെയിം സംഭവം പറഞ്ഞു ഹൈദർ, എന്താണ്, വി ഡോണ്ട് ഹാവ് എനി പ്ലാൻ ടു അനക്സ് യുവർ ടെറിട്ടറി. ഓക്കെ, സോ കോഡിയിലായിട്ടുള്ള റിലേഷൻഷിപ്പിലും സമാധാനത്തിലാണ് ആര് വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ എന്ന് എന്ത് ചെയ്യുന്നു, പറയുന്നു. അപ്പൊ അലയൻസ് എന്തായി, ക്ലിയർ ആയോ? അപ്പൊ ഇവരുണ്ടാക്കിയ അലയൻസിനെ ആര് പൊളിച്ചു, ഹൈദർ പൊളിച്ചു. ദിസ് ഇസ് ഹൈദർ. സോ വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പേ ചെയ്തു മറാത്താസിന്. മനസ്സിലായോ? ഇത് ആദ്യം ഇംഗ്ലീഷുകാരുണ്ടാക്കിയ അലയൻസാ, ട്രിപ്പിൾ അലയൻസ്. ഇംഗ്ലീഷുകാർ ആദ്യം പോയിട്ട് എന്ത് ചെയ്തു, മറാത്താസിനെയും ആർക്കോട്ട് നവാബ്സിനെയും ഹൈദരാബാദ് നവാബ്സിനെയൊക്കെ കണ്ടിട്ട് നിസാംസിനെയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു, അവരൊരു ട്രിപ്പിൾ അലയൻസ് ഉണ്ടാക്കി. അതിനെ ആര് പോയി പൊളിച്ചു, ദിസ് ഇസ് ഹൈദർ. ഹൈദർ എന്ത് ചെയ്തു, മറാത്താസിന് കുറെ സ്വർണ്ണവും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് കാര്യം എന്ത് ചെയ്തു, ന്യൂട്രലാക്കി. ആൻഡ് ഓൾസോ അഗെയിൻ അടുത്ത നവാബ്സിനെയും കൊടുത്തിട്ട് എന്ത് ചെയ്തു, ന്യൂട്രലാക്കി. ഓക്കെ, നിസാംസും എന്ത് ചെയ്യുന്നു, ഹൈദരാബാദ് നിസാംസും ന്യൂട്രലായി. അപ്പൊ ഇപ്പോൾ ഇംഗ്ലീഷുകാരെന്തായി, ഒറ്റയ്ക്ക് കിട്ടിയില്ലേ. ഓക്കെ, ഇയാൾ ഫുള്ള് സൈന്യത്തിനെ എടുത്ത് എവിടെ പോയി നിന്നു, മദ്രാസിന്റെ ഗേറ്റിൽ പോയി നിന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷുകാർക്ക് വേറെ യാതൊരു വഴിയില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഒരു ട്രീറ്റി വെച്ച് കൊടുത്തു, ഒപ്പിടറാന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആയോ? സോ മദ്രാസിൽ വെച്ച് കാരണം ബ്രിട്ടീഷുകാർക്ക് വേറെ വഴിയില്ല, അല്ല ഫുള്ള് ആർമീനെയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ് അവരുടെ, അല്ലെങ്കിൽ ഒരു വാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷിന് അത് ഭയങ്കര ഡാമേജ് ആയിരിക്കും. അപ്പം ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിയുണ്ടല്ലോ. സോ ദേ വർ നോട്ട് റെഡി ടു ഗോ ഫോർ എ വാർ അഗെയിൻസ്റ്റ് ദി ഹൈദർ. ക്ലിയർ ആയോ? സോ ദേ മെയ്ഡ് എ ട്രീറ്റി. അപ്പൊ സമാധാന ട്രീറ്റിയിലേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ മദ്രാസിൽ വെച്ച് സൈൻ ചെയ്ത ട്രീറ്റിയാണ് ദ ട്രീറ്റി ഓഫ് മദ്രാസ്, വിച്ച് എൻഡഡ് ദ ഫസ്റ്റ് മൈസൂർ വാർ. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ എൻഡഡ് വിത്ത് ട്രീറ്റി ഓഫ് മദ്രാസ്. ഓക്കെ, അതിൽ ഹൈദർ എഴുതി വാങ്ങിച്ചത്രേ ഉള്ളൂ ട്രീറ്റിന്റെ അണ്ടറിൽ. എന്താണ്, ഭാവിയിൽ നിങ്ങൾ അലയൻസിന് പോയല്ലോ, നിസാംസ് മറാത്താസ് ഇവരാരെങ്കിലും മൈസൂറിനെതിരെ ഭാവിയിൽ ഒരു വാറിന് വരുവാണെങ്കിൽ, ഓക്കെ, ആര് പ്രൊട്ടക്ട് ചെയ്യാൻ വരണം, ബ്രിട്ടീഷുകാരെന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ആർമി എന്ത് ചെയ്യണം, ആർമി അമ്മ്യൂണിഷൻസ് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, ഞങ്ങളെന്ത് ചെയ്യില്ല, ഇതിൽ വലിയ റോളില്ലെങ്കിലും ഉടനെ ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഹൂ നീഡ് ടു ഇന്റർഫിയർ, ബ്രിട്ടീഷേഴ്സ് നീഡ് ടു ഇന്റർഫിയർ ഇഫ് എ വാർ ഇസ് കമ്മിങ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ആ ട്രീറ്റി ഓഫ് മദ്രാസ് എന്ത് ചെയ്തു? ഓക്കെ, പിന്നെ പിടിച്ചെടുത്ത സ്ഥലങ്ങളും പിടിച്ചെടുത്ത പ്രസനേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുക, മൈസൂറിൻ്റെ വിട്ടുകിട്ടാനും ഒക്കെ എന്ത് ചെയ്യുന്നു പറയുന്നു എന്നുള്ളതാണ്.
ക്ലിയർ ആയോ? അപ്പോൾ ഹൈദർ എന്തായി? മനസ്സിലായോ? അതാണെന്ത് ഹൈദർ. ഹൈദർ യുദ്ധം ചെയ്ത യുദ്ധങ്ങളിലൊന്നും തോക്കുന്നില്ല. ടിപ്പുവിൻ്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? ടിപ്പു ഇൻഎഫിഷ്യൻ്റ് ആയതുകൊണ്ടല്ല, ബ്രിട്ടീഷ് അത്രയും സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്തെന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്ക്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞില്ലേ? ഒന്നാമത്തെ എന്താ? നമ്മൾ ട്രീറ്റി ഓഫ് മദ്രാസ് ആണ് എൻഡഡ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. 4 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തേന്. അപ്പോൾ ഏതൊരു സാധനത്തിനും റീസൺ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഇവൻറ്റ്സ് ഹാപ്പൻഡ് ഉണ്ടാവും, ദെൻ ഇമ്പാക്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കർണാട്ടിക് പഠിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ഇവൻറ്റ്സ് ആൻഡ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റി ഓഫ് മദ്രാസ് എന്ന് പറയുന്ന ഒരു സാധനം സൈൻ ചെയ്യിപ്പിച്ചില്ലേ? അത് ആര് പൊട്ടിച്ചു? അത് ആര് ലംഘിച്ചു? ബ്രിട്ടീഷ് ലംഘിച്ചു. ഓക്കെ, സോ ഇനീഷ്യലി ആരുടെ ഒരു കൂട്ടത്തിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എഗെയിൻ മറാത്താസും നിസാംസും തമ്മിൽ പ്രശ്നം വന്നു മൈസൂറിന് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, സോ ദിസ് വാർ ഹാപ്പൻസ് ഇൻ 1780 to 84. 1780 to 84. അപ്പോൾ അറ്റ് ദാറ്റ് പീരിയഡ് ഓഫ് ടൈം വാട്ട് ഹാപ്പൻസ് വാസ് ദാറ്റ് നിസാംസ് ആൻഡ് മറാത്താസ് എന്ത് ചെയ്തു? ഒരു അറ്റാക്കിന് വരുന്നുണ്ട്. മറാത്താസ് ആണ് അറ്റാക്കിന് വരുന്നത്. അപ്പോൾ മറാത്താസ് അറ്റാക്കിന് വരുന്ന സമയത്ത് ട്രീറ്റി ഓഫ് മദ്രാസ് പ്രകാരം ആര് ഹെൽപ്പിന് എത്തണം? ഓക്കെ, ആരെയും കണ്ടില്ല. സോറി, വി ആർ ബിസി. ഓക്കെ, ക്ലിയർ. അപ്പോൾ ആര് മാത്രമായി? മറാത്താസ് ഹൈദറിലേക്ക് വരുന്ന സമയത്ത് ഇയാൾ ബിസിയാണ്. ആര്? സായിപ്പ്. ക്ലിയർ ആയോ? സോ ബ്രിട്ടീഷേഴ്സ് വർ നോട്ട് റെഡി ടു സപ്പോർട്ട് ദി ഹൈദർ. സോ നോൺ അബ്സർവൻസ് ഓഫ് ട്രീറ്റി ഓഫ് മദ്രാസ് ഹാപ്പൻഡ് അല്ലേ? ട്രീറ്റി ഓഫ് മദ്രാസ് സൈൻ ചെയ്തത് എന്ത് ചെയ്തു? ആര് ലംഘിച്ചു? അപ്പോൾ ആ ട്രീറ്റി പൊട്ടി. അതാണ് ചങ്ങല പൊട്ടിയതായിട്ട് കണക്കാക്കുന്നത്. ട്രീറ്റി പൊട്ടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? പക്ഷേ ഇംഗ്ലീഷുകാർ ഒരു സപ്ലൈയോ ആംസോ അമ്യൂണേഷൻസോ ഒന്നും കൊടുത്തില്ല. പക്ഷേ ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? കൊടുത്തു. അതാണ് ഓൾ വെതർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എല്ലാ ഹെൽപ്പും ആര് കൊടുത്തു? സോൾട്ട് പീറ്റർ എക്സ്പ്ലോസീവ് ആണ്. ഗൺസ്, ലെഡ്, ആർട്ടിലറീസ്, കനോൺസ് എല്ലാം ആര് സപ്ലൈ ചെയ്യുന്നു? ഫ്രഞ്ചുകാർ വന്നു കൊടുക്കും. ഈ നീല കളർ ഫ്രഞ്ചും റെഡ് കളർ ഇംഗ്ലീഷുമാണ്, ബ്രിട്ടീഷേഴ്സാണ്. ഫ്രഞ്ച് സപ്ലൈ ചെയ്തു. ഓക്കെ, സോ ഫ്രഞ്ച് സപ്ലൈ ചെയ്തു. അപ്പോൾ ആ ത്രെട്ട് എന്ത് ചെയ്തു? പോയി. ആൻഡ് ലേറ്റർ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇവരായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ത്രെട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. സോ ദാറ്റ് വിച്ച് ലെഡ് ടു ദി സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായി? ഇതാണ് റീസൺ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഫ്രഞ്ചുകാരായിട്ടുള്ള കമ്പനി. ഓക്കെ, അപ്പോൾ ഇവർക്ക് വീണ്ടും എന്താണ്? കൺസേൺസ് ആർ ഗ്രോയിങ്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ടെൻഷനായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരല്ലേ കാണുന്നത്. എഗെയിൻ ഇവർക്ക് സപ്ലൈ കിട്ടി. അവരെന്ത് ചെയ്യുന്നു? എല്ലാ ത്രെട്ടിനെയും മറികടക്കുന്നു. വി ഹാവ് ടു ഡു സംതിങ്. ഓക്കെ, ആൻഡ് ദെൻ ഇപ്പോൾ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഈ എഴുതിയതിൻ്റെ പിക്ചറൈസേഷനിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നോക്ക്, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. അഗെയിൻ വി ആർ ഗോയിങ് ബാക്ക് ടു ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. അപ്പോൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് മെയ്ഡ് എ ട്രീറ്റി വിത്ത് നിസാം ഓഫ് ഹൈദരാബാദ്. ഓൾസോ എന്താണ്? ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യുന്നു? പെർsuading ഹിം ടു ഗിവ് നോർത്തേൺ റീജിയൻ. ഇപ്പം നിങ്ങൾക്ക് മൈസൂറിനെ അറ്റാക്ക് ചെയ്ത് ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ തരാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഹൈദർ അലിയുടെ അറ്റാക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നിസാമിനെ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നു ആദ്യം. ദെൻ ഹൈദർ എന്ത് ചെയ്തു? ഓൾറെഡി ഇവരൊക്കെ ആയിട്ട് പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഈസി ആയിരുന്നു. മറാത്താസ് ആയിട്ടും അവരങ്ങനെ പോയി ചെയ്തു. ഓക്കെ, സോ ആദ്യം ഉണ്ടാക്കിയ ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് ആരാണ്? ഇംഗ്ലീഷ്, മറാത്താസ് ആൻഡ് നിസാം. അതാണ് ട്രിപ്പിൾ അലയൻസ്. പക്ഷേ ഹൈദർ എന്ത് ചെയ്തു? ഹൈദർ പെയ്ഡ് മറാത്താസ് ടു ബിക്കം ന്യൂട്രൽ. വേണ്ടത് ചെയ്തു കൊടുത്തു. ആൻഡ് ദെൻ അഗെയിൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ നിസാമിന് വിട്ടുകൊടുത്തു. അവിടെ എന്ത് ചെയ്തു? പേ ചെയ്തു. ഓക്കെ, സോ നിസാം ഓൾസോ ബിക്കം ഹിസ് അലൈ. ഹൈദർ അലൈൻ്റെ ആളായി. Okay, then Hyder changed his strategy and suddenly appeared before the gate of Madras. Okay, and forced the English to conclude a treaty. That is 1769 signed the Treaty of Madras. Clear? So that was the end of first Anglo-Mysore War. മനസ്സിലായോ? ഇനി അടുത്തതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്? സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് റീസൺ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ ഇസ് ദാറ്റ് എന്താണ്? നോൺ ഒബ്സർവൻസ് ഓഫ് ട്രീറ്റി ഓഫ് മദ്രാസ്. 1771 മറാത്താസിൻ്റെ ഒരു അറ്റാക്ക് കിട്ടിയ സമയത്ത് ഇംഗ്ലീഷ് സപ്പോർട്ടിന് വന്നില്ല. പക്ഷെ ആര് വന്നു? ഫ്രഞ്ച് വന്നു. ഓക്കെ, വാസ് വെരി ഹെൽപ്ഫുൾ. സോ ലേറ്റർ എന്ത് ചെയ്തു? ഹൈദർ അലി ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഫ്രഞ്ച് ബിക്കെയിം മോർ കൺസേൺ ടു ദി ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി അത് തീർന്നു. ഓക്കെ, ദെൻ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാഹി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഓക്കെ, ബ്രിട്ടീഷുകാർ അത് പിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത് ആക്ച്വലി ഫ്രഞ്ചുകാരുടെ കീഴിലാണ് അന്ന് ഉള്ളത്. പക്ഷെ അതിൽ മൈസൂരാണ് അതിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്.
അപ്പോൾ ബ്രിട്ടീഷുകാർ മാഹിയിലേക്ക് അറ്റാക്കും എക്സ്പാൻഷനും നടത്താൻ ഒരു ശ്രമം നടത്തിയതും ഹൈദർ വിചാരിച്ചത് എന്താണ്, എൻ്റെ സർവാധികാരത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ കാൽവെപ്പ് എന്ത് ചെയ്തു ഉണ്ടായി. ഓക്കെ, ദാറ്റ് ഈസ് ഡയറക്റ്റ് ചലഞ്ച് ടു ദി സോവറിറ്റി ഓഫ് ഹൈദർ. ഓക്കെ, സോ അല്ലെങ്കിൽ മൈസൂർ എഗെയിൻ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ആൻറ്റി ഇംഗ്ലീഷ് അലയൻസ് ഹൈദർ അഗെയിൻ ഫോം ചെയ്തു. മറാത്താസിനെ വീണ്ടും കൂട്ടിനെ വിളിച്ചു, നിസാംസിനെ എന്ത് ചെയ്തു വിളിച്ചു, എന്നിട്ട് അറ്റാക്ക് തുടങ്ങി. കർണാട്ടിക് റീജിയൻ കംപ്ലീറ്റ്ലി പിടിക്കാൻ തുടങ്ങി. ഈ ക്യാപ്ചേർഡ് ആർക്കോട്ട്, ദ ക്യാപിറ്റൽ ഓഫ് കർണാട്ടിക് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ആർമിയെ തോൽപ്പിച്ചു. കേണൽ ബേലിയുടെ അണ്ടറിലുള്ള ഇംഗ്ലീഷ് ആർമി എന്ത് ചെയ്യുന്നു, തോൽപ്പിക്കുന്നു. ആൻഡ് ഓൾസോ ഹൈദർ ഡിഫീറ്റഡ് ഇംഗ്ലീഷ് ആൻഡ് ക്യാപ്ചേർഡ് ദി കമാൻഡർ ബ്രെയ്ത്വൈറ്റ് അഗെയിൻ ഇൻ 1781. രണ്ടാമതൊരു ഫൈറ്റ് ഉണ്ടായപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രെയ്ത്വൈറ്റ് എന്ന് പറയുന്ന കമാൻഡറേയും പിടിച്ചുകൊണ്ടുപോയി ഹൈദർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അമ്മാരി അറ്റാക്കാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. വേറെ ഒരു വഴിയില്ലാതെ എന്ത് ചെയ്തു, ട്രീറ്റി ഓഫ് മംഗലാപുരം 1781 സൈൻഡ് അണ്ടർ ഹൈദർ. ക്ലിയർ ആയോ? അപ്പോൾ ഹൈദർ നല്ല എന്ത് ചെയ്യുന്നുണ്ട്, പഞ്ഞിക്കിടുന്നുണ്ട്. ആരെ? ഇംഗ്ലീഷുകാരെ ഒരുവിധം വെള്ളം കുടിപ്പിച്ചു. ലേറ്റർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 1782 ഹൈദർ എന്ന വൻമരം എന്ത് ചെയ്തു, വീണു. ദാറ്റ് മീൻസ് ഡൈഡ് ഓഫ് ക്യാൻസർ. ഓക്കെ, ഇനി അടുത്ത ആരെന്നുള്ള ചോദ്യമാണ്. ആരാണ്? നൺ അതർ ദാൻ ടിപ്പു സുൽത്താൻ, ദ ടൈഗർ ഓഫ് മൈസൂർ. ഓക്കെ, സോ ടിപ്പു സുൽത്താൻ ഓൾസോ ക്യാരിഡ് ദ വാർ ഫോർ 1 single year ആഫ്റ്റർ ഹിസ് ഫാദർ. ഹി കണ്ടിന്യൂഡ് ദ വാർ. ഓക്കെ, സോ അതാണ് നേരത്തെ കണ്ടത്. എന്താണ്, റോക്കറ്റ് ടെക്നോളജിയുടെ പൈനിയർ ആണ്. കുറേ സ്തുതികളാണ് എന്ത് ചെയ്യുന്നത്, ടിപ്പു സുൽത്താൻ സ്തുതികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ആൻഡ് ദെൻ പ്ലാന്റഡ് ട്രീ, മെമ്പർ ഓഫ് ജക്കോബിൻ ക്ലബ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കുറച്ച് കാലം ഫൈറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഇംഗ്ലീഷുകാരും എന്ത് ചെയ്തു, വീണ്ടും ഒരു ട്രീറ്റി ഓഫ് മാംഗ്ലൂർ എന്ത് ചെയ്തു, സൈൻ ചെയ്തു. ഇറ്റ് വാസ് എ പീസ് ട്രീറ്റി. സമാധാനത്തിൽ പോവാം എന്നുള്ള രീതിക്ക് എന്ത് ചെയ്തു, ട്രീറ്റി സൈൻ ചെയ്ത് അവിടെ നിർത്തി. ഓക്കെ, ടിപ്പുവിൻ്റെ പീരീഡ് എന്ത് ചെയ്തു, വളരെ നല്ല രീതിക്ക് റൺ ചെയ്തു. പക്ഷേ ടിപ്പുവിൻ്റെ പീരീഡിലാണ് എന്ത് നടക്കുന്നത്, മൈസൂർ കംപ്ലീറ്റ്ലി പൊളിയുന്നത്. ആൻഡ് ഓൾസോ ബ്രിട്ടീഷേഴ്സ് ആർ ബിക്കമിങ് വെരി പവർഫുൾ. ഇത് കണ്ടോ, സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൽ ഇംഗ്ലീഷ് ഫെയിൽ ടു എയ്ഡ് അഗെയിൻ. ഫ്രഞ്ച് എന്ത് ചെയ്തു, വീണ്ടും സഹായിച്ചു. ബ്രിട്ടീഷ് ട്രൈ ടു ക്യാപ്ചേർഡ് മാഹി, അല്ലേ? ഓക്കെ, സോ ദെൻ അലയൻസ് ഉണ്ടാക്കി. ആരെ ഡിഫീറ്റ് ചെയ്തു, കേണൽ ബെയ്ലി ബ്രെയ്ത്വൈറ്റിനെയൊക്കെ ആര് പിടിച്ചുകൊണ്ടുപോയി, കണ്ടോ, ചങ്ങലക്കിട്ട് കൊണ്ടുപോയി. ഓക്കെ, സോ അപ്പോൾ അത് പിടിച്ചുകൊണ്ടുപോയി. ദെൻ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ സൈൻഡ് അണ്ടർ ഹൈദർ അലി. ഓക്കെ, ഹൈദർ അലി ഡൈഡ് ഡ്യൂ ടു ക്യാൻസർ. ക്ലിയർ? ദെൻ ടിപ്പു അഗെയിൻ ടൈഗർ ഓഫ് മൈസൂർ എന്ത് ചെയ്യുന്നു, മിലിറ്ററി മാനുവൽ ഉണ്ടാക്കി. റോക്കറ്റ് ടെക്നോളജിയുടെ പൈനിയർ ആണ്. ജാക്കോബിൻ ക്ലബ് മെമ്പർ ആണ്. ട്രീ ഓഫ് ലിബർട്ടി ഇൻ സെരിംഗപട്ടണം. ഓക്കെ, ശ്രീരംഗപട്ടണത്തിൻ്റെ പഴയ പേരാണെന്ന് സെരിംഗപട്ടം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി. സോ ഹി പ്ലാന്റഡ്. ഓക്കെ, ആൻഡ് ഓൾസോ പീസ് ട്രീറ്റി വാസ് സൈൻഡ് ഇൻ 1784. എക്സ്ചേഞ്ച്, പിടിച്ചെടുത്ത ടെറിട്ടറീസ് ഒക്കെ വിട്ടുകിട്ടിയിട്ട് സമാധാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. 1784 വിച്ച് എൻഡഡ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? അതോ നിങ്ങളെ കിളി പോയ പോലെ ഇരിക്കുന്നതാണ്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. അപ്പോൾ ഇതിനൊരു കാരണം ഉണ്ടാവണമല്ലോ. ഓക്കെ, ഇതിന് നമ്മുടെ കേരളമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണ്? ട്രാവൻകൂർ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചു കണ്ണൂരിൽ നിന്ന്, അതിൻ്റെ മലബാർ പ്രദേശങ്ങളിൽ നിന്ന്. ഓക്കെ, ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്? ഡച്ചുകാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. ഡച്ചിൻ്റെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സ്ഥലങ്ങൾ വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഡച്ചുകാർ കച്ചവടം നടത്തിയത് മലബാറിലുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ടിപ്പു ഇതിനെ കണ്ട എന്താണ്, അത് ശരി, അപ്പോൾ ഏതോ പാർക്കിങ്ങിലിട്ട വണ്ടി വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്തു, കച്ചവടമാക്കിയിട്ട് പോയ പോലെ. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് മീൻസ് അയാളുടെ കയ്യിലുള്ള സ്ഥലം ട്രാവൻകൂർ എന്ത് ചെയ്തു, ഡച്ചുകാരുടെ എന്നും പറഞ്ഞ് എന്ത് ചെയ്തു, വാങ്ങിച്ചിരിക്കണമെന്നുള്ളതാണ് ആരുടെ അലഗേഷൻ. ടിപ്പു പറയുന്നത് എൻ്റെ സർവാധികാരത്തിൽ വരുന്ന സ്ഥലം ട്രാവൻകൂർ എങ്ങനെ വാങ്ങിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു മൈ സോവറിനിറ്റി. എൻ്റെ സർവാധികാരത്തെ എന്ത് ചെയ്യുന്നു, ഒരു ത്രെറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തിരുവിതാംകൂറിന് നേരെ ഒരു വാറിനേക്ക് എന്ത് ചെയ്തു, ടിപ്പു പോയി. ഓക്കെ, ആൻഡ് ട്രാവൻകൂർ റൂളേഴ്സ് വേർ വെരി മച്ച് കോർഡിയൽ വിത്ത് ദി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് വളരെ കോർഡിയൽ റിലേഷൻഷിപ്പിലാണ് ആര് പോകുന്നത്, ട്രാവൻകൂർ റൂളേഴ്സ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാവൻകൂറിനെതിരെ ഒരു വാറിന് വരുന്നു എന്ന് പറയുന്നതും ബ്രിട്ടീഷ് ട്രൂപ്സ് എന്ത് ചെയ്തു, ട്രാവൻകൂറിൻ്റെ സപ്പോർട്ടിന് വന്നു. ഓക്കെ, ഇതോടുകൂടി ഏകദേശം ടിപ്പുവിൻ്റെ പരിപാടി എന്ത് ചെയ്തു, തീർന്നു. ദാറ്റ് മീൻസ് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാത്രമല്ല, ടിപ്പുവിൻ്റെ ഒരു സമയം വല്ലാത്ത സമയം. കാരണം കോൺവാലിസ് എന്ന് പറയുന്ന ഒരാൾ വന്നു. കോൺവാലിസ്, ലോർഡ് കോൺവാലിസ്. സോ വിൽ സ്റ്റഡി അബൌട്ട് ഹിം. ഹി ഈസ് ഓൾസോ നോൺ ആസ്
ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് അല്ല, അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് ബിക്കോസ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ലോട്ട് ഓഫ് റിഫോംസ് in terms of administration, civil services, police reforms, judicial reforms, all happened under the Cornwallis. Okay, so he came as a Governor General of India. So during 1790s ലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇയാളുടെ ടൈം പീരീഡിൽ കൊണ്ടുവരുന്നുണ്ട്, ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നു. സോ അപ്പോൾ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ ബ്രിട്ടീഷിന്റെ സൈഡിൽ നിന്ന് വന്നതും ഹി സ്റ്റാർട്ടഡ് സ്ട്രാറ്റജൈസിങ്. ഓക്കെ, ഇപ്പൊ ടിപ്പുവിന് ഇല്ലാതെ പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈദർ ഡെലിബറേറ്റ്ലി നിസാംസിനെയും മറാത്താസിനെയും അലയൻസ് ആക്കി വെക്കുമായിരുന്നു. ഓക്കെ, ടിപ്പു അത് ലാക്കിംഗ് ആയി, ടിപ്പു അത് ചെയ്തില്ല. ബ്രിട്ടീഷ് വെന്റ് വൺ സ്റ്റെപ്പ് അഹെഡ് ആൻഡ് കൺവിൻസ്ഡ് മറാത്താസ് ആൻഡ് നിസാംസ്. ഇപ്പോൾ ഹൈദർ നേരത്തെ കൂട്ടുപിടിച്ച ഈ ആളുകൾ, ഹൈദറിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത ആളുകൾ ഇപ്പോൾ മൈസൂറിന് നേരെ തിരിഞ്ഞു, കോൺവാലിസിന്റെ കൂടെ ചേർന്ന്, ഇംഗ്ലീഷുകാരുടെ കൂടെ ചേർന്ന് ആർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി? മൈസൂറിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം നിസാംസിന്റെ ആർമിയും മറാത്താസിന്റെ ആർമിയും ഇംഗ്ലീഷുകാരുടെ കൂടെ ചേർന്ന് വലിയ ഫൈറ്റാണ് ആർക്ക് ഓഫർ ചെയ്യുന്നത്? ടിപ്പുവിന് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, നേരെ അവരെന്ത് ചെയ്തു? ഇവിടുന്ന് തുടങ്ങി നേരെ എല്ലാ സ്ഥലങ്ങളും പിടിച്ച് നേരെ എന്ത് ചെയ്തു? ക്യാപിറ്റലിലേക്ക് കയറി, ദാറ്റ് ഈസ് ശ്രീരംഗപട്ടണം. ഓക്കെ, ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യുക? ക്യാപിറ്റലിലേക്ക് വരിക. മനസ്സിലായോ? കാരണം രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യുക? വരിക. അത് അവരെത്തി. അപ്പം തന്നെ ഏകദേശം തീരുമാനം ആയി ടിപ്പുവിൻ്റെ കാര്യത്തിൽ. ക്ലിയർ ആയോ? ഓക്കെ, സോ ദേ ലോസ്റ്റ് ശ്രീരംഗപട്ടണം. കാരണം ക്യാപിറ്റലിന്റെ വാതിൽക്കൽ എവിടെ ആരെത്തി? വേറൊരു രാജ്യത്തെ ഫുൾ സൈന്യം എത്തുക എന്ന് പറയുന്നത് എന്താണ്? തീർന്നു എന്നാണ്. ക്ലിയർ ആയോ? കാരണം അവിടം വരെ ഒന്നും എത്തില്ല യൂഷ്വലി. ക്ലിയർ? സോ ദേ വെൻ ഫോർവേഡ് ആൻഡ് ദെൻ ട്രീറ്റി ഓഫ് സെരിംഗപട്ടണം സൈൻ. 1792 എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോൾ വേറെ വഴിയില്ല, ടിപ്പു ട്രീറ്റി സൈൻ ചെയ്യാൻ പറഞ്ഞു. ഹൈദർ മറ്റേ അന്ന് ചെയ്ത പോലെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ടിപ്പുവിനെ ഇരുത്തി ട്രീറ്റി സൈൻ ചെയ്യിപ്പിച്ചു. ദിസ് ഇസ് കോൾഡ് ആസ് ട്രീറ്റി ഓഫ് സെരിംഗപട്ടണം. ഓക്കെ, ഒരു 3 കോടി രൂപ എന്ത് ചെയ്യുക? ഇവിടെ തരിക. ഓക്കെ, ആൻഡ് ഓൾസോ പകുതി മൈസൂർ ടെറിട്ടറി ഞങ്ങൾ അങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ കയ്യിൽ 3 കോടി തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, 2 ആൺമക്കളെ എന്ത് ചെയ്തു? പിടിച്ചോണ്ട് പോയി. ഓക്കെ ഓക്കെ, പൈസ തിരിച്ചു തരുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 2 ആൺമക്കളെയും എന്ത് ചെയ്തു? ടിപ്പുവിൻ്റെ സൺസ് ഉണ്ടല്ലോ, 2 ആളുണ്ട്, അവരും പിടിച്ചോണ്ട് പോയി ബ്രിട്ടീഷുകാർ. ഓക്കെ, സോ ദാറ്റ് വാസ് third Anglo-Mysore War ended with Treaty of സെറിംഗപട്ടണം. മോസ്റ്റ് ബ്രൂട്ടൽ ട്രീറ്റി. 3 കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്? വാർ ബൂട്ടിയായിട്ട് ചോദിച്ചത്. ടിപ്പു couldn't afford that and he said that I couldn't pay the money. ഓക്കെ, സോ അപ്പം എന്ത് ചെയ്യുക? കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? മക്കളെ പിടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാർ. ഓക്കെ, ലേറ്റർ മക്കളെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്തു? ടിപ്പു ഇറങ്ങി കുറേ പൈസ കൊടുത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പം ഏകദേശം പണി ആർക്ക് പാളി? ബിക്കോസ് ക്യാപിറ്റലിൽ കയറിയിരിക്കുന്നു. തേർഡ് Anglo-Mysore War ആണ് ഇതെല്ലാം. ഇതൊക്കെ സാഹിബിൻ്റെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതാണ് പരിപാടി. ക്ലിയർ ആയോ? ഓക്കെ, സിമ്പിളല്ലേ? 90-92 ടിപ്പു ട്രാവൻകൂറായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നു. കണ്ണനൂർ ജൽക്കോട്ടിൽ പറഞ്ഞ 2 സ്ഥലം ഡച്ചിൻ്റെ നിന്ന് വാങ്ങിച്ചു. ഓക്കെ, ഡച്ച് കൊച്ചിൻകാരുടെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ദെൻ ട്രാവൻകൂർ അയാളുടെ സോവറിൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്തെന്നാണ് ടിപ്പു പറയുന്നത്. ടിപ്പു ഡിക്ലെയർഡ് വാർ അഗേൻസ്റ്റ് ട്രാവൻകൂർ. സോ ട്രാവൻകൂർ ബ്രിട്ടീഷായിട്ട് എന്ത് ചെയ്യുന്നു? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറകൾ പലപ്പോഴും തുറക്കപ്പെട്ടത് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റുകൾ കൊടുക്കാൻ ആണ് എന്ന് എന്ത് ചെയ്തിട്ട് പറയുന്നുണ്ട്. 2-3 times it was opened, okay, to pay the revenue to the Britishers. So Britishers need to support Travancore. Okay, it's their commitment because they are earning from Travancore. That's why. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നല്ല കോഡിയൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ട്രാവൻകൂറിന് ഇനീഷ്യലി അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ, ഈ ബിൽഡിംഗ് ഒക്കെ എടുക്കുക, അയ്യങ്കാളി മെമ്മോറിയൽ, ആർട്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എല്ലാം നമ്മുടെ ഇവിടുത്തെ പോലെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ പോലെയാണോ ഉള്ളത്? അല്ലല്ലോ, എല്ലാം ആ കാലത്ത് ഉണ്ടാക്കിയതാണ്. ക്ലിയർ ആയോ? സോ ആ ഒരു ബ്രിട്ടീഷ് ലിങ്ക് ഇസ് വാസ് വെരി പ്രോമിനൻറ്റ്. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ബാക്ക്ഡ് ട്രാവൻകൂർ അറ്റാക്ക്ഡ് ടിപ്പു. കോൺവാലിസ് വരുന്നു, വീണ്ടും ടിപ്പുവിൻ്റെ കാര്യം തീരുമാനമായി. സെരിംഗപട്ടണം വരെ അറ്റാക്ക് ചെയ്തു. മറാത്താസ്, നിസാംസ് ആൻഡ് ഇംഗ്ലീഷ് അറ്റാക്ക്ഡ് ടുഗദർ മൈസൂർ. ഓക്കെ, ശ്രീരംഗപട്ടണം പോയി. ആൻഡ് ദെൻ ശ്രീരംഗപട്ടണം ട്രീറ്റി വാസ് സൈൻഡ്. ലെറ്റർ എന്ത് ചെയ്തു? ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ പോയി. ദിണ്ടുകൽ, നേരത്തെ ആംസ് ഫാക്ടറി ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ, അത് പോയി. ബറമഹൾ റീജിയൻ, മലബാർ കോസ്റ്റ് എല്ലാം ഇംഗ്ലീഷുകാരെ ഏറ്റെടുത്തു. അപ്പോൾ 3 കോടി രൂപയും ചോദിച്ചു. കൊടുക്കാത്തതിന് 2 പിള്ളേരെയും പിടിച്ചുകൊണ്ടുപോയി.
ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ഈ ഹാൻഡ് ഔട്ട്സിൻ്റെ കണ്ടന്റ് മാത്രമായിട്ട് തരും. ഓക്കെ, യു റെഫർ ടു ദീസ് സ്ലൈഡ്സ് ഓൾസോ. സോ രണ്ടെണ്ണം കൂടെ ഷെയർ ചെയ്യുന്നല്ലേ, രണ്ടും കൂടിയിട്ടല്ലേ വരുന്നത്. അപ്പം ഇതും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിയിട്ട് ഹാൻഡ് ഔട്ട്സ് മാത്രം പ്രിന്റ് എടുത്ത് വെക്കുക. ഇത് പ്രിന്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ പൈസ പോകും. ക്ലിയർ ആയി? കാരണം കുറേ ഗ്രാഫിക്സും പരിപാടികളൊക്കെ വരുന്നുള്ള. അപ്പോൾ ഹാൻഡ് ഔട്ട്സ് എന്ത് ചെയ്യുക, പ്രിന്റ് എടുക്കുക, ഇത് റെഫറൻസിന് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. സോ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ ഹാപ്പൻഡ് ഇൻ 1799. ഓക്കെ, ഒരു നൂറ്റാണ്ട് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ടിപ്പുവിൻ്റെ കാര്യവും തീരാൻ പോവുകയാണ്. ഓക്കെ, സോ ഇവിടെ കിടക്കുന്ന ആള് ടിപ്പുവാണ്. സോ ടിപ്പു എന്ത് ചെയ്തു, ട്രീറ്റി ഓഫ് സെരിംഗപട്ടണത്തിൻ്റെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ടിപ്പുവിന് മക്കളെ തിരിച്ചു കിട്ടി. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, 1796 ദ ഹിന്ദു റൂളർ ഓഫ് വൊഡയാർ ഡൈനാസ്റ്റി ഡൈഡ്. അപ്പം അവിടെ മൈസൂർ ഹൈദരലിക്ക് പോയത് ആരുടെ കയ്യിൽ നിന്നാണ്? വൊഡയാർ എന്ന് പറയുന്ന ഹിന്ദു റൂളേഴ്സിൻ്റെ ബേസിലാണ് അല്ലേ? ഹിന്ദു റൂളേഴ്സ് ഉണ്ടായിരുന്നല്ലോ വൊഡയാർ. വിജയനഗര കിങ്ഡത്തിന് ശേഷം വൊഡയാർ ഡൈനാസ്റ്റി വന്നു എന്ന് പറഞ്ഞില്ലേ, ദേ വർ വീക്ക് റൂളേഴ്സ്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ അവസാന രാജാവ് എന്ത് ചെയ്തു, പടമായി. ക്ലിയർ ആയോ? ഇനിയിപ്പോൾ ഇയാൾക്കുള്ളത് ഒരു ചെറിയ ഒരു പയ്യനാണ്. അടുത്ത വൊഡയാർ ഡൈനാസ്റ്റിയുടെ ആളെന്ന ലീനിയേജ് എന്ന് പറയുന്ന അവരുടെ തലമുറയിൽ ഒരു ചെറിയൊരു പയ്യനുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ വെല്ലസ്ലി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. വെല്ലസ്ലി കേട്ടിട്ടുണ്ടോ? വെല്ലസ്ലി. ഓക്കെ, സോ ലോർഡ് വെല്ലസ്ലിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 17 ഈ സൈഡൊന്നും എഴുതാൻ പറ്റാതെ 1798 ടു, ഇത് ഫുൾ സ്ലൈഡാണ്, അതാണ്. എനിവേ, സോ അപ്പോൾ വെല്ലസ്ലിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഞാനിവിടെ പറയാം 1798 ടു 1805 എന്ന് പറയുന്നത് ലോർഡ് വെല്ലസ്ലിയുടെ ടൈം പീരീഡാണ്. ഈ ആളെന്ന് പറയുന്നത് UPSC ഒരു തവണ ചോദിച്ചു, ഇത് അർദർ വെല്ലസ്ലി ആണോ എന്ന് ചോദിച്ചു. അർദർ വെല്ലസ്ലി ഇയാളുടെ ബ്രദറാണ്. അയാൾ ആർമി കമാൻഡറാണ്. ഇത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് വന്ന ആളാണ്. ഇത് റിച്ചാർഡ് വെല്ലസ്ലി. ഓക്കെ, സോ ഏത് വെല്ലസ്ലി ആണെന്ന് ചിലപ്പോൾ ചോദിക്കും. UPSC വൺസ് കൺഫ്യൂസ്ഡ്. ആൻഡ് 2017 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, അർദർ വെല്ലസ്ലി എന്ന് പറയുന്നത്. പിള്ളേർ വെല്ലസ്ലി എന്നല്ലേ കേട്ടിട്ടുള്ളൂ, അർദർ ആണോ റിച്ചർഡ് ആണോ എന്ന് അറിയില്ലല്ലോ. സോ റിച്ചർഡ് വെല്ലസ്ലി ആണ് എന്ത് ചെയ്യുന്നതിൻ്റെയായിരുന്നു ഇതിൽ വന്നേക്കുന്ന ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. സോ ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ പോളിസി കോൾഡ് ആസ് സബ്സിഡറി അലയൻസ്. എന്താണ് സബ്സിഡറി അലയൻസ്? കേട്ടിട്ടുണ്ടാവുമല്ലോ. എവിടെ കേട്ടു? എവിടെ കേട്ടിട്ടുണ്ട്? കുഞ്ഞുനാളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ച ആളുകളാണെങ്കിൽ അറിയായിരിക്കും. ഓക്കെ, സോ സബ്സിഡറി അലയൻസ് ഇതല്ല കേട്ടോ, ഈ ഫിഗറായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എഴുതിയാണ്. സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഫുള്ള് പിടിക്കാനുള്ള സ്ട്രാറ്റജിയാണ്, ഒരു അനക്സേഷൻ പോളിസി എന്നാണ് എന്ത് ചെയ്യുക പറയുന്നത്. ഓക്കെ, സോ വാട്ട് വാസ് ദ പോളിസി? ഒരു രാജാവ്, ഇന്ത്യയിലുള്ള രാജാവ് സബ്സിഡറി അലയൻസ് ഒപ്പുവെച്ചു എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, യു ആർ ദ റൂളർ, യു ആർ സൈനിങ് എ സബ്സിഡറി അലയൻസ് ട്രീറ്റി വിത്ത് ബ്രിട്ടീഷേഴ്സ്. ആദ്യം അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിന് കുറേ ക്ലോസുകളുണ്ട്. ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഡിസ്മാൻഡിൽ യുവർ ലോക്കൽ ആർമി. നിങ്ങൾക്കൊരു ആർമി ഉണ്ടാവുമല്ലോ, രാജാവിൻ്റെ പവർ എവിടുന്ന ഡിറൈവ് ചെയ്യുന്ന ആർമിയാണ്. ആദ്യം അതിനെന്ത് ചെയ്യണം? പിരിച്ചുവിടണം. എല്ലാത്തിനെയും പറഞ്ഞു വിട്, ആർമിയെ വേണ്ട. പകരം ആര് ആർമി തരും? ബ്രിട്ടീഷ് വിൽ സപ്ലൈ ആർമി, അമ്യൂണിഷൻസ്, എവറിത്തിങ്. ഞങ്ങളുടെ ആളുകളെയും പറഞ്ഞായിരിക്കും. യൂണിഫോം ഇട്ട കുട്ടപ്പനായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? വരും. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ തരാം. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ട സാലറിയും അവർക്ക് വേണ്ട ഫുഡും അവർക്ക് വേണ്ട അക്കോമഡേഷനൊക്കെ ആര് കൊടുക്കണം? റൂളർ കൊടുക്കണം. കാരണം നിങ്ങൾക്കല്ലേ ഇത് തരുന്നത്. ബ്രിട്ടീഷിൻ്റെ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആർമിയാണല്ലോ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ത്രെട്ട് ഉണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് വിൽ സപ്പോർട്ട് ചെയ്യൂ. പുറമേ നിന്നൊരാളെന്ത് ചെയ്യില്ല, നിങ്ങളെ വന്ന് ത്രെട്ട് ചെയ്യില്ല. സോ യു ഹാവ് ടു പേ സാലറീസ്. പേയ്മെൻറ്റ് എന്ത് ചെയ്യണം? ആനുവലായിട്ട് ചെയ്യണം. ഓക്കെ, പേയ്മെൻറ്റ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബിയസ്ലി ടെറിട്ടറി ആരെ അനക്സ് ചെയ്യും? ബ്രിട്ടീഷുകാരെടുക്കും. നിങ്ങളുടെ ടെറിട്ടറി നമ്മുടെ കയ്യിൽ വരും. അല്ലെങ്കിൽ തരാനുള്ള പേയ്മെൻറ്റിനനുസരിച്ചുള്ള ടെറിട്ടറികൾ ഞങ്ങൾ വീതിച്ചെടുക്കും. അപ്പോൾ പേയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ ക്ലോസ്. ഡിസ്മാൻഡിൽ യുവർ ലോക്കൽ ആർമി. സബ്സിഡറി അലയൻസ് ആരാ കൊണ്ടുവരുന്നത്? വെല്ലസ്ലിയാണ് എന്ത് ചെയ്യുന്നത്. വെല്ലസ്ലിയുടെ അതിബുദ്ധിയിൽ വരുന്ന അത്ഭുത കുഞ്ഞാണെന്ത്? ഈ പോളിസി ഓഫ് സബ്സിഡറി അലയൻസ്. റിച്ചർഡ് വെല്ലസ്ലി ഒന്നാമത്തെ ക്ലോസ് എഴുതി. ഓക്കെ, അടുത്ത എന്താണ് ക്ലോസ്? അടുത്ത് ഞങ്ങൾ ഒരാളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യും. എവിടെ? നിങ്ങളുടെ രാജസദസ്സിൽ. പണ്ട് ഡുവൽ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരാൾ ടേബിൾ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഇരുന്ന് എഴുതും. എന്ത്? ആരെല്ലാം വരുന്നുണ്ട്, ആരെല്ലാം പോകുന്നുണ്ട്, എന്തെല്ലാം അഫയേഴ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം എഴുതും.
അയാളെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്നാണ് പറയുക. അയാൾ നമ്മുടെ ഏജന്റാ, അയാൾ അവിടെ ഇരുത്തോളം. അയാളുടെ ചെലവ് ആര് കൊടുക്കണം? മൂന്നാമത്തെ കാര്യം, നിങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ ഡീലിങ്സ് വേറെ ഏത് വിദേശ രാജ്യമായിട്ടും യൂറോപ്യൻ രാജ്യമായിട്ടും ഒരു ഡീലിങ്സും പാടില്ല. ബ്രിട്ടീഷ് മാത്രമാണെന്ത് നിങ്ങളുടെ മിത്രം, ഒരേ ഒരു മിത്രം. ഓക്കെ, യു കനോട്ട് ഹാവ് എനി ഫോറിൻ റിലേഷൻ ഓർ എനി ഡിപ്ലോമാറ്റിക് എക്സ്ചേഞ്ചസ് വിത്ത് എനി അതർ ഫോറിൻ കൺട്രി എക്സെപ്റ്റ് ബ്രിട്ടൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ക്ലിയർ ആയോ? ഒരു തരത്തിലും ആരെയും ഒന്നിനെ ഹെൽപ്പിന് വിളിക്കരുത്. ഞങ്ങളാണെന്ത് ഫൈനൽ അസൈലം, ഞങ്ങളായിട്ടേ കമ്പനി പാടുള്ളൂ, വേറെ ഒരാളായിട്ട് എന്ത് ചെയ്യരുത്, അടുപ്പിക്കരുത്. ഡച്ച്, ഫ്രഞ്ച് പരിപാടി നടക്കില്ല. ഇതാണെന്ത് മൂന്നാമത്തെ ക്ലോസ്. ഓക്കെ, അപ്പം നാലാമത്തെ എന്താ, ഈ പേയ്മെൻറ്റ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെറിട്ടറി എന്ത് ചെയ്യണം? നമുക്ക് തരണം, വേറെ വഴിയില്ല. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പേയ്മെൻ്റ് ആണ്, മനസ്സിലായോ? ഇപ്പോൾ ഇവർക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, ഈ ടെറിട്ടറി ആരുടെ കയ്യിൽ കിട്ടി? നമുക്ക് രാജാവിൻ്റെ ബലം എന്ന് പറയുന്നത് അയാളുടെ സൈന്യമല്ലേ, അയാളുടെ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സൈന്യം. അയാൾക്കിപ്പോൾ ഒരു വാർ നടത്തണം എന്ന് തോന്നി, മറ്റുള്ള ആളുകളെ ത്രെട്ടാണെന്നുണ്ടെങ്കിൽ ഹി നീഡ് ടു വെയിറ്റ് ഫോർ ദ പെർമിഷൻ ഓഫ് ബ്രിട്ടീഷേഴ്സ്. മനസ്സിലായോ? ബ്രിട്ടീഷിൻ്റെ എന്താണ് ആക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ ബ്രിട്ടീഷിൻ്റെ സൈന്യം ആരുടെ കൂടെ വരുള്ളൂ? ഇയാളുടെ വഴിക്ക് വന്നിട്ട് യുദ്ധം നടത്തുള്ളൂ. അതും ആരുടെ കീഴിലാണ്? ബ്രിട്ടീഷിൻ്റെ പെർമിഷൻ ഈ രാജാവ് വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ വീക്കായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഇവർ സബ്സിഡറി അലയൻസ് എന്നും പറഞ്ഞ ഒരു പരിപാടിൻ്റെ അണ്ടറിലേക്ക് എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. ദിസ് ഈസ് എ അനക്സേഷൻ പോളിസി. ബേസിക്കലി എന്താണ്? സ്വന്തം പശു ആരാൻ്റെ പറമ്പിൽ എന്ത് ചെയ്യുക, കിട്ടുക. അവരുടെ സൈന്യത്തെ തീറ്റിപ്പോറ്റുന്ന ആരാണ്? ഈ ലോക്കൽ റൂളറാണ്. ഫുഡ്, അക്കോമഡേഷൻ, സാലറി ഒക്കെ കൊടുക്കേണ്ട ആരാണ്? ആ പേയ്മെൻറ്റ് മിസ്സായി കഴിഞ്ഞാൽ ടെറിട്ടറി എന്ത് ചെയ്യും? അത് കൊണ്ടുപോകും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം പശുവിനെ ആരെൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കിട്ടുക. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് പരിപാടി. ഓക്കെ, സബ്സിഡറി അലയൻസ് എന്ത് ചെയ്യണം? സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ടിപ്പുവിനെ നിർബന്ധിക്കുകയാണ്. ഓക്കെ, അതിനെ എടുക്കുന്ന ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ ഇവരെല്ലാം ഫോർമലായിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, പ്രൊഫഷണലിയാണ്, കോർപ്പറേറ്റ് രീതിയാണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോർമലി ഇൻ ദ സെൻസ് വാട്ട് ദേ ആർ ആക്ച്വലി സെയിങ് ഇസ് ദാറ്റ് എന്താണ്, ഹൈദർ ശരിക്കും എന്തല്ല മൈസൂറിൻ്റെ റൂളർ അല്ല. മൈസൂറിൻ്റെ റൂളേഴ്സ് എന്ന് പറയുന്ന വിജയനഗരയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വൊഡയാസിനാണ്. സോ ബ്രിട്ടീഷ് അക്സെപ്റ്റ് ചെയ്യുന്ന ലീഗൽ ഹെയർ എന്ന് പറയുന്നത് ആരാണ്? വൊഡയാർസാണ്. ബിക്കോസ് അവർ വീക്കാണ്, നമുക്ക് തലവേദനയില്ലല്ലോ. ഹൈദർ വീക്കല്ല, ടിപ്പു വീക്കല്ല. ഓക്കെ, നാളെ തലവേദനയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവരെ മാറ്റണം. അപ്പോൾ അതിന് പുതിയ നിയമങ്ങൾ ഫ്രെയിം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ശരിക്കും ലീനിയേജ്? നിങ്ങൾ കയറിയിരിക്കുന്ന സിംഹാസനം മിസ്റ്റർ ടിപ്പു നിങ്ങളുടെ അല്ല. ഓക്കെ, ആരുടെയാണ്? വൊഡയാർ ഡൈനാസ്റ്റിക്കാണ് അത് എന്ത് ചെയ്യുന്നത്, ലീഗലി പോകേണ്ടത്. നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇല്ലീഗലായിട്ട് അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ടെറിട്ടറിയും ഈ റൂളും. ഓക്കെ, നിങ്ങൾക്ക് പോകാനുള്ള ടൈം ആയി. ഓക്കെ, അപ്പോൾ ഗിവ് ബാക്ക് യുവർ ടെറിട്ടറി ഓക്കെ ടു ദി വൊഡയാർ റൂളേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറയുന്നു. ടിപ്പു വാസ് നോട്ട് റെഡി. ടിപ്പു വാസ് നോട്ട് അറ്റ് ഓൾ റെഡി ടു ഗിവ് ബാക്ക് ഹിസ് ടെറിട്ടറി. അപ്പോൾ ഞാൻ ടിപ്പു ആണ്, ടൈഗർ ഓഫ് മൈസൂറാണ്, നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത്. ആര് നിൽക്കുന്നു? ടിപ്പു നിൽക്കുന്നു. സോ വെല്ലസ്ലി ആൻഡ് എയിംഡ് അറ്റ് ദ ടിപ്പുസ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇൻ മൈസൂർ ആസ് എ റൂളർ. ഓക്കെ, ഫോഴ്സ്ഡ് ഹിം ടു സൈൻ സബ്സിഡറി അലയൻസ്. ഈ സബ്സിഡറി അലയൻസ് സൈൻ ചെയ്യാൻ പറയുകയാണ്. അയാൾ അതിനൊന്നും ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. ഓക്കെ, ഇപ്പോൾ വേറെ ഒന്നുമില്ല. ടിപ്പു എന്ത് ചെയ്തു? ടിപ്പുവിന് വേറെ യാതൊരു വഴിയില്ലാതെ അപ്പോൾ ടിപ്പു കുറേ എഴുത്തുകൾ എഴുതിയിട്ട് എന്ത് ചെയ്തു? പല രാജ്യങ്ങൾക്കും ഡിപ്ലോമാറ്റിക് കണക്ഷൻസ് ഉണ്ട് ടിപ്പുവിന്. സൗദി, അതുപോലെ തന്നെ കുറേ ബ്രസീൽ, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പിന് ഇന്തോനേഷ്യക്കൊക്കെ ലെറ്റേഴ്സ് എഴുതി അയക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ. ആർമി അയച്ചിട്ടോ ആളുകളായിട്ട് ഫോഴ്സിനെ അയച്ചിട്ടോ അല്ലെങ്കിൽ വെൽത്തായിട്ടോ എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ തന്നെ അയക്കുന്നുണ്ട്. അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അത് അറിഞ്ഞിട്ട് വീണ്ടും അയാളുടെ പേരിച്ച് ചാർജ് ഷീറ്റ് എഴുതി. എന്താണ്? ഇന്ത്യയെ ഇൻവേഡ് ചെയ്യാനായിട്ട് ടിപ്പു എന്ത് ചെയ്യുന്നു? ഒരു ഇസ്ലാമിക് റൂൾ എൻഫോഴ്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ആളുകളെ വിളിച്ച് പുറത്തുനിന്ന് വരുത്തുവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വീണ്ടും ചാർജ് ഷീറ്റ് എന്ത് ചെയ്തു? ഫയൽ ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നിസാംസിനെയും മറാത്താസിനെയും വീണ്ടും ബ്രിട്ടീഷുകാർ കൂട്ടിപ്പിടിച്ചു. ഓക്കെ, ആൻഡ് ദെൻ സെൻഡ് എമിസറീസ് ടു മൈസൂർ. ഓക്കെ, സോ അപ്പം എന്ത് ചെയ്തു? നിസാംസ് മറാത്താസ് എന്ത് ചെയ്തു? ബ്രിട്ടീഷിൻ്റെ അലയൻസിൽ വന്നു. അപ്പോൾ അവർക്ക് മൈസൂറിൻ്റെ പകുതിയോളം ടെറിട്ടറീസ് നിസാംസിനും മറാത്താസിനും കൊടുക്കാമെന്ന് ഏറ്റു. ഓക്കെ, പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രത്തോളം സംഭവങ്ങൾ തരാമെന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ, ദെൻ ദേ വെൻ ഫോർ എ വാർ. ഒബ്വിയസ്ലി ടിപ്പുവിനെ പിടിച്ചേക്കാൻ പറ്റിയില്ല. ടിപ്പു എന്ത് ചെയ്തു? മരിച്ചു. 1799 ടിപ്പു ഡൈഡ്. ഓക്കെ, സോ ശ്രീരംഗപട്ടണത്തെ ഡിഫെൻഡ് ചെയ്ത് ടിപ്പു എന്ത് ചെയ്തു? മരിച്ചു. 4th May 1799 ടിപ്പു ഡൈഡ് in this particular war of 4th Anglo-Mysore war. So it became the reason for the Tipu's death. Okay, so Tipu's era ended. Tipu's era ended. Okay, clear?
ഓക്കെ അല്ലേ? അപ്പൊ ടിപ്പു ഏകദേശം തീർന്നു. അപ്പൊ ഇനിയിപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നറിയോ? ടിപ്പു തീർന്നല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ആളുകളെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു റൂളർ വേണമല്ലോ. ഓക്കെ, സോ ഒരു സിവിലിയൻ അക്സെപ്റ്റഡ് റൂളർ. ഒരു വൊഡയാർ ഡൈനാസ്റ്റി ഉണ്ടല്ലോ പഴയ, അപ്പോൾ അതിലൊരു പയ്യനുണ്ടല്ലോ, അവനെ വിളിച്ചുകൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവനെന്ത് ചെയ്തു, വിളിച്ചിട്ട് എന്ത് ചെയ്തു, അവനോട് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി എന്ത് ചെയ്തു, വെച്ചുകൊടുത്തു. അവനെ നീയാണ് അടുത്ത റൂളർ. ഓക്കെ, സോ അപ്പോൾ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ്. നിനക്ക് ആംസും അമ്മുണിഷൻസും എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യും. ഒപ്പിട്ടോ, ട്രീറ്റി. ക്ലിയർ? സോ വൊഡയാർ ആ ചെറിയ പയ്യൻ എന്ത് ചെയ്തു, അവിടെ റൂളറായിട്ട് അവിടെ കൊണ്ടുവരുത്തി, ഡമ്മി റൂളർ, പപ്പറ്റ് റൂളർ. ഓക്കെ, ആൻഡ് ഓൾസോ ഹി സൈൻഡ് ദി സബ്സിഡറി അലയൻസ് വിത്ത് ബ്രിട്ടൻ. സോ മൈസൂർ ബിക്കെയിം പാർട്ട് ഓഫ്. രണ്ടാമത് ബംഗാളിന് ശേഷം എന്ത് കിട്ടി? ക്ലിയർ ആയോ? ഇങ്ങനെ അനക്സ് ചെയ്തു. ക്ലിയർ ആയോ? ഇത് രണ്ടാമത്തെ മേജർ സ്ഥലം കിട്ടുന്നത്. വീക്കായിട്ടുള്ള സ്ഥലമല്ല, മേജർ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ത് ചെയ്തു, സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടി. ഓക്കെ, ദിസ് ഈസ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. അപ്പം 4 ആംഗ്ലോ മൈസൂർ വാറാണ് എന്ത് ചെയ്ത് നോക്കിയത്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റിൽ നോക്കിയാൽ അറിയും, പക്ഷെ എന്ത് ചെയ്യില്ല, ഈ കണ്ടിന്യൂറ്റിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ ഇവിടെ തീർന്ന് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യം പോയി. ക്ലിയർ ആയോ? സോ യു ഹാവ് ടു സ്റ്റഡി. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇതിൽ വേറെ വല്ല എന്തെങ്കിലും ഭയങ്കര ടെക്നിക്കൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവൻസ് ഇങ്ങനെയാണ് എഴുതുക. അപ്പം ബെയറായിട്ടുള്ള ടെക്സ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് എന്താവും, പ്രശ്നമാവും. ഓക്കെ, സോ ദാറ്റ് യു ഷുഡ് ഡു. ഇപ്പം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ട്രീറ്റി ഓഫ് സെരിംഗപട്ടണം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വൊഡയാറിൻ്റെ ഒരു മൈനർ സണ്ണിന് എന്ത് ചെയ്തു, അവിടെ റൂളറാക്കിയിട്ട് എന്ത് ചെയ്തു, അവർ ഫിക്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വെല്ലസ്ലി 1718 വന്നു. ജോൺ ഷോർ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് വെല്ലസ്ലിയുടെ കമാൻഡറായിട്ട്, ഗവർണർ ജനറലായിട്ട് വരുന്നത്. വെല്ലസ്ലി ജോൺ ഷോറിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വെല്ലസ്ലി വരുന്നത്. ആൻഡ് ദെൻ സബ്സിഡറി അലയൻസ് സൈൻ ചെയ്യാൻ പറയുന്നു. ടിപ്പുവിന് നേരെ ചാർജ് ഷീറ്റ്, നിസാംസിനെയും മറാത്താസിനെയും കൂട്ടുപിടിക്കുന്നു, വാറിലേക്ക് പോകുന്നു. ആൻഡ് ഓൾസോ ടിപ്പു സെൻറ്റ് എമിസറീസ് ടു അറേബ്യ, അഫ്ഗാൻ, കാബുൾ ആൻഡ് ഓൾസോ സമൻഷ ആൻഡ് ഐൽ ഓഫ് ഫ്രാൻസ്. എല്ലായിടത്തും മൗറീഷ്യസ് ഐലൻഡ്സ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാം ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് ടിപ്പു. അത് നടക്കുന്നില്ല. അപ്പോൾ അതും വേറെ കുറ്റമാക്കിയിട്ട് എന്ത് ചെയ്തു, മാറ്റി. ആൻഡ് ദെൻ വാർ സ്റ്റാർട്ടഡ് ഇൻ April 17, ended in May 4, 1799 with the death of Tipu. Tipu was defeated and murdered, killed by Britishers. So, and also എന്ത് ചെയ്യുന്നു, മറാത്താസിന് വേണ്ടതെല്ലാം കൊടുത്തു, നിസാംസിനും കൊടുത്തു. ഇപ്പോൾ എല്ലാം ഓൾറെഡി സബ്സിഡറി അലയൻസ് സൈൻ ചെയ്ത ആളുകളാണ്. സബ്സിഡറി അലയൻസ് ആദ്യമായിട്ട് സൈൻ ചെയ്യുന്നത് നിസാം ഓഫ് ഹൈദരാബാദ് കേട്ടോ. സോ ഹൂ സൈൻഡ് ദി സബ്സിഡറി അലയൻസ് ട്രീറ്റി ഫോർ ദ ഫസ്റ്റ്? നിസാംസ് ഓഫ് ഹൈദരാബാദ് സൈൻ സബ്സിഡറി അലയൻസ് ട്രീറ്റി വിത്ത് ബ്രിട്ടീഷ്. ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഓൾസോ ഇനി അടുത്ത മഹാരാജാവ് ആരാണ്? മൈസൂർ ഹിന്ദു റോയൽ ഫാമിലി, ദാറ്റ് മീൻസ് വൊഡയാർ ഡൈനാസ്റ്റിയിലെ ആ പയ്യനാണ് എന്ത് ചെയ്യുന്നത്, ഓക്കെ, ഒരു പപ്പറ്റായിട്ട് പിന്നീട് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇത് റിവിഷനായിട്ട് എന്ത് ചെയ്യണം, എടുക്കണം. ഏതൊക്കെ ട്രീറ്റി, എന്തൊക്കെയാണ് റിസൾട്ട്, കണ്ടക്സ്റ്റ് എന്താണ്, ഔട്ട്കം എന്താണ്. ഇത് ടാബ്ലർ കോളമായിട്ട് 4 വാറിനും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കണം. ഇത് പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ടേബിളർ കോളം പോലെ എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? സോ ഓൾ ദ ട്രീറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. 4 ട്രീറ്റീസ്, ഓരോന്നിലും ഓരോ ട്രീറ്റി ഉണ്ട്. അവസാനം ക്യാപിറ്റലിൻ്റെ ഫോളാണ്. ഇതെന്ത് ചെയ്യണം, നോക്കി വെക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ചെറിയൊരു ഇൻട്രോ തരാം. ഇതാരാണ്? ഓക്കെ, മറാത്താസിനെയാണ് ഇനി എന്ത് ചെയ്യുന്നത്, പിടിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് ദേ നീഡ് മറാത്ത കിങ്ഡം ഓൾസോ. സോ മറാത്താസിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? ഛത്രപതി ശിവജിയാണ്. ഓക്കെ, ഹി ഫൗണ്ടഡ് ദ മറാത്ത എംപയർ വിത്ത് ദ എയിം ഓഫ് സ്വരാജ്. ക്ലിയർ ആയോ? സ്വരാജ് ആണ് അവരുടെ എയിം എന്ന് പറയുന്നത്. സോ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷോൾ ഹാവ് ഇറ്റ്. ഇതാരുടെ കോട്ടിങ്ങാ? ഹി ബോറോഡ് ഫ്രം ഹിയർ ഓൺലി. ഓക്കെ, ഹി വാസ് ഓൾസോ ഫ്രം ബോംബെ. ക്ലിയർ? ഓക്കെ, സോ അപ്പോൾ എന്താണ്, സ്വരാജ് എസ് എ കോൺസെപ്റ്റ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദി മറാത്ത എംപയർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് നമ്മൾ മിഡിവലിൽ പഠിക്കും. ഇപ്പോൾ വലിയ പരിവേഷമൊക്കെ അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊന്നും മാത്രമേ ഉള്ളൂ. എന്താണ്, ഒന്നുമില്ല, ഇയാളെക്കുറിച്ചൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് മറാത്ത എംപയറിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടൊന്ന് മാത്രം വിചാരിച്ചാൽ മതി. ദാറ്റ് വിൽ സ്റ്റഡി ലേറ്റർ റിഗാർഡിങ് ദിസ് ഇൻ മിഡീവൽ. ക്ലിയർ ആയോ? ഓക്കെ, സോ പിന്നെ ഔറംഗസീബിൻ്റെ നിന്ന് കുറേ പണി കിട്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളി പോകുന്നുണ്ട്. പിന്നെ ശംഭാജി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്, ഉള്ള മകനാണ്. ചാവ എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് മീൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടെറിട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാന്നാണ് ഇവരുടെ എയിം.
അപ്പൊ ഈ മറാത്താസിൽ ഛത്രപതി ശിവജി, സംഭാജി, ഷാഹുജി എന്ന് പറഞ്ഞ കുറെ ആളുകൾ എന്ത് ചെയ്തു? ജയിലിൽ കിടന്ന് കുറെ എണ്ണം തീർന്നു. അവരുടെ ലീനിയേജ് ഇല്ലാതായപ്പോൾ ഈ മറാത്ത കോൺഫെഡറസി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉണ്ടാകുന്നത്. മറാത്താസ് പിന്നീട് റൂൾ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ആണ്. അതിനെയാണ് കോൺഫെഡറസി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായോ? അതായത് ശിവജിയുടെ ലീനിയേജ് തീർന്നു, ഇനി അയാളുടെ ലീനിയേജിൽ ആളില്ല. അപ്പം എന്ത് ചെയ്യണം? ഇത് ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്ന ആരാണെന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് ഫാമിലീസ് ആണുള്ളത്. അതായത് മറാത്ത സാമ്രാജ്യത്തിൽ മന്ത്രിമാരായിട്ട് ദിവാൻ പരിഷ്കറായിട്ട് നിന്ന കുറേ ആളുകളുണ്ട്. അവർ ബ്രാഹ്മിൻസാണ്, ക്ഷത്രിയ സെക്ട് അല്ല. അപ്പോൾ ആ ബ്രാഹ്മിൻസും പിന്നെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫാമിലീസും ചേർന്ന് മറാത്തയുടെ എന്ത് ചെയ്യാണ്? റൂൾ ഏറ്റെടുക്കുകയാണ്. അതിലെ മേജർ ആയിട്ടുള്ള പൂനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്? പേഷ്വാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ബാജിറാവു മസ്താനി എന്നൊക്കെ പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ടോ? ബാജിറാവു 1 എന്നൊക്കെ പറഞ്ഞ, അതും സഞ്ജയ് ലീല ബൻസാലിയുടെ സിനിമയാണ്. ഓക്കെ, സോ അത് ഈ പേഷ്വാസിനെ കുറിച്ചുള്ള സിനിമയാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് പേഷ്വയാണ് ബാജിറാവു 1. ക്ലിയർ ആയി? അയാളെ കുറിച്ചുള്ള സിനിമയാണ്. ബാജിറാവു 2 ഉണ്ട്, അയാളൊരു വേസ്റ്റാണ്. ക്ലിയർ? അയാളാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി മറാത്താസ് കയ്യിൽ നിന്ന് പോകാനുള്ള റീസൺ അതാണ്. എനിവേ, സോ പേഷ്വാസ് ആണ് എന്ത് ചെയ്യുന്നത്? പൂനെ ബേസ്ഡ്. അപ്പോൾ ഇതാണ് സെൻട്രൽ ഫാമിലി ഓഫ് റൂൾ എന്ന് പറയുന്നത് പേഷ്വ. പിന്നെന്താണ്? ബറോഡയിലുള്ള ഗേക്കേവാഡ്, ഋതുരാജ് ഗേക്കേവാഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ടൈറ്റിൽ പോകുന്നത് എല്ലാം ആ ക്ഷത്രിയ ക്ലാനാണ്. ഹോൾക്കാർസ് ഓഫ് ഇൻഡോർ, അതേപോലെ തന്നെ എന്താണ്? സിന്ധ്യാസ്, ബോൺസ്ലെ ഓക്കെ ഓഫ് നാഗ്പൂർ. ഇങ്ങനെ ഈ 5 ഫാമിലീസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മറാത്ത എംപയർ എന്ത് ചെയ്യുന്നത്? ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓൾ മേജർ ഡിസിഷൻസ് വിൽ ബി ടേക്കൺ അണ്ടർ എന്താണ്? ഇൻ എ കൺസൾട്ടേറ്റീവ് അപ്രോച്ച്. ഫൈനൽ ഡിസിഷൻ വിൽ ബി അണ്ടർ പേഷ്വ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്, ശരി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം നോക്കാം. ഇപ്പം തന്നെ നിങ്ങൾ ടയർഡായി കാണും അല്ലേ? ശരി, അപ്പോൾ ഓക്കെ, see you in next class.